മോളുസെ അത് ആരാണെന്ന് നോക്കി. നിന്റെ സുന്ദരനും സുമുഖനുമായ കെട്ടിയോ. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിക്ക്. കെട്ടിയോനോ? ആരുടെ കെട്ടിയോ? നീ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് വെറുതെ എന്റെ ദേഷ്യം കൂട്ടരുത്. ഒന്നാമത് അവൻ എനിക്ക് കണ്ണെടുത്ത കണ്ടൂടാ. എന്തിനാണാവോ അവൻ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയ അനന്യയും റോഷ്നിയും അവിടെ വെച്ച് അഭിനവിനെ കാണുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. തീരെ താല്പര്യമില്ലാതിരുന്നിട്ടും മുത്തശ്ശന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ദരിദ്രവാസിയായ അഭിനവിനെ അനന്യയ്ക്ക് വിവാഹം കഴിക്കേണ്ടി വന്നത്. അവനെ കാണുന്നത് പോലും അനന്യയ്ക്ക് സത്യത്തിൽ അറപ്പാണ്. ഈ സമയം കൊണ്ട് അഭിനവ് അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു. അഭി, നീ എന്താ ഇവിടെ? എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നതാണോ? അത് പിന്നെ ഞാനിവിടെ. എന്തിനാണ് താൻ ആ 5 സ്റ്റാർ ഹോട്ടലിന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അഭിനവിന് പെട്ടെന്ന് അവരോട് പറയാൻ പറ്റുമായിരുന്നില്ല. അഭിനവിന്റെ പതർച്ച കണ്ടതോടെ റോഷ്നിയുടെ സംശയം വർദ്ധിച്ചു. എന്താ അഭി, എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ? ചുറ്റിക്കളിയോ? എന്ത് ചുറ്റിക്കളി? അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ ഒരു ആവശ്യമായിട്ട് വന്നതാ. തിരിച്ചിറങ്ങിയപ്പോ നിങ്ങളെ കണ്ടു. നിങ്ങൾ കാറിലല്ലേ വന്നത്? എന്നെയും കൂടി ഒന്ന് പോകുന്ന വഴിക്ക് ഡ്രോപ്പ് ചെയ്യും. അനന്യയുടെ കൂടെ കുറച്ചു സമയം ചെലവഴിക്കാമല്ലോ എന്ന പ്രതീക്ഷയിലായിരുന്നു അഭിനവ് മനഃപൂർവ്വം അവരുടെ അടുത്തേക്ക് വന്നത്. എന്നാൽ അനന്യയ്ക്ക് അഭിനവിനെ ഒപ്പം കൊണ്ടുപോകാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. എന്റെ കാറിലെ ലിഫ്റ്റ് കിട്ടിയിട്ട് നീ ഇന്ന് പോയതുപോലെ തന്നെ വേണമെങ്കിൽ വല്ല ഓട്ടോയും പിടിച്ചു പോ, അല്ലെങ്കിൽ പുറത്തെ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്ക്. ഇനി ബസ്സിന് പോകാനും കാശില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ തരാം. തന്റെ മുന്നിൽ വെച്ച് അനന്യ അഭിനവിനെ അപമാനിക്കുന്നത് റോഷ്നിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ ഇതെന്തൊക്കെയാ അനന്യ പറയുന്നത്? അവൻ നിന്റെ ഭർത്താവല്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ അപമാനിക്കല്ലേ? ഭർത്താവാണ് പോലും. ഒരു പെണ്ണിനെ സ്വന്തമാക്കേണ്ടത് ചതിയിലൂടെ അല്ല. അത് മനസ്സിലാകാത്തവൻ ഭർത്താവിന്റെ കുപ്പായം അണിഞ്ഞ് നടക്കരുത്. നീ വരുന്നെങ്കിൽ വാ, അല്ലെങ്കിൽ ഞാൻ പോകും. എന്നാൽ അനന്യയുടെ അത്ര ക്രൂരത നിറഞ്ഞ മനസ്സായിരുന്നില്ല റോഷ്നിയുടേത്. വിഷമിച്ചു നിൽക്കുന്ന അഭിനവിനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ എന്തുകൊണ്ടോ റോഷ്നിക്ക് തോന്നിയില്ല. അത്രയ്ക്ക് തിരക്കുണ്ടെങ്കിൽ നീ അങ്ങ് പൊക്കോ. ഓട്ടോ പിടിച്ചും ബസ് പിടിച്ചും ഒന്നും പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാവുമല്ലോ അവൻ നമ്മുടെ അടുത്തേക്ക് വന്നത്. നിനക്ക് അവനെ കൂടെ കൊണ്ടുപോകാൻ വയ്യെങ്കിൽ വേണ്ട, ഞാൻ അവനെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. അതിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റോഷ്നിയുടെ വാക്കുകൾ കേട്ട് അനന്യയും അഭിനവും ഒരുപോലെ ഞെട്ടി. റോഷ്നിയുടെ സ്വഭാവം അനന്യയ്ക്ക് വളരെ നന്നായിട്ട് അറിയാം. അവൾ ഒരു തീരുമാനമെടുത്താൽ അതിൽ നിന്നും പിന്നോട്ട് മാറില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി അവളോട് തന്റെ കൂടെ വരാൻ അനന്യ ആവശ്യപ്പെട്ടു. നോക്കു പെണ്ണെ, നീ ചുമ്മാ കളിക്കാൻ നിൽക്കല്ലേ. നിന്നോടാ വരാൻ പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി എന്താണെന്ന് വെച്ചാ നീ തീരുമാനിച്ചോ. റോഷ്നി തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെ ആകെ കുഴങ്ങിയത് അനന്യായിരുന്നു. റോഷ്നിയുടെ വാശി കണ്ട് അനന്യ അവൾക്ക് മുന്നിൽ തല കുനിക്കുമോ, അതോ റോഷ്നിയെയും അഭിനവിനെയും അവിടെ ഉപേക്ഷിച്ചിട്ട് അനന്യ ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് പോകുമോ? എന്തിനാണ് അഭിനവിനെ പോലെ ഒരു ദരിദ്രവാസി പണക്കാർ മാത്രം ആഹാരം കഴിക്കാൻ വരുന്ന ആ റെസ്റ്റോറന്റിലേക്ക് വന്നത്? ചോദ്യങ്ങൾ നിരവധിയാണ്. അതിന്റെ ഉത്തരങ്ങൾ അറിയാൻ തുടർന്നും കേൾക്കുക. വെറും ദരിദ്രവാസിയാണെന്ന് എല്ലാവരും കണക്കാക്കുന്ന അഭിനവ് ആ 5 നക്ഷത്ര ഹോട്ടലിലേക്ക് വന്നത് എന്തിനാണെന്ന് അറിഞ്ഞാൽ അനന്യ ശരിക്കും ഞെട്ടും. അതൊരു ലേലത്തിൽ പങ്കെടുക്കാനായിരുന്നു. വെറുമൊരു ലേലമല്ല, കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു മെഗാ ലേലം. അവിടെ വെച്ചാണ് അഭിനവ് അലീനയെ പരിചയപ്പെടുന്നത്. 20 കോടി. അലീന വിളിച്ച ആ തുക കേട്ട് അവിടെ നിന്ന് എല്ലാവരും ഞെട്ടി. 10 കോടി രൂപ അടിസ്ഥാന വില കണക്കാക്കിയ ഒരു ഡയമണ്ട് നെക്ലേസിനാണ് അലീന ഇരട്ടി വില വിളിച്ചിരിക്കുന്നത്. അത് അലീന വെറുതെ വിളിച്ചതായിരുന്നില്ല. അലീനയെ മത്സരിച്ച് തോൽപ്പിക്കാൻ വേണ്ടി അവളുടെ എതിരെ മറ്റൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ തന്നെ തോൽപ്പിക്കരുതെന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് അലീന അത്രയും വലിയ തുക വിളിച്ചത്. അലീനയ്ക്കെതിരെ മത്സരിക്കാൻ വന്ന ആ മറ്റൊരാൾ ആരാണെന്ന് അറിയണ്ടേ? മറ്റാരുമല്ല, നമ്മുടെ അഭിനവ് തന്നെ. 20 കോടി രൂപ. അലീനയുടെ 20 കോടിക്ക് ലേലം ക്ലോസ് ചെയ്യാൻ തയ്യാറായി. 20 കോടി ഒരു തരം എന്ന് വിളിച്ച ലേലം നടത്തിപ്പുകാരൻ അത് കേട്ട് ഞെട്ടി. 20 കോടി 1 രൂപയോ? അങ്ങനെ ആരും ലേലം വിളിക്കാറില്ല. എന്നാൽ അഭിനവ് ലേലത്തുക കൂട്ടി വിളിച്ചത് അലീനയുടെ സമനില തെറ്റിച്ചു. അവൾ ഒട്ടും സമയം പാഴാക്കാതെ അടുത്ത തുക വിളിച്ചു. 30 കോടി. ആ തുക വിളിച്ചതും പോരാഞ്ഞ് അവൾ അഭിനവിനെ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. നീ ഇവിടെ എന്ത് ഷോ ഓഫ് കാണിക്കാനാ വന്നിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അതിപ്പോ എന്തായാലും ശരി, ലേലം വിളി ഇതോടെ നിർത്തി വീട്ടിലേക്ക് പോവാൻ നോക്ക്. നിന്റെ ആരോഗ്യത്തിന് അതാണ് നല്ലത്, കേട്ടോടാ. അലീനയുടെ ഭീഷണി നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അഭിനവ് ചിരിക്കുകയാണ് ചെയ്തത്. മിസ് അലീന, സത്യത്തിൽ ഈ 30 കോടി രൂപ എന്നൊക്കെ പറഞ്ഞ വലിയ തുക തന്നെ. ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ മാല ഞാൻ ഒരുപാട് അങ്ങ് ആഗ്രഹിച്ചു പോയി. എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നേടിയില്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി എത്ര കോടി ചെലവഴിക്കേണ്ടി വന്നാലും ഞാനിത് സ്വന്തമാക്കും. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ഓക്കെ? സോ ഞാൻ ഒരു എമൗണ്ട് അങ്ങ് വിളിക്കുക. പറ്റിയ ഇതിന്റെ മുകളിൽ ഒന്ന് വിളിച്ചു നോക്ക്. അഭിനവ് എന്ത് തുകയാണ് വിളിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ഇത്തവണ ഏറ്റവും വലിയ ആകാംക്ഷ അലീനയ്ക്ക് തന്നെയായിരുന്നു. അവൻ എന്ത് തുക വിളിച്ചാലും അതിൽ കൂടുതൽ വിളിക്കണമെന്ന തയ്യാറെടുപ്പിൽ അലീന നിൽക്കുമ്പോഴാണ് അവളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അവൻ എല്ലാവരും കേൾക്കെ ആ തുക പറഞ്ഞത്. 50 കോടി. അത് കേട്ട് അവിടെ കൂടി നിന്നവരുടെ മാത്രമല്ല അലീനയുടെ തല പോലും കറങ്ങുന്നത് പോലെ തോന്നി. ഇത്രയും വലിയ തുക അഭിനവ് വിളിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. വെറും 10 കോടി രൂപയുടെ മാലിക്ക് 30 കോടി വരെ വിളിച്ചതുപോലും അഭിനവിനെ തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിലായിരുന്നു. എന്നാൽ അഭിനവ് 50 കോടി വിളിച്ച സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യുമെന്ന് അലീനയ്ക്ക് ഒരു പിടിയുമില്ലായിരുന്നു. അലീനയുടെ മുഖത്തെ ഭാവവ്യത്യാസങ്ങൾ കണ്ടപ്പോൾ അഭിനവിന്റെ മുഖത്തൊരു ചിരി പടർന്നു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ മിസ് അലീന, കേറ്റി വിളിക്കുന്നില്ലേ? ടൈം ഈസ് റണ്ണിങ്. എന്ത് തീരുമാനം
എടുക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് എടുക്കണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും പോയിട്ട് 100 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ ചെയ്ത മുറിയായിട്ട് പോലും അലീന വിയർക്കാൻ തുടങ്ങി. ഇങ്ങനെ തന്നെ തോൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഒരാൾ തന്നെ നേരിടുന്നത് അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. കണ്ടാൽ ഒരു ദരിദ്രവാസിയെ പോലെ ഇരിക്കുന്ന ഇവൻ എവിടെ നിന്ന് വന്നു എന്ന് അലീനയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്താ അലീന മാഡം, എന്താ ഒന്നും പറയാത്ത? അലീനയുടെ മനസ്സിലൂടെ അപ്പോൾ വ്യത്യസ്തമായ കുറെ ചിന്തകൾ കടന്നു പോവുകയായിരുന്നു. വേണമെന്ന് വെച്ചാൽ അവൾക്ക് ഇതിലും മുകളിലേക്ക് ബിഡ് ചെയ്യാൻ പറ്റും. എന്നാൽ 10 കോടി രൂപ മൂല്യമുള്ള മാലയ്ക്ക് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കാൻ അവൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അവൻ ലേലം നടത്തിപ്പുകാരനെ നോക്കി. നോ മോർ ബിഡ്. അലീന പറഞ്ഞത് കേട്ടതും അവിടെ നിന്ന് എല്ലാവരും ഞെട്ടി. അതാ ആദ്യമായിട്ട് അലീന ഒരു ലേലത്തിൽ നിന്നും സ്വയം പിന്മാറിയിരിക്കുന്നു. മത്സരിക്കാൻ ഇറങ്ങിയാൽ വിജയിക്കാൻ ഏതറ്റം വരെയും പോകുന്ന അലീനയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാകാതെ എല്ലാവരും പരസ്പരം നോക്കി ഓരോന്ന് പറയാൻ തുടങ്ങി. ദേഷ്യവും അപമാനവും എല്ലാം നിറഞ്ഞ ഭാവത്തോടുകൂടി അലീന ഹാളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം കൊണ്ട് അഭിനവ് ലേല നടപടികൾ പൂർത്തിയാക്കി. പുറത്തേക്കിറങ്ങിയ അലീന അവിടെ ഒരു ചെയറിൽ ഇരിക്കുകയായിരുന്നു. ഈ സമയം അഭിനവ് പിറകെ വന്ന് അവളുടെ അടുത്തിരുന്നു. അഭിനവ് അടുത്ത് വന്നിരുന്നതും അവൾ കൂടുതൽ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് എക്സിറ്റ് ഡോറിലൂടെ പുറത്തേക്ക് പോകാൻ തയ്യാറെടുത്തു. പെട്ടെന്ന് അഭിനവ് അവളെ പിറകിൽ നിന്ന് വിളിച്ചു. അലീന ഒന്ന് നിൽക്കോ. തന്നെ വിളിച്ചത് അഭിനവാണെന്ന് മനസ്സിലായപ്പോൾ അലീനയുടെ മുഖം മങ്ങി. ഈ സമയം കൊണ്ട് അവൻ ഓടി അവളുടെ അടുത്തേക്ക് വന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് സംസാരിക്കാൻ പറ്റുമോ? അതിന് മറുപടിയായി അവനെ അടിമുടി ഒന്ന് നോക്കുകയാണ് അവൾ ചെയ്തത്. അലീനയെ പോലെ ഒരു ബിസിനസ് മാഗ്നറ്റിനോട് ഒരു വാക്ക് പറയണമെങ്കിൽ പോലും നേരത്തെ പെർമിഷൻ എടുക്കണം. ആദ്യമായിട്ട് കണ്ടൊരുത്തൻ അധികാരത്തോടെ സംസാരിക്കാൻ വേണ്ടി തന്റെ അടുത്ത് വന്നത് അലീനയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്താ പറഞ്ഞത്? എന്റെ അടുത്ത് സംസാരിക്കണമെന്നോ? തനിക്ക് എത്ര ധൈര്യമുണ്ട് എന്നോട് ഇത് പറയാൻ? എനിക്ക് തന്നെ കാണണ്ട. ഡോണ്ട് എവർ കം ഇൻ ഫ്രണ്ട് ഓഫ് മീ. അലീനയുടെ ദേഷ്യം കണ്ടപ്പോൾ അഭിനവന് ചിരിയാണ് വന്നത്. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു. അലീന, ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. ബട്ട് എനിക്കത് പറഞ്ഞേ പറ്റൂ. താൻ ദേഷ്യപ്പെടുമ്പോഴാണ് തന്റെ ഭംഗി കൂടുന്നത്. അത്തരമൊരു കോംപ്ലിമെന്റ് അലീനയുടെ മുഖത്ത് നോക്കി പറയാൻ ആരും ധൈര്യം കാണിക്കാറില്ല. ആദ്യമായിട്ട് തന്റെ മുന്നിൽ അത് പറയാൻ അഭിനവ് ധൈര്യം കാണിച്ചത് ആലോചിച്ചപ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി നിറഞ്ഞു. ഓഹോ, താൻ കൊള്ളാലോ. കൊള്ളാം അല്ലേ? താങ്ക്സ്. എടോ, തനിക്ക് ഇവിടുത്തെ നിയമങ്ങളൊന്നും അറിയാത്തത് താനിവിടെ പുതിയ ആളായതുകൊണ്ട് ഇവിടെ നിന്ന് അനാവശ്യമായ ഒരു വാക്ക് പോലും സംസാരിക്കാൻ പാടില്ല. അതിന് ഞാൻ അനാവശ്യമായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. തന്നെ പോലെ ഒരു സുന്ദരിയെ കാണുമ്പോൾ നിയമമൊക്കെ ശ്രദ്ധിക്കാൻ മനുഷ്യൻ എവിടെയാ സമയം? നിയമം ഒരു വഴിക്ക് പോകും, നമ്മൾ മനുഷ്യർ മറ്റൊരു വഴിക്കും പോകും. അത്ര തന്നെ. ബൈ ദ ബൈ, ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാൻ അഭിനവ് രജപുത്ര. അതിനു മറുപടിയായി ഒന്ന് ചിരിച്ചിട്ട് അലീന എക്സിറ്റ് ഡോറിലൂടെ പുറത്തേക്ക് പോകാൻ പോയി. പെട്ടെന്ന് അവിടെ നിന്ന ബോഡി ഗാർഡുകളിൽ ചിലർ ഓടി വന്ന് അലീനയുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടതും അഭിനവ് ഓടി അവളുടെ അടുത്തേക്ക് എത്തി. പിന്നീട് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് അവിടെ നിന്നവർ കണ്ടത്. അലീനയുടെ കയ്യിൽ പിടിച്ച് അവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അത്തരമൊരു നീക്കം അലീനയോട് ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആദ്യം പകച്ചു നിന്നു. പെട്ടെന്ന് തന്നെ അവന്റെ കൈ തട്ടിമാറ്റി രക്ഷപ്പെടാൻ അവൾ ശ്രമിച്ചു. എങ്കിലും അവൻ അവളെ കൂടുതൽ ചേർത്ത് നിർത്തി. കുതറി ഓടല്ലേ? മാഫിയ കിങ്ങിന്റെ പെൺ പുലിക്കുട്ടിക്ക് എന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമെന്ന് ഞാൻ വെറുതെ ചിന്തിച്ചു. എന്നാലും എന്റെ പ്രിയപ്പെട്ട നന്ദു, ഞാൻ ഇങ്ങനെ നിന്റെ മുന്നിൽ വന്നു നിന്നിട്ടും നിനക്ക് എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. അലീനയുടെ ഓർമ്മകൾ പെട്ടെന്ന് എങ്ങോട്ടേക്കോ പോയി. നന്ദു, ഈ പേര് ഇവൻ എങ്ങനെ അറിയാം? ആരാണിവൻ? വെറുതെ ലേലത്തിൽ തന്നോട് ഏറ്റുമുട്ടാൻ വന്ന ഒരു സാധാരണക്കാരനല്ല ഇവനെന്ന് അലീന പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവൾക്ക് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. ഈ സമയം ഒരു പുഞ്ചിരിയോട് കൂടി അഭിനവ് അവളുടെ കാതുകളിൽ ചെറുതായി മന്ത്രിച്ചു. സംശയിക്കണ്ട, ഇറ്റ്സ് മീ ടൈഗർ, യുവർ ടൈഗർ. അവൻ പറഞ്ഞത് കേട്ട് അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നുപോയി. താൻ കേട്ടത് ശരിയാണോ എന്ന് അറിയുവാൻ ഒരിക്കൽ കൂടി അവൾ അവനോട് അത് ചോദിച്ചു. എന്താ നീ പറഞ്ഞത്? നീ ടൈഗർ എന്ന് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. നീ അങ്ങനെയല്ലല്ലോ പറഞ്ഞതല്ലേ? അതിന് മറുപടിയായി അഭിനവ് ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. ഞാൻ ടൈഗർ എന്ന് തന്നെയാ പറഞ്ഞത്. ഇപ്പോ നിന്റെ സംശയം മാറിയോ? അലീനയ്ക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നത് പോലെ തോന്നി. അവൾ ഉമിനീരിറക്കിക്കൊണ്ട് പതറിയ ശബ്ദത്തിൽ അവനോട് ചോദിച്ചു. അഭിനവ്, നീയാണോ ടൈഗർ? സത്യമാണോ ഞാൻ ഈ കേട്ടത്? അതേ അർത്ഥത്തിൽ ചിരിച്ചുകൊണ്ട് അവൻ തലയാട്ടി. അവളുടെ ഉള്ളിൽ തന്റെ ബാല്യകാല ഓർമ്മകൾ ഓരോന്നായി വന്നു നിറഞ്ഞു. കുട്ടിക്കാലത്ത് താൻ ഏറ്റവും അധികം സമയം ചെലവഴിച്ച തന്റെ ടൈഗർ ആണ് ഇപ്പോൾ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് അവൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അലീനയുടെ യഥാർത്ഥ പേര് നന്ദിത എന്നാണെന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അവളെ വളരെ അടുപ്പമുള്ളവർ മാത്രമേ നന്ദു എന്ന് വിളിച്ചിരുന്നുള്ളൂ. അലീനയുടെ ആവേശം കണ്ടതും അഭിനവ് പെട്ടെന്ന് അവളെ ചേർത്ത് പിടിച്ചു. പൊന്നുമോളെ, ആവേശം കാരണം അലറി വിളിച്ച് നാട്ടുകാരൻ മൊത്തം ഞാനാണ് ടൈഗർ എന്ന് അറിയിക്കരുത്. എനിക്കിപ്പോ എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തീർന്നിട്ട് ഞാൻ നിന്റെ അടുത്ത് പറയാം. അഭിനവ് പറയുന്നതെല്ലാം ഒരു മായിക ലോകത്ത് നിന്ന് കേൾക്കുന്നത് പോലെ അവൾ തലയാട്ടി കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ അഭിനവ് അലീനയെ ചേർത്ത് പിടിച്ചു നിൽക്കുകയാണെന്ന് കണ്ടപ്പോൾ അവളുടെ ബോഡി ഗാർഡ് അവൻ അവളെ ഉപദ്രവിക്കുകയാണെന്നാണ് കരുതിയത്. അയാൾ തന്റെ ഗൺ പുറത്തെടുത്തു. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡ്സിനോട് മാഡത്തെ എന്ത് വില കൊടുത്തും രക്ഷിക്കണമെന്ന് അലറി. അവരെല്ലാവരും കൂടി അഭിനവിനെ ആക്രമിക്കാൻ വേണ്ടി കുതിച്ചെത്തി. അഭിനവിന്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്ന അലീനയ്ക്ക് അഭിനവിനെ തേടി വരുന്ന അപകടം തിരിച്ചറിയാൻ സാധിച്ചില്ല. എന്തായിരിക്കും അലീനയുടെ ബോഡി ഗാർഡ് അഭിനവിനെ ചെയ്യാൻ പോകുന്നത്? അലീനയെ അവൻ ഉപദ്രവിക്കുകയാണെന്ന് കരുതി അവനെ വെടിവെക്കുമോ? അഭിനവിന്റെ ജീവന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ? പണമില്ലാത്തതിന്റെ പേരിൽ അവൻ കാമുകിയുടെ മുന്നിൽ നാണം കിട്ടു നിന്നു. അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അവൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സർപ്രൈസുമായിട്ടായിരുന്നു അവൻ
ബർത്ത്ഡേ പാർട്ടിക്ക് വന്നത്. അഭിനവ് ഒരു സാധാരണ ഡെലിവറി ബോയ് അല്ലെന്നും അവനൊരു വലിയ പണക്കാരനാണെന്നുമുള്ള സത്യം തുറന്നു പറയാനിരിക്കുകയായിരുന്നു. പക്ഷെ അതിനു മുൻപ് എല്ലാ പ്ലാനും തകിടം മറിഞ്ഞു. വൈഷ്ണവി, ഇന്ന് നിന്റെ ബർത്ത്ഡേക്ക് നീ ഒരിക്കലും മറക്കാത്ത സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. ബർത്ത്ഡേ ദിവസമെങ്കിലും നിനക്ക് നേരത്തെ വന്നൂടെ? ഞാൻ പറഞ്ഞില്ലേ നിനക്കൊരു സർപ്രൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അഭിനവ് ഒരു സാധാരണ ഡെലിവറി ബോയ് അല്ലെന്നുള്ള സത്യം അവളെ ബോധ്യപ്പെടുത്താൻ സമയമായി എന്ന് അഭിനവ് കരുതി. 18 വർഷങ്ങൾക്ക് മുൻപ് ഒരു മഴയുള്ള രാത്രിയായിരുന്നു അഭിനവിനെല്ലാം നഷ്ടപ്പെട്ടത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മാഫിയ ഗ്രൂപ്പ് തലവനായിരുന്നു സഞ്ജയ് രജപുത്ര. സഞ്ജയ് രജപുത്രയുടെ ഏക മകനായിരുന്നു അഭിനവ്. പക്ഷേ തന്റെ ശത്രുക്കൾ തന്റെ മകനെ വകവരുത്തും എന്ന് കരുതി സഞ്ജയ് രജപുത്ര അഭിനവിനെ തന്റെ ബിസിനസ് ലോകത്ത് നിന്ന് അകറ്റി നിർത്തിയിരുന്നു. താൻ ഇത്ര വലിയ മാഫിയ ഗ്രൂപ്പിലെ നേതാവായ സഞ്ജയ് രജപുത്രയുടെ മകനാണെന്നുള്ള സത്യം ആരോടും പറയരുതെന്ന് അവന്റെ അച്ഛൻ അവനെ താക്കീത് ചെയ്തിരുന്നു. അതെല്ലാം മറന്നാണ് അവൻ അവന്റെ കാമുകിയോട് സത്യം തുറന്നു പറയാൻ തീരുമാനിച്ചത്. പക്ഷേ അത് പറയും മുൻപ് തന്നെ അവളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തായി. എല്ലാവർക്കും ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്താൻ പോവാ. ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന അഭിനവ് പെട്ടെന്ന് തന്നെയാണ് സ്റ്റേജിൽ വിളിക്കുന്നതെന്ന് കരുതി അങ്ങോട്ടേക്ക് നടന്നു കയറിയപ്പോൾ അവൻ നിൽക്കേണ്ട സ്ഥാനത്ത് മറ്റൊരുവൻ കയറി നിന്നു. ദേവൻ എന്നായിരുന്നു അവന്റെ പേര്. പണത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദേവനെ ഇട്ടുമൂടാനുള്ള പണം അഭിനവിന്റെ കയ്യിലുണ്ട്. എന്നാൽ വൈഷ്ണവി കരുതിയിരിക്കുന്നത് ദേവനാണ് അഭിനവിനേക്കാൾ പണക്കാരൻ എന്നാണ്. താൻ ഇത്രയും വലിയ പണക്കാരനാണെന്നുള്ള സത്യം അവളോട് തുറന്നു പറയാൻ പോയപ്പോഴായിരുന്നു അവളുടെ ചതി അവന് മനസ്സിലായത്. അഭിനവ്, നീ എന്തിനാ വിഷമിക്കുന്നത്? നീ അവളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ ചതി നിനക്ക് മനസ്സിലായല്ലോ. പണത്തിന് വേണ്ടി മാത്രം ഒരാളെ പ്രണയിക്കുന്ന ഒരാളെയാണോ നിനക്ക് വേണ്ടത്? അവൾ പോകുന്നെങ്കിൽ പോട്ടറാ. എന്തായാലും ഇത്രയൊക്കെ ആയതല്ലേ, എന്നെ ചതിച്ചിട്ട് അവൾ അങ്ങനെ അങ്ങ് പോകണ്ട. അവൾക്കൊരു ചെറിയ പണിയെങ്കിലും കൊടുക്കണ്ട. എന്തിന്? വിട്ടുകളമോനെ. ഇത്രയും വർഷം ആത്മാർത്ഥമായി പ്രേമിച്ചതൽ ആ എന്നെ ഒരു നിമിഷം കൊണ്ട് ഉപേക്ഷിച്ചു പോകുന്നയാളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് പോകാൻ പറ്റും? ഇത് കേട്ടതും വിക്രം പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് അഭിനവ് അയാളെ അത്ഭുതത്തോടെ നോക്കി. അങ്കിൾ എന്തിനാ ചിരിക്കുന്നത്? സെയിം ഓൾഡ് സ്റ്റോറി. പണ്ട് നിന്റെ അച്ഛന്റെ പ്രേമകഥ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ ജോലി. ഇപ്പതാ മോഹന്റെ പ്രേമകഥയും കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പനായാലും മോനായാലും നിരാശാകാമുകന്റെ ഭാവം ഒന്ന് തന്നെ. എന്തായാലും അച്ഛൻ പ്രണയിച്ച ആളെ തന്നെ കല്യാണം കഴിച്ചല്ലോ. എന്റെ അവസ്ഥ അങ്ങനെയല്ലല്ലോ. ഒന്ന് പോടാ. നിന്റെ അമ്മ അങ്ങേരുടെ 14ാമത്തെ പ്രേമമായിരുന്നു. 13ാമത്തെ പ്രേമത്തിന്റെ ബ്രേക്കപ്പ് പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. 13ാമത്തെ ബ്രേക്കപ്പിൽ നിന്റെ അച്ഛൻ മോങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് നിന്റെ അമ്മയെ അങ്ങേര് കാണുന്നത്. അതുകൊണ്ട് നീ ആ കഥയൊന്നും പറയണ്ട. തന്റെ അച്ഛൻ ഇത്രയും വലിയ പ്രേമരോഗിയായിരുന്നു എന്നുള്ളത് അഭിനവിന് ഒരു അത്ഭുതമായി തോന്നി. കാരണം തന്റെ മനസ്സിലെ ഹീറോ ആയിരുന്നു അഭിനവിന്റെ അച്ഛൻ. ടൈഗർ എന്ന വലിയ മാഫിയ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു അഭിനവിന്റെ അച്ഛൻ സഞ്ജയ് രജപുത്ര. കാലം ഇത്ര കഴിഞ്ഞിട്ടും 18 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ ദുരന്തത്തെ പറ്റിയുള്ള ഓർമ്മകൾ അവനെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് ഒരാശ്വാസമായിരുന്നു വൈഷ്ണവിയുമായിട്ടുള്ള കണ്ടിട്ട് പോക്കോ. അഭിനവ് അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അവളുടെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് കുറെ ആഡംബര കാർ വന്നു. അതെല്ലാം അഭിനവിനെ കൊണ്ടുപോകാൻ വന്ന ആഡംബര കാർ ആയിരുന്നു. ദേ കണ്ടില്ലേ, എന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്ന പ്രീമിയം കാറുകൾ. ഇതെല്ലാം ദേവന്റെ ഫ്രണ്ട്സ് ആയിരിക്കും. വൈഷ്ണവി ഇങ്ങനെയൊക്കെ പൊങ്ങച്ചം പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആഡംബരക്കാർ മുഴുവൻ അഭിനവിനെ സ്വീകരിക്കാൻ വന്നവരാണെന്ന് അവൾ അറിഞ്ഞില്ല. വൈഷ്ണവിയുടെ ഈ അഹങ്കാരം കണ്ട് അഭിനവ് മനസ്സിൽ പറഞ്ഞു, നീ ഏതറ്റം വരെ പോകുന്ന എനിക്കൊന്ന് കാണണം. ഇവിടെ കിടന്ന് ഷോ ഇറക്കിയതിനെല്ലാമുള്ള പണി നിനക്ക് ഉടനെ കിട്ടും. ഇതേ സമയം അഭിനവിനെ ദൂരെ നിന്ന് ടൈഗർ ഗ്രൂപ്പിലെ ആളുകൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാവരും അഭിനവിനെ സംരക്ഷിക്കാൻ വേണ്ടി വന്നവരായിരുന്നു. ഇത്രയ്ക്ക് സംരക്ഷിക്കാൻ വേണ്ടി എന്താണ് അഭിനവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അതായിരുന്നു 18 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ ദുരന്തം. ബിസിനസ് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അഭിനവിന്റെ അച്ഛൻ സഞ്ജയ് രജപുത്ര മകന്റെ ഒപ്പം ഒരു ഡ്രൈവിന് പോയി. പൊതുവെ ഫാമിലിയുമായി സമയം ചെലവഴിക്കുമ്പോൾ ബിസിനസ് കാര്യങ്ങളൊന്നും സഞ്ജയ് രജപുത്ര അങ്ങോട്ടേക്ക് കൊണ്ടുപോകുമായിരുന്നില്ല. മഴയുള്ള രാത്രി ഇരുട്ടിലൂടെ സഞ്ജയ് രജപുത്ര സഞ്ചരിച്ച കാർ പോവുകയായിരുന്നു. അപ്പോൾ വഴിയിൽ വെച്ച് ഒരാൾ കൈ കാണിച്ചു. സഞ്ജയ് രജപുത്രയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ നരേന്ദ്രനായിരുന്നു അത്. നരേന്ദ്രനെ അയാൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. പക്ഷേ നരേന്ദ്രൻ ഒരു ചതിയനായിരുന്നു. സഞ്ജയ് രജപുത്രയുടെ മുഴുവൻ ബിസിനസ് സ്ഥാപനങ്ങളും ഒറ്റയ്ക്ക് സ്വന്തമാക്കാൻ വേണ്ടിയായിരുന്നു അയാൾ സഞ്ജയുടെ ഒപ്പം കൂടിയത്. തക്കം കിട്ടിയാൽ അയാളെ നശിപ്പിച്ച് എല്ലാ ബിസിനസ് സാമ്രാജ്യവും ഒറ്റയ്ക്ക് കൈയടക്കാനായിരുന്നു നരേന്ദ്രന്റെ തീരുമാനം. കാറിൽ നിന്നിറങ്ങിയ സഞ്ജയ് രജപുത്രയെ അവർ വെടിവെച്ച് വീഴ്ത്തി. അച്ഛൻ നഷ്ടപ്പെട്ട വിഷമത്തിൽ ഭയന്ന് വിറച്ച് ഇരുട്ടിലേക്ക് ഓടിയ ബാലൻ വർഷങ്ങൾക്ക് ശേഷം പ്രതികാരം ചെയ്യാൻ വരുമെന്ന് നരേന്ദ്രൻ കരുതിയില്ല. അഭിനവ്, നീ എന്തിനാ നിന്നെ പറ്റിച്ചിട്ട് പോയ പെണ്ണിനെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്നത്? അതിലും വലിയ കാര്യങ്ങൾ നിനക്ക് നിന്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാനുണ്ട്. 18 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛനെ തകർത്ത വ്യക്തിയോട് നിനക്ക് പ്രതികാരം ചെയ്യണം. എത്ര വർഷമായി ആ പ്രതികാരം അവധിക്ക് വെക്കാൻ തുടങ്ങിയിട്ട്? അപ്പോഴാണ് അഭിനവിന് തന്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് ഓർത്തത്. 18 വർഷത്തെ പകയായിരുന്നു അവന്റെ മനസ്സിലുണ്ടായിരുന്നത്. ശരിയാ, എനിക്ക് ഈ ജീവിതത്തിൽ ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചീറ്റിപ്പോയ ഒരു പ്രേമത്തെ പറ്റി ഓർത്ത് പാഴാക്കാനേ എനിക്ക് സമയമില്ല. അഭിനവ് അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അവിടെ വന്ന ആഡംബരക്കാർ അവനെ സ്വീകരിക്കാനായി എത്തി. ദേവൻ, ഈ പ്രീമിയം കാറൊക്കെ നിന്റെ ഫ്രണ്ട്സിന്റെ ആണോ? വൈഷ്ണവി, നീ എന്തിനാ അവന്റെ കാര്യം നോക്കുന്നു? ഇത് എന്നെ പിക്ക് ചെയ്യാൻ വന്ന വണ്ടി. നിന്നെ പിക്കാനോ? നീ ഇത് വല്ല സ്കൂൾ കുട്ടികളോട് പറ. ഒരു ഓട്ടോറിക്ഷ പിടിക്കാനുള്ള ഗതി പോലും ഇല്ലാത്തവനാ ഈ പ്രീമിയം കാറിൽ കയറി പോകുന്നത്. ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ പോലും നിനക്ക് യോഗ്യതയില്ല. അതെ, അഭിനവിന് ഈ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ പോലും യോഗ്യതയില്ല. കാരണം ഞങ്ങളുടെ ബോസ് ഡ്രൈവിംഗ് സീറ്റിലല്ല ഇരിക്കുന്നത്, ബാക്ക് സീറ്റിലാണ്.
ഇത്രയും പറഞ്ഞ ശേഷം വിക്രം പ്രീമിയം കാറിന്റെ ബാക്ക് ഡോർ തുറന്നു. അഭിനവ് ആ കാറിന്റെ ഉള്ളിലേക്ക് കയറി. നീ പറഞ്ഞത് ശരിയാ, ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അതിന് ഞാൻ ശമ്പളം കൊടുക്കുന്ന ഡ്രൈവേഴ്സും. അഭിനവ്, ഞാൻ നിന്നെ വെറുതെ പ്രാങ്ക് ചെയ്തതല്ലേ. എങ്ങനെയുണ്ട് എന്റെ പ്രാങ്ക്? ഓ, പ്രാങ്ക് ആയിരുന്നു. എന്നാ ഞാൻ മറ്റൊരു പ്രാങ്ക് പറയട്ടെ. ഞാൻ നിന്നെ ഇത്രയും കാലം സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ചതാണ് ഞാൻ നിന്നോട് ചെയ്ത പ്രാങ്ക്. എന്നേക്കാൾ വലിയ പണക്കാരനെ കിട്ടിയെന്ന് പറഞ്ഞ് നീ എന്നെ ഉപേക്ഷിച്ച് പോയതല്ലേ. പണത്തേക്കാൾ വലുതല്ലേ അഭിനവ് സ്നേഹം? എന്തോ എങ്ങനെ അങ്ങനെയല്ലല്ലോ നീ കുറച്ച് മുമ്പ് പറഞ്ഞത്. എന്തായാലും കല്യാണത്തിന് മുൻപ് നിന്റെ യഥാർത്ഥ സ്വഭാവം എന്റെ മുന്നിൽ കാട്ടിത്തന്നതിന് നിന്നോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ നിനക്ക് ഇനി ഒരു സർപ്രൈസ് തരുമെന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ സർപ്രൈസ്. പക്ഷെ ആ സർപ്രൈസ് ആസ്വദിക്കാനുള്ള യോഗം നിനക്കില്ലാതെ പോയി. അഭിനവ് ആ കാറിൽ കയറി മുന്നിലേക്ക് പോയി. തനിക്ക് നഷ്ടപ്പെട്ടതോർത്ത് വൈഷ്ണവി സ്വയം പഴിച്ചു. ഏത് നേരത്താണോ എന്തോ അവനെ ചൊറിയാൻ എനിക്ക് തോന്നിയത്. എന്ത് വില കൊടുത്തു അവന്റെ സ്നേഹം ഞാൻ തിരിച്ചു പിടിക്കും. വൈഷ്ണവി അത് മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോഴാണ് അഭിനവ് തന്റെ അച്ഛന്റെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കയറി ചെന്നത്. 18 വർഷങ്ങൾക്ക് മുൻപ് അവന്റെ അച്ഛൻ സഞ്ജയ് രജപുത്ര ഉപേക്ഷിച്ചു പോയ സിംഹാസനത്തിലാണ് അവൻ വന്നിരിക്കുന്നത്. അഭിനവ്, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഈ ടൈഗർ ഗ്രൂപ്പ് മുഴുവൻ കാത്തിരുന്നത്. എന്താണ് അടുത്ത നീക്കം? അഭിനവ് ചുമരിൽ തൂക്കിയിരിക്കുന്ന സഞ്ജയ് രജപുത്രയുടെ ഫോട്ടോയുടെ മുന്നിൽ വന്ന് തൊഴുതു നിന്നു. അതിനുശേഷം അവൻ അവന്റെ അച്ഛൻ ഉൾപ്പെട്ട ഗ്രൂപ്പ് ഫോട്ടോയിലേക്ക് നോക്കി. ഗ്രൂപ്പ് ഫോട്ടോയിൽ നരേന്ദ്രന്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അഭിനവ്, നീ എന്താ നോക്കുന്നത്? എന്റെ അച്ഛനെ ഒറ്റിക്കൊടുത്ത ഒറ്റുകാരനെ. സഞ്ജയ് രജപുത്രയെ ചതിച്ചത് ആരാണെന്ന് അവർക്ക് അതുവരെ അറിയില്ലായിരുന്നു. അതിന്റെ ഏക ദൃക്സാക്ഷിയായിരുന്നു അഭിനവ്. ഇരുട്ടിലേക്ക് ഓടിപ്പോയ ബാലനെ പിന്നീട് വിക്രം ഉൾപ്പെടെ ടൈഗർ ഗ്രൂപ്പിലെ ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സഞ്ജയ് രജപുത്രയെ ചതിച്ചത് ആരാണെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. മനസ്സിലായില്ല. അച്ഛൻ വെടിയേറ്റ് വീണ് കിടക്കുന്നത് കണ്ട് ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞ ആളാണ് ഞാൻ. പിന്നീട് പല ഓർഫനേജുകളിലായിരുന്നു എന്റെ ജീവിതം. ഞാൻ ഒരിക്കലും ഈ ബിസിനസ് മേഖലയിലേക്ക് വരരുതെന്ന് എന്റെ അച്ഛൻ ആഗ്രഹിച്ചിരുന്നു. അച്ഛന്റെ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ മറ്റൊരു ഐഡന്റിറ്റിയിൽ ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ചത്. പക്ഷെ ഇനി അങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. പക്ഷേ വിക്രം ഉൾപ്പെടെ ടൈഗർ ഗ്രൂപ്പിലെ ആർക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അത്രയേറെ വിശ്വസ്തനായിരുന്നു നരേന്ദ്രൻ. അഭിനവ്, നീ ഒന്നുകൂടെ ഓർത്തു നോക്ക്. നരേന്ദ്രൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം. അന്ന് രാത്രി കണ്ട കാഴ്ച ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ ഒരിക്കലും കള്ളം പറയില്ല. നരേന്ദ്രൻ നിന്റെ അച്ഛന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു. അയാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. വിക്രമങ്കിൾ, നിങ്ങളാണോ സാക്ഷി അതോ ഞാനാണോ? ഒരിക്കലും എന്റെ മനസ്സിൽ നിന്ന് ആ ദൃശ്യം പോകില്ല. മരണപ്പെട്ടു എന്ന വിഷമമായിരുന്നില്ല അച്ഛന്റെ മുഖത്ത് അവസാനം ഉണ്ടായിരുന്നത്. താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരാളിൽ നിന്നുണ്ടായ ചതിയെ പറ്റിയുള്ള വേദനയായിരുന്നു ആ മുഖത്തുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്റെ ഒപ്പം നിൽക്കാം. അപ്പോഴേക്കും പെട്ടെന്ന് ടൈഗർ മാഫിയ ഗ്രൂപ്പിലെ ആളുകൾ അഭിനവിന്റെ ചുറ്റും വന്ന് അഭിനവിന്റെ മുന്നിൽ കൈകൂപ്പി നിന്നു. 18 വർഷങ്ങൾക്ക് മുൻപ് അവന്റെ അച്ഛൻ ഉപേക്ഷിച്ചു പോയ സിംഹാസനത്തിൽ അവൻ രാജകീയമായിരുന്നു. ഇതേ സമയം അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന മറ്റൊരു ദുരന്തം അവന്റെ നടക്കാൻ പോവുകയായിരുന്നു. കുറച്ചു മാറി കേദാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിയുടെ എല്ലാമായ അനന്യയുടെ വിവാഹ നിശ്ചയം നടക്കാൻ പോവുകയായിരുന്നു. ഒരു വലിയ ബിസിനസ്സുകാരനുമായിട്ടായിരുന്നു അനന്യയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. ഇത്രയും വലിയൊരു ബിസിനസ് കുടുംബത്തിലെ പെൺകുട്ടിയാണെങ്കിലും അതിന്റെ യാതൊരു അഹങ്കാരവും ഇല്ലാത്തവളായിരുന്നു അനന്യ. അവളുടെ കല്യാണം നടക്കാൻ പോകുന്നതിനുള്ള എല്ലാ എക്സൈറ്റ്മെന്റും അവൾക്കുണ്ടായിരുന്നു. എന്നാൽ ഈ കല്യാണം ഇഷ്ടപ്പെടാത്ത ഒരാൾ മാത്രം ആ കൂട്ടത്തിൽ വന്നിരുന്നു. മറ്റാരുമല്ല, അനന്യയുടെ ചേട്ടൻ സൗരവായിരുന്നു. ഇത്രയും വലിയൊരു ബിസിനസ്സുകാരനുമായി സ്വന്തം സഹോദരിയുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ സൗരവിന് ആ കുടുംബത്തിലെ യാതൊരു വിലയും ഉണ്ടാവില്ലെന്ന് അയാൾ കണക്കുകൂട്ടി. അതുകൊണ്ട് ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. ഇതേ സമയം അഭിനവിന്റെ ടൈഗർ ഗ്രൂപ്പിൽ വലിയൊരു പാർട്ടി നടക്കുകയായിരുന്നു. പാർട്ടി നടന്ന ശേഷം അഭിനവ് ഒരു കായൽ തീരത്ത് വന്നു നിന്നു. നീ എന്താ ഇവിടെ വന്നത്? ഇന്നു മുതൽ എനിക്ക് ഈ നിമിഷങ്ങളെല്ലാം നഷ്ടപ്പെടാൻ പോകും. ഇത്രയും നാൾ ഞാൻ സാധാരണ ഒരു ഡെലിവറി ബോയ് മാത്രമായിരുന്നു. എന്നാൽ നാളെ മുതൽ എന്റെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ഡെലിവറി ബോയ് ആയിരിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കണം, ഓഫീസിൽ പോകണം, തന്ന ലിസ്റ്റ് അനുസരിച്ച് ഡെലിവറി നടത്തണം. ഇതിന്റെ ഗ്യാപ്പിൽ കാമുകയെ ഫോൺ വിളിക്കണം. അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. അതെല്ലാം ഇന്നൊരു രാത്രി കൊണ്ട് നഷ്ടപ്പെടാൻ പോകും. ഇത് മുഴുത്ത വട്ട്. അതെ വിക്രാങ്കിൾ, നല്ല ഒന്നാന്തരം വട്ട്. ഒരു സാധാരണക്കാരനായി ഈ തെരുവിൽ കറങ്ങി നടന്ന എന്റെ ജീവിതം ഇന്നു മുതൽ മാറാൻ പോകും. അവസാനത്തെ ദിവസം ഞാൻ ശരിക്കും ആസ്വദിച്ചോട്ടെ. പക്ഷെ നീ ഒറ്റയ്ക്ക് അങ്കിൾ പോ, ഞാൻ നാളെ വരാം. അഭിനവ് വിക്രമങ്കിളിനെ പറഞ്ഞുവിട്ട ശേഷം ആ കായൽ തീരത്ത് നിന്ന് തന്റെ കഴിഞ്ഞുപോയ ഓർമ്മകളെ പറ്റി ചിന്തിക്കുകയായിരുന്നു. അപ്പോഴേക്കും അനന്യയുടെ വിവാഹ നിശ്ചയത്തിന് വേണ്ടി ചില സാധനങ്ങൾ വാങ്ങാനായി സൗരവ് സ്ട്രീറ്റിലെത്തി. മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുന്ന അഭിനവിനെ അവൻ കണ്ടു. അഭിനവിനെ സൗരവ് തന്റെ കാറിൽ കയറ്റി. വിക്രമങ്കിൾ പറഞ്ഞുവിട്ട തന്റെ അനുയായികളാണെന്ന് അഭിനവ് തെറ്റിദ്ധരിച്ചു. അപ്പോഴേക്കും അഭിനവ് കുടിച്ചു ബോധമില്ലാത്ത അവസ്ഥയിലായി കഴിഞ്ഞു. സൗരവ് അഭിനവിനെ അവന്റെ സഹോദരിയുടെ വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അനന്യ ഉറങ്ങുന്ന മുറിയിലേക്ക് അവനെ കൊണ്ട് കിടത്തി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ വിക്രം അഭിനവിനെ അന്വേഷിച്ചിറങ്ങി. അവനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ലല്ലോ. ഇനി അവൻ എന്തെങ്കിലും സംഭവിച്ചു. ഈ സമയം വിക്രമിന് നരേന്ദ്രന്റെ കോൾ വന്നു. പക്ഷേ വിക്രം ഫോൺ എടുത്തില്ല. നരേന്ദ്രൻ എന്തിനാ എന്നെ വിളിക്കുന്നത്? അവൻ ചതിച്ച കാര്യം നമ്മൾ അറിഞ്ഞെന്ന് സംശയമാണ്. അതോ നരേന്ദ്രൻ അഭിനവിനെ ബന്ദിയാക്കിയോ? വിക്രം ഇങ്ങനെ സംശയിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ബ്ലൂ ഡയമണ്ട് ഹോട്ടലിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് വിക്രം ഒരു നിമിഷം ഞെട്ടി. വിക്രം ഉടനെ തന്നെ ബ്ലൂ ഡയമണ്ട് ഹോട്ടലിലേക്ക് പോയി. ബ്ലൂ ഡയമണ്ട് ഹോട്ടലിൽ വെച്ചായിരുന്നു അനന്യയുടെ കല്യാണം നിശ്ചയിച്ചിരുന്നത്. ഉറക്കത്തിൽ നിന്ന് അവൾ എഴുന്നേറ്റപ്പോൾ തന്റെ ഒപ്പം തികച്ചും അപരിചിതനായ ഒരു വ്യക്തി ഇരിക്കുന്നത് കണ്ടു. അവൾ ഞെട്ടി ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും അനന്യയുടെ ബന്ധുക്കൾ എല്ലാവരും വാതിലിൽ വന്നു മുട്ടി. ഇത് കേട്ടതും അഭിനവ് ഞെട്ടി ഉണർന്നു. ഞാനെങ്ങനെ ഇവിടെ എത്തി? പെട്ടെന്ന് മുന്നിൽ കരഞ്ഞു നിലവിളിച്ചു നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് താൻ ചതിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അഭിനവിന് മനസ്സിലായി. ചുമരിലേക്ക് നോക്കിയപ്പോൾ
കല്യാണ നിശ്ചയത്തിന് ഒരുക്കിയിരിക്കുന്ന വസ്ത്രം അയാൾ കണ്ടു. കല്യാണം നിശ്ചയിച്ച ഒരു പെൺകുട്ടിയുടെ ജീവിതം താൻ കാരണം നശിച്ചു പോയതിന്റെ കുറ്റബോധം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. തന്റെ സഹോദരി ഒരു മോശപ്പെട്ട സ്ത്രീയാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയായിരുന്നു സൗരവ് ഇങ്ങനെ ചെയ്തത്. ട്രസ്റ്റ് മീ, ഞാൻ നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നതല്ല. ഈ മുറിയിൽ ഞാൻ എങ്ങനെ വന്നു എന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഒരു ദോഷം സംഭവിക്കില്ല. ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. അഭിനവ് ഇങ്ങനെ പറഞ്ഞു തീർന്ന ഉടനെ സൗരവ് ആ വാതിൽ തല്ലിപ്പൊട്ടിച്ചു. അനന്യയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ അകത്തു വന്ന് എല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടി. അഭിനവ് എങ്ങനെയാണ് സൗരവിന്റെ ട്രാപ്പിൽ നിന്ന് അനന്യയെ രക്ഷിച്ചത്? എന്ത് മുജ്ജന്മ ബന്ധമായിരുന്നു അനന്യയും അഭിനവും തമ്മിലുണ്ടായിരുന്നത്? ഉള്ള കാലം മുഴുവൻ വെറും ദരിദ്രവാസിയായ ഒരുത്തന്റെ കൂടെ കിടക്ക പങ്കിടേണ്ടി വരുമെന്നറിഞ്ഞ സുന്ദരിയായ അനന്യ ഞെട്ടി വിറങ്ങലിച്ചു നിന്നു. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഇവൻ എന്റെ ആരുമല്ല. ഇന്നു മുതൽ നീ എന്റെ ഭാര്യയാണ്, ഞാൻ നിന്റെ ഭർത്താവ്. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? എന്റെ സമ്മതില്ലാതെ നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അനന്യ പൊട്ടിത്തെറിച്ചുകൊണ്ട് അഭിയോട് ചോദിച്ചു. ഇന്നൊരൊറ്റ രാത്രി മാത്രമേ അവളുടെ മുന്നിലുള്ളൂ. അതിനുള്ളിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തന്റെ ജീവിതം അവസാനിക്കുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പക്ഷേ അഭിയുടെ മറുപടി അവളെ കൂടുതൽ ഭയപ്പെടുത്തി. ഞാനാണോ കുറച്ചു മുമ്പ് എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ഈ മുറി വിട്ടു പോയത്? ഞാനാണോ തോക്കിന്റെ മുന്നിൽ നിർത്തി ഭയപ്പെടുത്തിയ കടലാസ് നിന്റെ സൈൻ വാങ്ങിയത്? ഇന്ന് രാത്രി മന്ത്രിമാരുടെയും കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ കോടീശ്വരന്മാരുടെയും മുന്നിൽ വെച്ച് നിന്റെ ഭർത്താവായി എന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാനാണോ? അഭിയുടെ ചോദ്യങ്ങൾ കേട്ട് അനന്യ വിറങ്ങലിച്ചു നിന്നു. വെറും ഒരു രാത്രിയിലെ ബന്ധം മാത്രമുള്ള ഒരു അപരിചിതന്റെ ഭാര്യയാകാൻ പോവുകയാണ് ഇന്ന് രാത്രി അവൾ. അത് തീരുമാനിച്ചതാകട്ടെ അവളുടെ മുത്തച്ഛൻ ഹരിദേവ വർമ്മ എന്ന കോടീശ്വരനായ ബിസിനസ് മാഗ്നറ്റ്. നിങ്ങൾ എന്നെ രക്ഷിക്കണം. എനിക്ക് ഈ വിവാഹത്തിന് സമ്മതിക്കാൻ കഴിയില്ല. ഞാൻ വേറൊരാളുമായിട്ട് പ്രണയത്തിലാണ്. എന്നെ ചതിയിൽപ്പെടുത്താൻ നിങ്ങൾക്ക് ആരാ പണം തന്നെ? പറ. കുട്ടി, എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. ഇന്നലെ രാത്രി എന്റെ കാമുകി എന്നെ ചതിച്ച് വേറൊരുത്തന്റെ കൂടെ കിടക്കാൻ പോയ സങ്കടത്തിൽ കുടിച്ച് ബോധമില്ലാതെ ബാറിൽ നിന്നും ഇറങ്ങി ഞാൻ ഉറക്കം എണ്ണീറ്റത് നിന്റെ കൂടെ ഈ കട്ടിലാണ്. എന്റെ പേര് അഭിനവ്. ഞാൻ ഒരു ഫുഡ് ഡെലിവറി ബോയ് ആണ്. അഭിനവ് പറഞ്ഞത് കേട്ട് അനന്യ ഒന്നുകൂടി ഞെട്ടി. വെറും ഒരു ഫുഡ് ഡെലിവറി ബോയായ ഒരു ദരിദ്രൻ തന്റെ ഭർത്താവാകാൻ പോകുന്നത് അവൾക്ക് ആലോചിക്കാൻ കൂടി പറ്റിയില്ല. നീ ഇപ്പൊ തന്നെ ഈ നഗരം വിടണം. നിനക്ക് എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. ഈ നിമിഷം നീ ഈ കൊച്ചി വിട്ടു പോയാൽ നമ്മുടെ കല്യാണം നടക്കില്ല. എവിടെയെങ്കിലും പോയി നിനക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള പണം ഞാൻ തരാം. പ്ലീസ്. ഞാൻ പോകാം. തന്റെ ജീവിതം ഞാൻ കാരണം അപകടത്തിലാകാൻ ഞാൻ സമ്മതിക്കില്ല. അഭിവേഗം തന്നെ തന്റെ പാന്റും ഷർട്ടും ഇട്ട് പോകാൻ ഒരുങ്ങിയതും ഹരിദേവ വർമ്മയുടെ ഗുണ്ടകൾ വന്ന് അവന് ബലമായി പിടിച്ചുകൊണ്ടുപോയി. അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമേ ഇനി അഭിയെ വിടുള്ളൂ എന്ന് അവർ പറഞ്ഞത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അനന്യ തളർന്നിരുന്നു. എന്താണ് അനന്യയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ആരാണ് ഹോട്ടലിലെ അനന്യയുടെ കിടപ്പുമുറിയിൽ അഭിയെ നഗ്നനായി കിടത്തിയത്? കൊച്ചുമകളുടെ വഴിവിട്ട ജീവിതം കണ്ട മുത്തച്ഛൻ പക്ഷെ എന്തിനാണ് സത്യം അന്വേഷിക്കുക പോലും ചെയ്യാതെ അവളെ അവനെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാൻ ഒരുങ്ങിയത്? അറിയാൻ തുടർന്നും കേൾക്കൂ. കൊച്ചിയിലെ ഒരു അനാഥ മന്ദിരത്തിൽ കഴിഞ്ഞ അഭിനവ് ഫുഡ് ഡെലിവറി ചെയ്താണ് ജീവിച്ചിരുന്നത്. അവന്റെ 5-ാം വയസ്സിൽ തന്റെ കൺമുന്നിൽ വെച്ച് അഭിയുടെ അച്ഛനെ അക്രമികൾ കൊന്നു. കുഞ്ഞഭിനവിന് അപ്പോൾ അറിയില്ലായിരുന്നു തന്റെ അച്ഛൻ കോടികൾ വിലമതിക്കുന്ന ഒരു സാമ്രാജ്യത്തിന്റെ അവകാശിയായിരുന്നു എന്ന്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് അച്ഛൻ അവന് കൊടുത്ത ഒരു മോതിരം മാത്രമാണ് അവന് അച്ഛന്റെ ഒരേ ഒരു ഓർമ്മ. കാമുകിയായ വൈഷ്ണവി അവന്റെ ദാരിദ്ര്യം കണ്ട് അവനെ വിട്ട് കൂട്ടുകാരനായ ദേവന്റെ കൂടെ പോയ രാത്രി അടുത്ത് കണ്ട ബാറിൽ കയറി ബോധം മറയും വരെ അഭി കള്ളു കുടിച്ചു. ബോധം പോയ അവനെ ആരോ ഒരാളെടുത്ത് കോടീശ്വരിയും ബിസിനസ്സുകാരിയുമായ അനന്യയുടെ ബെഡ്റൂമിൽ കൊണ്ടുകിടത്തി. അനന്യയുടെ സഹോദരനായ സൗരവ് മേനോൻ തന്നെയായിരുന്നു അത് ചെയ്തത്. മുത്തച്ഛൻ ഹരിദേവ മേനോൻ തന്റെ സ്വത്തുക്കൾ അനന്യയുടെ പേരിൽ എഴുതി വെക്കുന്നത് തടയാനാണ് സൗരവ് സ്വന്തം കൂടപ്പിറപ്പിനെ ചതിച്ചത്. അങ്ങനെ അനന്യ ഒരു മോശം പെണ്ണാണ് എന്ന് വിശ്വസിച്ച് ഹരിദേവ മേനോൻ തന്റെ മാനം രക്ഷിക്കാൻ അഭിയെ കൊണ്ട് തന്നെ അനന്യയെ കല്യാണം കഴിപ്പിച്ചു. പക്ഷേ അനന്യ ഒരിക്കലും അഭിയെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ അവസരം കിട്ടുമ്പോഴൊക്കെ അഭിയെ അപമാനിക്കും. എന്നെ ചതിക്കാൻ കൂട്ടുനിന്നതിന്റെ പ്രതിഫലമായി നിനക്ക് ഇത്രയും വലിയ വീട്ടിലെ താമസവും ഭക്ഷണവും ഒക്കെ കിട്ടിയില്ലേ? നീ നോക്കിക്കോ, എല്ലാ രഹസ്യവും ഒരിക്കൽ പുറത്തു വരും. അതുവരെ ഇവിടുത്തെ അടുക്കളയിൽ ഒരു എച്ചിൽ പട്ടിയെ നീ ഇവിടെ കഴിയും. സത്യം പുറത്തു വരുന്ന അന്ന് നിന്നെ ഞാൻ തെരുവിലേക്ക് തല്ലിയിറക്കും. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല അനന്യ. എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞതല്ല. നിന്നെ കൊടുക്കാൻ എന്നെ ആരോ കരുവാക്കിയതാണ്. അത് ആരാണെന്ന് കണ്ടെത്തുന്നതുവരെ എനിക്ക് വിശ്രമമില്ല. അന്ന് രാത്രി പതിവില്ലാതെ അഭി എങ്ങോട്ടേക്കോ പോകാൻ ഒരുങ്ങിയതായിരുന്നു. അത് കണ്ട് അനന്യ ദേഷ്യപ്പെട്ടു. എങ്ങോട്ടേക്കാ ഈ രാത്രി? എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അനന്യ. ഞാൻ അവിടം വരെ പോവുക. എന്നെ ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ചെയ്തിട്ട് എങ്ങോട്ടേക്കാണെന്ന് വെച്ചാ പൊയ്ക്കോ. എന്താ? അധികാര ഭാവത്തിലുള്ള അവളുടെ സംസാരം കേട്ടപ്പോൾ അഭിക്കുള്ളിൽ ദേഷ്യം വന്നുവെങ്കിലും അവൻ അത് പുറത്തു കാട്ടാതെ കാർ എടുത്തുകൊണ്ട് വന്നു. അഭി അനന്യയെ അവളുടെ ഫ്രണ്ടായ റോഷ്നിയുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കി. കാർ ഇവിടെ വെച്ചിട്ട് നീ ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോ. എനിക്ക് ചിലപ്പോ ആവശ്യം വരും. കാശ് വല്ലതും വേണോ? അനന്യ പറഞ്ഞത് കേട്ട് അഭി വേണ്ട എന്ന് പറഞ്ഞു നടന്നു. അനന്യ അവനെ പുച്ഛത്തോടെ നോക്കി. കുറച്ചു ദൂരം നടന്ന അഭി അനന്യയുടെ കണ്ണിൽ നിന്നും മറിഞ്ഞതും ഒരു ആഡംബരക്കാർ അവന്റെ അടുത്തേക്ക് വന്നു നിർത്തി. അതിൽ നിന്നും ഒരാൾ പുറത്തിറങ്ങി. ടൈഗർ, നമുക്ക് പോകാൻ സമയമായി. സതീഷ് അഭിയെ ടൈഗർ എന്ന് വിളിച്ചതും അവൻ പോക്കറ്റിലുണ്ടായിരുന്ന തന്റെ അച്ഛന്റെ മോതിരം എടുത്തണഞ്ഞു. എന്നിട്ട് കാറിന്റെ ഡിക്കിയിൽ നിന്നും വില കൂടിയ കോട്ടും സ്യൂട്ടും അണിഞ്ഞ് അഭി കാറിൽ കയറിയിരുന്നു. ആരാണ് ആ കാറിൽ വന്നയാൾ? അഭിക്ക് എങ്ങനെ ഇത്രയും വില കൂടിയ കാറും വസ്ത്രങ്ങളും കിട്ടി? അയാൾ എന്തിനാണ് അവനെ ടൈഗർ എന്ന് വിളിച്ചത്? അവർ നേരെ പോയത് കോടീശ്വരന്മാർ മാത്രം പങ്കെടുക്കുന്ന ഒരു ഓപ്ഷൻ നടക്കുന്ന ഹോട്ടലിലേക്കായിരുന്നു. അവിടെ ലേലം ആരംഭിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിയിരുന്നു. അടുത്ത ഓപ്ഷൻ ഐറ്റം അപൂർവവും മനോഹരവുമായ ഒരു ഡയമണ്ട് നെക്ലേസ് ആയിരുന്നു. അത് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ്. അതിന്റെ ബിഡ് തന്നെ 10 കോടിയിൽ നിന്നായിരുന്നു തുടങ്ങിയിരുന്നത്. 11 കോടി. അതിസുന്ദരിയായ ഒരു പെണ്ണ് കൈ ഉയർത്തി പറഞ്ഞു. അത് അലീനയായിരുന്നു. ലേലം വിളിക്കുന്ന ആളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. 11 കോടി. മറ്റാരെങ്കിലും ഉണ്ടോ? അയാളുടെ ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞില്ല. എല്ലാവരും അലീനയെ ഭയപ്പെട്ടിരുന്നു. അലീന എന്തിന്
എന്തിലെങ്കിലും കണ്ടുവെച്ചാൽ പിന്നെ ആരും അത് സ്വന്തമാക്കാൻ ശ്രമിക്കാറില്ല. ഒരിക്കൽ ഡേവിഡ് തരകൻ അവളെ തോൽപ്പിച്ച് ഒരു മാല ലേലത്തിൽ പിടിക്കാൻ ശ്രമിച്ചിരുന്നു. അന്നു മുതൽ അലീന തരകന്റെ ജീവന് വേണ്ടി കൊതിക്കുകയാണ്. 12 കോടി. പെട്ടെന്ന് അഭിനവ് പിന്നിൽ നിന്ന് പറഞ്ഞു. ഇത് കേട്ടതും അലീന തിരിഞ്ഞു നോക്കി. അഭിനവ് അവളെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ അലീനയുടെ ഭാഗത്തു നിന്ന് ദേഷ്യത്തോടെയുള്ള ഒരു തുറിച്ച നോട്ടമാണ് അഭിക്ക് കിട്ടിയത്. ലേലത്തിൽ പങ്കെടുക്കാൻ വന്ന മറ്റാളുകൾ അഭിനവിനെ സംശയത്തോടെ നോക്കി. അഭിയെ ഇതിനു മുൻപ് അവരാരും കണ്ടിട്ടില്ലായിരുന്നു. അലീനയോട് മത്സരിക്കാൻ വന്ന ഇവൻ മണ്ടനാണോ? ഇതുവരെ ഇവനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇതാ കേദാർ ഗ്രൂപ്പിലെ പിച്ചക്കാരനായ മരുമകനല്ലേ? അതെ, അത് തന്നെ. ഇവൻ ഇന്ന് അലീനയുടെ ഗുണ്ടകളുടെ കത്തി കൊടുങ്ങാനാണ് സാധ്യത. അഭിയെ നോക്കിക്കൊണ്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു. അഭി അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. അഭിയും അനന്യയും തമ്മിൽ ലേലത്തിൽ ഒരു മത്സരം തന്നെ നടന്നു. 15 കോടി, 16 കോടി, 20 കോടി, 21 കോടി. അലീന വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ അഭി വിളിച്ചു. ഒടുവിൽ അലീന 40 കോടിയിൽ എത്തിയതും അഭി 50 കോടിയാക്കി വിളിച്ചു. അത്രയും ആയപ്പോൾ തന്നെ അലീനയുടെ സകല ക്ഷമയും നശിച്ചു. അവൾ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങി. ഇവന് ഭ്രാന്താണ്. 50 കോടിക്ക് അഭിനവിന് ലേലം ഉറപ്പിക്കുന്നു. അലീന അത് കേട്ട് സകല നിയന്ത്രണവും നഷ്ടപ്പെട്ട് തന്റെ മാനേജറിനോട് പറഞ്ഞു. അവൻ ആരായാലും ഇന്ന് തന്നെ സകല ഡീറ്റെയിൽസും തപ്പിയെടുക്കണം. ആ നെക്ലസ് എന്റെ കയ്യിൽ എത്തിയിരിക്കണം. അലീന നടക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാവരും അഭിനവിനെ അത്ഭുതത്തോടെ നോക്കുന്നതാണ് കണ്ടത്. താൻ ആദ്യമായി ചലഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഒരുപക്ഷെ ശ്രമിച്ചു നോക്കിയാൽ അവൾക്ക് ആ മാല വാങ്ങാൻ കഴിയുമായിരുന്നു. പക്ഷേ വെറും 10 കോടി രൂപ മൂല്യമുള്ള ആ മാലയ്ക്ക് വേണ്ടി കൂടുതൽ പണം ചെലവാക്കാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. 40 കോടി വരെ ആക്കിയത് തന്നെ അഭിനവിനോടുള്ള വാശി കൊണ്ടായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ എക്സിറ്റ് ഡോറിലൂടെ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അഭിനവ് പിന്നിൽ നിന്നും വിളിച്ചു. മിസ് അലീന. തന്നെ ആരോ വിളിക്കുന്നത് കേട്ട് അലീന തിരിഞ്ഞു നോക്കി. അഭിയാണ് എന്ന് കണ്ടതും അവളുടെ മുഖം മങ്ങി. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഇത്ര ധൈര്യത്തിൽ എന്നോട് സംസാരിക്കണം എന്നൊക്കെ പറയാൻ താൻ ആരാ? എനിക്ക് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത് കേട്ടതും അഭിനവിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. അവൻ പതുക്കെ അലീനയുടെ അടുത്തേക്ക് നീങ്ങി അവളുടെ തൊട്ടരികിൽ ചെന്ന് നിന്നു. മിസ് അലീന ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴാണ് നിന്റെ ഭംഗി കൂടുന്നത്. ഓ ആണോ? അങ്ങനെയാണോ? പിന്നെ അല്ലാതെ. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളെ ചുമ്മാ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ദേഷ്യം പിടിപ്പിക്കുന്നത്. അലീനയുടെ ദേഷ്യം കാണാൻ ഒരു പ്രത്യേക ചന്തമൊക്കെ ഉണ്ട്. താൻ ഇവിടെ പുതിയതാണല്ലേ, അതുകൊണ്ടായിരിക്കും ഇവിടത്തെ നിയമങ്ങളൊന്നും അറിയാതെ എങ്ങനെ സംസാരിക്കുന്നത്. നിനക്ക് ഈ അലീന ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കി തരാം. സുന്ദരിമാരെ കാണുമ്പോ എന്ത് നിയമം? പ്രത്യേകിച്ച് നിന്നെ പോലുള്ള അതിസുന്ദരിയായ ഒരാളെ. നിയമമൊക്കെ അതിന്റെ വഴിക്ക് കിടക്കും. പറയും പോലെ നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. എന്റെ പേര് അഭിനവ് രജപുത്ര എന്ന് പറഞ്ഞവൻ കൈ നീട്ടി. അലീന ഒരു നിമിഷം അവനെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ അവനെ മൈൻഡ് ചെയ്യാതെ എൻട്രൻസ് ഡോറിലൂടെ പുറത്തേക്ക് കടന്നു. എന്താ മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആളുകൾ അടുത്തേക്ക് വന്ന് ചോദിച്ചു. ഇത് കേട്ടതും അഭി വന്ന ആളിനെ ഒന്ന് തറപ്പിച്ചു നോക്കി. അതിനുശേഷം അലീനയുടെ കയ്യിൽ പിടിച്ച് അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അഭിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം അലീന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വിടറാ, നീ ആരോടാ കളിക്കുന്നതെന്നോ നിനക്കിനി മനസ്സിലായിട്ടില്ല. എന്റെ ദേഹത്ത് കൈവച്ച ആ കൈ ഞാൻ വെട്ടാറാണ് പതിവ്. അവൾ അലറിക്കൊണ്ട് കുതറി മാറാൻ ശ്രമിച്ചു. മാഫിയ കിങ്ങിന്റെ പെൺപുലിക്ക് എന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമെന്ന് ഞാൻ വെറുതെ ചിന്തിച്ചു. എന്നാലും എന്നെ നന്ദു, ഞാൻ ഇങ്ങനെ നിന്റെ മുന്നിൽ വന്ന് നിന്നിട്ടും നിനക്ക് എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഇറ്റ്സ് മീ, യുവർ ടൈഗർ. അഭി അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. അത് കേട്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞ് പരിഭ്രമത്തോടെ അവൾ ഉമിനീരിറക്കി. അഭിനവ്, അഭി, നീയാണോ ടൈഗർ? അലീന അവന്റെ മുഖത്തേക്ക് നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു. അവളുടെ ഉള്ളിൽ പഴയ ഓർമ്മകൾ നിറഞ്ഞു. അലീനയുടെ യഥാർത്ഥ പേര് നന്ദിത എന്നാണെന്നും നന്ദു എന്നാണ് അവളെ അടുപ്പമുള്ളവർ വിളിച്ചിരുന്നതെന്നും വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അതൊക്കെ ഞാൻ ആരാണെന്നുള്ള കാര്യം ഉറക്കെ പറയരുത്. ഞാനാണ് ടൈഗർ എന്നുള്ളത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തീർത്തിട്ട് മാത്രമേ ഞാൻ ആരാണെന്നുള്ള കാര്യം വെളിപ്പെടുത്താൻ കഴിയൂ. അഭി പറഞ്ഞു. അലീനയെ അഭി ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ബോഡി ഗാർഡ്സ് തെറ്റിദ്ധരിച്ചു. അവൻ അവളെ ഉപദ്രവിക്കുകയാണ് എന്നാണ് അവർക്ക് തോന്നിയത്. അവർ ഗൺ പുറത്തെടുത്ത് അഭിക്ക് നേരെ പാഞ്ഞു. അലീന അവരെ തടഞ്ഞു. സ്റ്റോപ്പ്! അവളുടെ ശബ്ദം കേട്ടതും എല്ലാവരുടെയും കാലുകൾ ഒരുമിച്ച് നിശ്ചലമായി. അലീന അഭിനവിനെ നോക്കി. 20 വർഷം മുമ്പ് നീ എന്നെ എന്തിനാണ് ഉപേക്ഷിച്ചു പോയത്? അലീനയുടെ കണ്ണിൽ നിന്നും കണ്ണീർ പൊടിയാൻ തുടങ്ങി. അവൾ അവനെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് അവിടേക്ക് അനന്യ കടന്നു വന്നത്. അഭി അവിടെ കണ്ട് അനന്യ ഞെട്ടി. അത്രയും വില കൂടിയ സൂട്ടിൽ സുന്ദരിയായ അലീനയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അവനെ കണ്ട് അനന്യയ്ക്ക് വിശ്വസിക്കാനായില്ല. ഇവൻ ഇവിടെ, അതും ഈ വേഷത്തിൽ. അവന്റെ കോട്ടിനും സ്യൂട്ടിനും കണ്ണാടിക്കും തന്നെ ലക്ഷങ്ങൾ വില വരുമല്ലോ. പോരാത്തതിന് സിറ്റിയിലെ പെൺപുലിയായ അലീനയെ ചേർത്ത് പിടിക്കാൻ മാത്രം ധൈര്യം ഇവന്. ഇവ ശരിക്കും ആരാ? പിച്ചക്കാരനോ അതോ ആ വേഷത്തിൽ വന്ന കോടീശ്വരനോ? ഇനി എന്ത് സംഭവിക്കും? അഭി ആരാണെന്നുള്ള രഹസ്യം അനന്യ അറിയുമോ? അഭി എങ്ങനെ ടൈഗർ എന്ന ഗ്യാങ് ലീഡറായി? എന്താണ് അവന്റെ അച്ഛന് സംഭവിച്ചത്? ആരാണ് അലീന? ടൈഗർ മോനെ, ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ അവര് നിന്നെ കൊന്നുകളയും. വേദന കടിച്ചമർത്തിക്കൊണ്ട് സഞ്ജയ് തന്റെ 5 വയസ്സുള്ള മകൻ അഭിനവിനോട് പറഞ്ഞു. സഞ്ജയ് രജപുത്രയും മകൻ അഭിനവും ഇരുട്ടിൽ ആ ഇടുങ്ങിയ വഴിയിലെ മരച്ചുവട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. സഞ്ജയുടെ ശരീരത്തിൽ പലയിടത്തും വെടിയേറ്റിട്ടുണ്ട്. ഇല്ലച്ചാ, അച്ഛനെ വിട്ട് ഞാൻ പോവില്ല. അഭിനവ് കരഞ്ഞുകൊണ്ട് അച്ഛനെ നോക്കി. വാശി കാണിക്കല്ലേ അഭി, എനിക്ക് ഈ അവസ്ഥയിൽ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. അവരിപ്പോ ഇവിടെ എത്തും. അതിനു മുമ്പ് മോനെങ്കിലും രക്ഷപ്പെടണം. ചോര ഒഴുകുന്ന മുറിവുകളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ജയ് മകനോട് പറഞ്ഞു. വേണ്ട, അച്ഛനില്ലാതെ ഞാൻ പോവില്ല. അച്ഛനും വാ. അഭി പറഞ്ഞത് കേട്ട് സഞ്ജയ് വാത്സല്യത്തോടെ അവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. മോനെ, ഒന്നുകൂടെ അവസാനിക്കാൻ പാടില്ല. അതിന് നീ ബാക്കിയാവണം. ബി എ ടൈഗർ അഭി.
വിടർന്ന കണ്ണുകളോടെ അത് പറഞ്ഞുകൊണ്ട് സഞ്ജയ് തന്റെ വിരലിലെ പച്ചരത്നം പതിപ്പിച്ച മോതിരമൂരി അഭിനവനെ ഏൽപ്പിച്ചു. ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആ ചതിയന്റെ മുഖം നീ കണ്ടതല്ലേ? ഓർത്തു വെക്കണം, ഒരിക്കൽ അവൻ നിന്റെ മുന്നിൽ വരും. അച്ഛന്റെ ടൈഗർ മരിക്കില്ലെന്ന് അന്ന് നീ കാണിച്ചു കൊടുക്കണം. പോക്കറ്റിൽ നിന്ന് ഗണ്ണെടുത്ത് ലോഡ് ചെയ്യുമ്പോൾ സഞ്ജയുടെ കണ്ണുകളിൽ തീ ആളുന്നുണ്ടായിരുന്നു. മകനെ വിട്ടുപോകാനുള്ള വേദനയല്ലാതെ അയാളുടെ മുഖത്ത് തെല്ലും ഭയമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ശത്രുക്കൾ അവരുടെ അരികിലേക്കെത്തി. അഭിനവന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച ശേഷം സഞ്ജയ് ഒരു യോദ്ധാവിനെ പോലെ എതിരാളികൾക്ക് നേരെ നീങ്ങി. അച്ഛൻ തന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ അഭിനവ് ഭയന്ന് കരഞ്ഞു. എങ്കിലും ഇരുട്ടിൽ ആ 5 വയസ്സുകാരനെ അക്രമികൾ കണ്ടില്ല. സഞ്ജയുടെ ഗൺ ശബ്ദിച്ചു. ശത്രുക്കൾ 4 പാടും ചിതറി വീണു. അതിനിടയിൽ ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്ന് സഞ്ജയുടെ നെഞ്ചു തുളച്ചു. അച്ഛാ! അഭിനവ് ഉറക്ക നിലവിളിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. വിയർത്ത് കുളിച്ച് കിതച്ചുകൊണ്ട് അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. കഴിഞ്ഞ 18 വർഷമായി ഇതേ സ്വപ്നം അഭിനവനെ അലട്ടുന്നു. വെടിയേറ്റ് അച്ഛൻ മരിച്ചു വീഴുന്നത് നിറകണ്ണുകളോട് നോക്കി നിൽക്കാനേ അന്നവന് കഴിഞ്ഞിരുന്നുള്ളൂ. ബി എ ടൈഗർ എന്നാണ് അച്ഛൻ അവസാനമായി പറഞ്ഞത്. വെറുമൊരു ഡെലിവറി ബോയ് ആയ താൻ എങ്ങനെയാണ് ടൈഗർ ആവുക എന്ന് ഇന്നോളം അവൻ അറിയില്ല. അവൻ തന്റെ വിരലിൽ കിടക്കുന്ന മോതിരത്തിലേക്ക് നോക്കി അല്പനേരം ഇരുന്നു. അഭിനവ് രജപുത്ര 18 വയസ്സുവരെ മട്ടാഞ്ചേരിയിലെ ഒരു അനാഥാലയത്തിലായിരുന്നു വളർന്നത്. പ്രായപൂർത്തിയായ ശേഷം അവൻ സ്വന്തമായി ഒരു ജോലി കണ്ടെത്തി മറ്റൊരിടത്തേക്ക് താമസം മാറി. ഡെലിവറി ബോയ് ആയതുകൊണ്ട് തന്നെ കൊച്ചിയിലെ മുക്കും മൂലയും അവന് സുപരിചിതമാണ്. വളരെയധികം യാതന നിറഞ്ഞതാണ് അബിയുടെ ജീവിതം. ആകെയുള്ള ആശ്വാസം കാമുകിയായ വൈഷ്ണവിയാണ്. അവനെപ്പറ്റി എല്ലാം അറിയുന്നവൾ. അവളെ കാണുമ്പോഴാണ് അവൻ തന്റെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നത്. ഇന്ന് വൈഷ്ണവിയുടെ ജന്മദിനമാണ്. ജോലി കഴിഞ്ഞ് അവൻ നേരെ ഒരു പരിചയക്കാരന്റെ ബേക്കറിയിലേക്ക് പോയി. രാജേഷേട്ടാ, എനിക്കൊരു കേക്ക് വേണം. വലിയ വിലയുടെയൊന്നും വേണ്ട, ഒരു കൊച്ചു കേക്ക്. അത് കേട്ടതും കടയുടമയൊന്ന് ചിരിച്ചു. വില കുറഞ്ഞതിപ്പോ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട്, 700 ആണ്. നീ ഒരു 500 തന്നിട്ട് എടുത്തോ. അത്രയ്ക്ക് ബഡ്ജറ്റൊന്നും ഇല്ല ഏട്ടാ, അതിലും കുറഞ്ഞത് വേണം, അബി പറഞ്ഞു. എന്നാ പിന്നെ ഈ പേസ്ട്രി എടുത്തോ, 60 രൂപയേ ഉള്ളൂ. തന്റെ കാമുകിയോടൊപ്പം താമസിക്കുന്നതിനായി ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുക്കണം എന്നവൻ തീരുമാനിച്ചിരുന്നു. അതിനാൽ പണം അനാവശ്യമായി പാഴാക്കാൻ അബി ആഗ്രഹിച്ചില്ല. കടയുടമ പാക്ക് ചെയ്തു കൊടുത്ത പേസ്ട്രിയും വാങ്ങി അബി സന്തോഷത്തോടെ തന്റെ പ്രിയപ്പെട്ടവളെ കാണാനായി പുറപ്പെട്ടു. കാത്തിരുന്ന് വട്ടായിട്ടുണ്ടാവും പാവം. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും സമ്മാനം കൊടുക്കാനും താൻ മാത്രമല്ലേ ഉള്ളൂ. അതോർത്തപ്പോൾ അബിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നാൽ അവളുടെ വീടിന് മുന്നിലെത്തിയ അബിയുടെ മുഖം മെല്ലെ മാറി. അവിടെ മുഴുവൻ പലതര വർണ്ണ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അകത്തുനിന്നും ഉച്ചത്തിലൊരു പാട്ട് കേൾക്കുന്നുണ്ട്. കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് അവൻ അവളെ കാത്തുനിന്നു. വാതിൽ തുറന്ന് പുറത്തു വന്ന വൈഷ്ണവിയെ കണ്ട അഭിനവ് അത്ഭുതപ്പെട്ടുപോയി. അവൾ വില കൂടിയ ഒരു ഗൗണാണ് ധരിച്ചിരിക്കുന്നത്. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന മുറിയുടെ നടുവിൽ വലിയ കേക്കും വൈനും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ധാരാളം അതിഥികൾ എത്തിയിരിക്കുന്നു. അതാരാ വൈഷ്ണവി? അതിഥികളിൽ ഒരാൾ ചോദിച്ചു. കണ്ടാലറിയില്ലേ, ഡെലിവറി ബോയാ. പക്ഷേ നമ്മളൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ, മറ്റൊരാൾ പറഞ്ഞു. അതൊന്നുമല്ല, ഈ ഡെലിവറി ബോയിനെയാണ് വൈഷ്ണവി ഡേറ്റ് ചെയ്യുന്നത്. അത് കേട്ടതും അവിടെയുള്ള പല മുഖങ്ങളും കൗതുകത്തോടെ വൈഷ്ണവിയുടെ നേരെ തിരിഞ്ഞു. മൈ ഗോഡ്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ വൈഷ്ണവി? ഇതൊക്കെയാണോ നിന്റെ ടേസ്റ്റ്? എല്ലാവരും വൈഷ്ണവിയെ കളിയാക്കാനുള്ള അവസരമായി തന്റെ ജോലി ഉപയോഗിക്കുന്നത് കണ്ട് അഭിനവിന് സങ്കടം വന്നു. ഹാപ്പി ബർത്ത്ഡേ ബേബ്. പിന്നിൽ നിന്നും മറ്റൊരു ശബ്ദം കേട്ട് എല്ലാവരും ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി. അത് ദേവനായിരുന്നു. കയ്യിൽ വലിയ സമ്മാനപ്പൊതിയും ഉണ്ടായിരുന്നു. ദേവനെ അഭിനവിന് മുൻപേ അറിയാം. പേര് കേട്ട ഒരു ബിസിനസ്സുകാരന്റെ മകനാണ്. അവൻ വൈഷ്ണവിയുടെ ചുറ്റും കറങ്ങി നടക്കുന്നത് അഭിനവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അഭിനവിന് ദേവനെ ഇഷ്ടമായിരുന്നില്ല, വൈഷ്ണവിക്കും. അവിടെയും അവളെ ശല്യം ചെയ്യാനായി അവൻ വന്നത് കണ്ട് അഭിനവിന് ദേഷ്യം വന്നു. എന്നാൽ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ വൈഷ്ണവി ദേവൻ കൊണ്ടുവന്ന സമ്മാനം വാങ്ങി. എന്നിട്ട് തന്റെ ചുറ്റിനും കൂടി നിന്നവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ? ഇവനാണ് എന്റെ ബോയ് ഫ്രണ്ട് ദേവ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ദേവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. അത് കണ്ടതോടെ അതിഥികൾ എല്ലാവരും കൈയടിച്ചു. അവൾ അഭിനവിനെ പുച്ഛത്തോടെ നോക്കി. നമുക്ക് ബ്രേക്കപ്പ് ആവും മിസ്റ്റർ അഭിനവ്, എനിക്കിനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. വൈഷ്ണവി അഭിനവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്താ എന്താ നീ പറഞ്ഞേ? വൈഷ്ണവി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ അഭിനവ് ചോദിച്ചു. എന്താ കേട്ടില്ലേ? നിന്റെ കൂടെ ഈ പാതി പേസ്ട്രിയിൽ നിന്ന് ജീവിതം തീർക്കാൻ അവൾക്ക് വയ്യെന്ന് അല്ലേ ബേബി? ദേവൻ വൈഷ്ണവിയുടെ കവിളിൽ പ്രണയത്തോടെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവളെ മറ്റൊരാൾ ചുംബിക്കുന്നത് കണ്ടു നിൽക്കാൻ അഭിനവിന് കഴിഞ്ഞില്ല. കയ്യിലിരിക്കുന്ന പേസ്ട്രി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൻ ദേവന്റെ അരികിലേക്ക് ഓടി വന്നു. എന്താടാ നീ ചെയ്തേ? എന്റെ പെണ്ണിനെ നീ... അഭിനവന്റെ ചുരുട്ടിയ കൈ ദേവന്റെ മൂക്കിൽ തന്നെ വന്നു പതിച്ചു. അപ്രതീക്ഷിതമായ ആ ഇടിയേറ്റ് അവന്റെ മൂക്കിൽ നിന്ന് രക്തം പുറത്തേക്കൊഴുകി. എടാ, ഇന്ന് നിന്റെ അവസാനമാണ്.
ദേവൻ ദേഷ്യത്തോടെ അഭിനവിന്റെ നേരെ ചെന്നു. അഭിനവ് അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ഉടൻ തന്നെ വൈഷ്ണവി അവർക്കിടയിലേക്ക് കയറി നിന്നു. അഭിനവ്, നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. ഇത് നിന്നോട് ഞാൻ മര്യാദയ്ക്കാണ് പറഞ്ഞത്. ഇതെന്റെ സ്ഥലമാണ്. ഇവിടെ വന്ന് എന്റെ ആളുകളെ ഉപദ്രവിക്കാൻ പറ്റില്ല. ഇറങ്ങിപ്പോ. വൈഷ്ണവി അഭിനവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടടി. എന്ന് നീ എന്നെ മറന്ന് മറ്റൊരുത്തിനെ തേടിപ്പോയോ? ആ നിമിഷം തീർന്നു എല്ലാം. പക്ഷെ നിനക്ക് എന്നോടൊരു വാക്ക് നേരത്തെ പറയായിരുന്നു. ഞാൻ വെറുതെ. കണ്ണു തുടച്ചുകൊണ്ട് അഭിനവ് അവിടെ നിന്നിറങ്ങി. അവളുടെ മുഖം ഇനി ഒരിക്കലും തന്റെ ഓർമ്മകളിൽ പോലും വരരുതെന്ന് അവൻ ആഗ്രഹിച്ചു. വാടകയ്ക്കാണെങ്കിലും വൈഷ്ണവിയോടൊപ്പം ഒരു നല്ല വീട്ടിൽ ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ കൂട്ടിവെച്ച പണത്തിലേക്ക് അവൻ പുച്ഛത്തോടെ നോക്കി. പിന്നെ കൺമുന്നിൽ കണ്ട ഒരു ബാറിലേക്ക് കയറി ബോധം മറയുന്നതുവരെ മദ്യപിച്ചു. യു ചീറ്റ്, ഐ ഹേറ്റ് യു. തെരുവിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നടന്നു. ബാറിൽ നിന്നും വാങ്ങിയ കുപ്പിയിലെ അവസാന തുള്ളിയും വായിലേക്ക് കമഴ്ത്തിയിട്ട് അവൻ കുപ്പി റോഡിലേക്ക് എറിഞ്ഞുടച്ചു. പെട്ടെന്ന് അഭിനവിന് തല കറങ്ങുന്നതുപോലെ തോന്നി. അവൻ ആ റോഡ് സൈഡിൽ ബാലൻസ് തെറ്റി വീണു. പെട്ടെന്നാണ് ഒരു കാർ അവന്റെ മുന്നിലൂടെ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നത്. അതിൽ നിന്നും സ്യൂട്ട് ധരിച്ച ഒരാൾ പുറത്തേക്കിറങ്ങി. അയാളായിരുന്നു സൗരവ് മേനോൻ, കേദാർ ഗ്രൂപ്പിന്റെ ഓണർ ഹരിദേവ് മേനോന്റെ ചെറുമകൻ. സൗരവ് അഭിനവൻ അല്പനേരം നോക്കി നിന്നു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. തൊട്ടരികിൽ പൊട്ടിച്ചെറിയ ഒരു മദ്യക്കുപ്പിയുമുണ്ട്. സൗരവിന്റെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി വിടർന്നു. ഇവനെ എടുത്ത് കാറിലേക്കിട്, സൗരവ് ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. റോഡ് സൈഡിൽ മദ്യപിച്ച് കിടക്കുന്ന ഒരുത്തനെ കാറിലേക്ക് കയറ്റാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാതെ ഡ്രൈവർ സൗരവിനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ സൗരവ് പറഞ്ഞു, ഈ രാത്രി സാധാരണ പോലെ കടന്നുപോയാൽ നാളെ ചിലപ്പോൾ ഞാൻ കേദാർ ഗ്രൂപ്പിന്റെ ആരും അല്ലാതാകും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഈ പയ്യനെ വെച്ച് ഞാനൊരു കളി കളിക്കാൻ പോവാ. നോക്കിക്കോ, ഇതോടെ എല്ലാം എന്റെ വഴിക്ക് വരും. ഗൂഢമായ ഒരു ചിരിയോടെ സൗരവ് പറഞ്ഞു. ഓക്കെ ബോസ്. ഡ്രൈവർ കഷ്ടപ്പെട്ട് അഭിനവനെ എടുത്ത് കാറിന്റെ പുറകിലേക്ക് കയറ്റി. എമറാൾഡ് ഹോട്ടലിലേക്ക് വിട്, ഇനിയുള്ള ജോലി അവിടെയാ, സൗരവ് പറഞ്ഞു. വൈകാതെ കാർ ഹൈവേയിലൂടെ കുതിച്ചു പാഞ്ഞു. നേരം പുലർന്നപ്പോൾ അഭിനവനെ തന്റെ തല പൊട്ടിപ്പിളരുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവന്റെ കൈകൾ മൃദുലമായൊരു ദേഹത്ത് തട്ടിയത്. അവൻ ഞെട്ടി കണ്ണു തുറന്നു. തൊട്ടരികിൽ ദേവതയെ പോലെ സുന്ദരിയായൊരു പെൺകുട്ടി കിടക്കുന്നു. താനിത് എവിടെയാണെന്നും തനിക്ക് എന്ത് സംഭവിച്ചെന്നും മനസ്സിലാവാതെ അഭിനവിരുന്നു. ബെഡിൽ കിടന്ന ഷീറ്റ് എടുത്ത് അവൻ ഉടുത്തു. അപ്പോഴേക്കും ആ പെൺകുട്ടി ഉറക്കത്തിൽ നിന്നും മെല്ലെ ഉണർന്നു. കണ്ണു തുറന്നതും തൊട്ടുമുന്നിൽ ബെഡ്ഷീറ്റ് ചുറ്റി നിൽക്കുന്ന അഭിനവിനെ കണ്ട് അവൾ പരിഭ്രമിച്ചുപോയി. സൗരവ് മേനോന്റെ സഹോദരി അനന്യയായിരുന്നു ആ പെൺകുട്ടി. ഒരു ബിസിനസ് മീറ്റിന് വേണ്ടിയാണ് അവൾ മുത്തച്ഛനോടൊപ്പം എമറാൾഡ് ഹോട്ടലിൽ വന്നത്. തലേന്ന് രാത്രി ഓർഡർ ചെയ്തിരുന്ന ഓറഞ്ച് ജ്യൂസ് കുടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. ഉണർന്നപ്പോൾ അപരിചിതനായ ഒരാൾ മുറിയിൽ. താൻ ആരാ? എങ്ങനെയാ താൻ എന്റെ റൂമിൽ വന്നത്? നിങ്ങൾ എന്നെ എന്താ ചെയ്തേ? അവൾ ഭയപ്പാടോടെ ചോദിച്ചു. അതെ, അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അഭിനവും പരിഭ്രമത്തോടെ അനന്യയോട് ചോദിച്ചു. അത് കേട്ടതും ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ അനന്യ അഭിനവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തുറന്ന് കുറെ പേർ അകത്തേക്ക് കയറിയത്. പരിഭ്രമത്തോടെ അനന്യ അവിടേക്ക് നോക്കി. ആ കൂട്ടത്തിൽ അവളുടെ സഹോദരൻ സൗരവും മുത്തച്ഛൻ ഹരിദേവനും ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ, ഇവള് ശരിയല്ല. എന്നാലും എന്റെ അനു, നിനക്കിത് എങ്ങനെ തോന്നിയടി? നീ നമ്മുടെ മുത്തച്ഛനെ ഓർത്തോ? കേദാർ ഗ്രൂപ്പിനെ ഓർത്തോ? നിന്നെ വിശ്വസിച്ചല്ലേ മുത്തച്ഛൻ എല്ലാം ഏൽപ്പിച്ചത്. എന്നിട്ട് ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച് മുത്തച്ഛനെ നാണം കെടുത്തിയില്ല നീ? സൗരവ് സങ്കടം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അനന്യ ഭയന്ന് വിറച്ചുകൊണ്ട് മുത്തച്ഛനെ നോക്കി. മുത്തച്ഛ, ഇതൊന്നും വിശ്വസിക്കല്ലേ. ഈ കാണുന്നൊന്നും അല്ല സത്യം. ആരോ എന്നെ ചതിച്ചതാ. എനിക്ക് ഇയാളെ അറിയില്ല. അനന്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സാർ, ആ കുട്ടി പറയുന്നത് ശരിയാ. എനിക്കും എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ആരോ. അഭിനവ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും മതി എന്ന് ഹരിദേവൻ ആംഗ്യം കാണിച്ചു. അയാൾ ചുറ്റിനും ഒന്ന് നോക്കി. കേദാർ ഗ്രൂപ്പിന്റെ ബിസിനസ് പാർട്ട്നേഴ്സാണ് മുറിക്ക് പുറത്തു നിൽക്കുന്നത്. ഉചിതമായൊരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ കുടുംബത്തിന്റെ മാനം ഇതോടെ തകരും. ഉടനെ ഹരിദേവൻ ചുണ്ടിലൊരു ചിരിയെടുത്തണിഞ്ഞു. അതിനുശേഷം അവിടെ കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു, വൈകുന്നേരത്തെ മീറ്റപ്പേ പറയാന്നാ വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, സർപ്രൈസ് പൊളിഞ്ഞു. ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. എന്റെ ഗ്രാൻഡ് ഡോട്ടറെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ ഇത്. അവര് തമ്മിൽ ഇഷ്ടത്തിലാ. അത് കേട്ടതും അനന്യ ഒരു ഞെട്ടലോടെ മുത്തച്ഛനെ നോക്കി. സാർ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഹരിദേവനെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അഭിനവ് മുന്നോട്ട് വന്നു. ഹരിദേവൻ അഭിനവനെയും വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്നു. മിണ്ടിപ്പോവരുത്, കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിച്ചില്ലേ. ഇനി ഞാൻ പറയുന്നത് കേക്ക്. ഇതിന്റെ പേരിൽ ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. നീ ഇവളെ കല്യാണം കഴിക്കണം. ഗൗരവത്തോടെ ഹരിദേവൻ അഭിനവനോട് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്താണോ? എന്താ നടന്നെന്ന് പോലും അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ.
അഭിനവ് കയർത്ത് സംസാരിക്കുന്നത് കണ്ട് ഹരിദേവന്റെ ഗുണ്ടകൾ അവനെ അടിക്കാൻ ആരംഭിച്ചു. മതി, ഹരിദേവൻ പറഞ്ഞു. അതോടെ ഗുണ്ടകൾ പിന്തിരിഞ്ഞു. വൈകിട്ടത്തെ ഫംഗ്ഷനിൽ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കണം. ഇതെന്റെ തീരുമാനമാണ്. ബാക്കി പിന്നെ സംസാരിക്കാം. മുത്തച്ഛൻ പുറത്തേക്ക് പോയ ഉടനെ അനന്യ കരഞ്ഞുകൊണ്ട് ഓടി വന്ന അഭിനവന്റെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും അടിച്ചു. ഹു ആർ യു? വൈ ഡിഡ് യു ചീറ്റ് മീ? നീ എന്തിനാ ഇവിടെ വന്നത്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അഭിനവന് വ്യക്തമായി ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. സത്യമായിട്ട് എനിക്കറിയില്ല, എന്നെ വിശ്വസിക്കേ, അവൻ വീണ്ടും പറയാൻ ശ്രമിച്ചു. എങ്കിലും ഒരു കാര്യം അവന് മനസ്സിലായി, ആരും അവളെ ചതിക്കുകയായിരുന്നു. അതിനിടെ താനും പെട്ടിരിക്കുന്നു. അപ്പോഴേക്കും ഹരിദേവന്റെ ആളുകൾ വന്ന് അഭിനവൻ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയി. മുറിവുകൾ മരുന്ന് വെച്ച് പരിചരിച്ച ശേഷം അവർ അവനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. കൃത്യസമയത്ത് പാർട്ടിക്ക് റെഡിയാവണം. ഒരു ഭീഷണി പോലെ അവരിൽ ഒരാൾ പറഞ്ഞു. വഴങ്ങുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് അഭിനവ് മനസ്സിലാക്കി. പാർട്ടിക്കിടാൻ പറ്റുന്ന തരത്തിൽ ഒരു പഴയ ബ്ലേസർ മാത്രമേ അവന് കിട്ടിയുള്ളൂ. തന്റെ ഷർട്ടിന് മുകളിൽ ആ ബ്ലേസർ അവൻ ധരിച്ചു. സമയമായപ്പോൾ ഹരിദേവന്റെ ആളുകളോടൊപ്പം അവൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. ഹരിദേവന്റെ ആളുകൾ അവനെ അനന്യയുടെ അരികിൽ കൊണ്ടെത്തിച്ചു. അനന്യ അഭിനവിനെ പുച്ഛത്തോടെ നോക്കി. ഒരു പഴയ ബ്ലേസറും ധരിച്ച് വിരലിൽ ഒട്ടും ചേർച്ചയില്ലാതെ കിടക്കുന്ന ഒരു മോതിരം ഇട്ട് കറക്കി കളിക്കുന്നവനെ താൻ എങ്ങനെയാണ് ഒരു ഫിയാൻസിയായിട്ട് പരിചയപ്പെടുത്തുക എന്നോർത്ത് അനന്യയ്ക്ക് ടെൻഷൻ തോന്നി. തന്നെ ഇവിടുത്തെ വാഴത്തോട്ടത്തിൽ നോക്കൂത്തിയായിട്ട് നിൽക്കാൻ വിളിച്ചതല്ല. അയാളുടെ ഒരു വേഷവും ചേരാത്തൊരു മോതിരവും ഇതൊക്കെ 20 കൊല്ലം മുമ്പത്തെ ഫാഷനാ. ആ മോതിരമെങ്കിലും നൂരിക്കള. അനന്യ ദേഷ്യത്തോട് പറഞ്ഞു. ഈ മോതിരം എന്റെ അച്ഛൻ എനിക്ക് തന്നതാ, ഇത് കളയാൻ പറ്റില്ല. അഭിനവ് അനന്യയോട് പറഞ്ഞു. താൻ എന്തെങ്കിലും ചെയ്യും, എന്തായാലും ഞാൻ നാണം കെടുമെന്ന് ഉറപ്പാ. അനന്യ പല്ലിറുമിക്കൊണ്ട് പിറുപിറുത്തു. പാർട്ടി ഹാളിൽ വൈഷ്ണവിയുടെ പുതിയ ബോയ് ഫ്രണ്ട് ദേവനും ഉണ്ടായിരുന്നു. അവന്റെ മൂക്കിൽ തലേന്ന് അബിയുടെ കൈ പതിഞ്ഞ സ്ഥലത്ത് ഒരു ബാൻഡേജ് ഉണ്ട്. അഭിനവിനെ കണ്ടതും ദേവൻ അവന്റെ അരികിലേക്ക് ഓടി വന്നു. നീ എന്താടാ ഇവിടെ? റോട്ടിൽ കൂടെ തെണ്ട് നടക്കുന്നവർക്ക് കയറി നിറങ്ങാനുള്ളതല്ല ഈ സ്ഥലം, ദേവൻ പറഞ്ഞു. രംഗം കൂടുതൽ വഷളാവണ്ട എന്ന് കരുതി അനന്യ ഇടപെട്ടു. മിസ്റ്റർ ദേവൻ, ഇത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നയാളാ. ഞാൻ വിളിച്ചിട്ട് അയാൾ വന്നത്. അനന്യ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ദേവൻ നിന്നു. അനന്യ, നീ എന്തൊക്കെയായി പറയുന്നേ? ഇവൻ ആരാണെന്ന് നിനക്കറിയോ? ഇവനെ വിവാഹം കഴിക്കാൻ പോവാണെന്നോ? നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ദേവൻ അഭിനവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അഭിനവ് ചാടി എഴുന്നേറ്റ് ദേവന്റെ കോളറിൽ പിടിച്ചു. നിനക്ക് കെട്ടിയതൊന്നും പോരല്ലടാ. അടുത്ത നിമിഷം ബലിഷ്ഠമായ ഒരു കൈ അഭിനവിനെ തടഞ്ഞു. പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്ന ബിസിനസ്മാൻ വിക്രമായിരുന്നു അത്. SR ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണർ. മറ്റുള്ള ബിസിനസ്സുകാരെല്ലാം വിക്രത്തെ ആശ്രയിച്ചാണ് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ളവരുടെ കാണപ്പെട്ട ദൈവം തന്നെയാണ് വിക്രം. എന്താ ഇവിടെ പ്രശ്നം? വിക്രം അവരെ നോക്കി ചോദിച്ചു. വിക്രം സാർ, ഇവനൊരു ക്രിമിനലാ. അനാവശ്യമായിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുക. അത് കേട്ടതും വിക്രം അഭിനവിനെ മൊത്തത്തിലൊന്ന് നോക്കി. നോക്ക് മിസ്റ്റർ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് നടക്കുന്നത്. ഒരുപാട് VIP ഗസ്റ്റ് ഒക്കെ വരുന്നതാ. അതിനിടയിൽ ഇങ്ങനത്തെ ഷോയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഞാൻ ഇൻവിറ്റേഷൻ അയച്ചിട്ടില്ലല്ലോ. ഇൻവൈറ്റ് ചെയ്തവർ മാത്രം മതി ഇവിടെ. പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ പുറത്തു പോകണം. ഒട്ടും മയമില്ലാതെ വിക്രം അഭിനവിനോട് ആവശ്യപ്പെട്ടു. അഭിനവ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതിനാൽ അത് കേട്ട ഉടനെ അനന്യ പറഞ്ഞു. സോറി സാർ, ഇതിന്റെ ഫിയാൻസിയാ. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ പോയേക്കാം. അവൾ അഭിനവിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് വിക്രമിന്റെ കണ്ണുകൾ അഭിനവിന്റെ മോതിരത്തിലെത്തിയത്. ഒരു മിനിറ്റ്, വിക്രം പിന്നിൽ നിന്ന് വിളിച്ചു. അത് കേട്ട് എല്ലാവരും ഒരുമിച്ച് വിക്രമിനെ നോക്കി. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. വിരോധമില്ലെങ്കിൽ ഒന്ന് എന്റെ ക്യാബിനിലേക്ക് വരൂ. വിക്രമിന്റെ സംസാരത്തിൽ വന്ന മാറ്റം കണ്ട് ദേവനും കൂട്ടുകാരും അമ്പരന്ന് പോയി. ഒരു ഡെലിവറി ബോയോട് ഇത്രയും വലിയൊരു മനുഷ്യന് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് അവർ ചിന്തിച്ചു. അപ്പോഴേക്കും വിക്രം അവനെയും കൊണ്ട് അവിടെയുള്ള തന്റെ ഓഫീസ് മുറിയിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. മുറിയിൽ കയറി വാതിലടച്ച ശേഷം വിക്രം അവനെ നോക്കി പറഞ്ഞു. നിന്റെ മോതിരം എനിക്ക് ഊരിത്താ. അത് കേട്ടതും അഭിനവിന്റെ നെറ്റി ചുളിഞ്ഞു. എന്തിന്? അവൻ ചോദിച്ചു. എനിക്കതൊന്ന് നോക്കണം. ഞാനിത് മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്, വിക്രം പറഞ്ഞു. അഭിനവ് സംശയത്തോടെ മോതിരം ഊരി വിക്രമിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. വിക്രം മോതിരം തിരിച്ചും മറിച്ചു നോക്കി. അതിന്റെ ഉൾഭാഗത്ത് T എന്ന അക്ഷരം തിളങ്ങുന്നത് അയാൾ കണ്ടു. ആ തിളക്കത്തോടൊപ്പം ഇടിമിന്നൽ പോലൊരു മുഖം കൂടി അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. വിക്രമിന്റെ ഹൃദയമിടിപ്പ് കൂടി. നിന്റെ അച്ഛന്റെ പേരെന്താ? അയാൾ ചോദിച്ചു. സഞ്ജയ് രജപുത്ര. അത് കേട്ടതും വിക്രം അഭിനവന്റെ മുന്നിൽ അറിയാതെ മുട്ടുകുത്തി. ടൈഗർ, ഒടുവിൽ ഞാൻ അങ്ങേ കണ്ടെത്തിയിരിക്കുന്നു, നിറഞ്ഞ കണ്ണുകളോടെ വിക്രം പറഞ്ഞു. വിക്രമന്റെ നാവിൽ നിന്ന് ടൈഗർ എന്ന് കേട്ടതും അഭിനവ് അമ്പരന്ന് പോയി. തന്റെ അച്ഛൻ വിളിക്കാറുള്ള പേര് ഇയാൾക്ക് എങ്ങനെ അറിയാമെന്ന് അവൻ ചിന്തിച്ചു. കഴിഞ്ഞ 18 വർഷമായി നിന്നെ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം നിന്റെയാണ് മോനെ.
നിന്റെ അച്ഛൻ സഞ്ജയ് രജപുത്രയുടെ അധ്വാനത്തിന്റെ ഫലം. വിക്രം പറഞ്ഞത് കേട്ട് അഭിനവ് ഞെട്ടിപ്പോയി. ഞാനും നരേന്ദ്രനും നിന്റെ അച്ഛനും കൂടെ കെട്ടിപ്പൊക്കിയതാ MK ഗ്രൂപ്പ്. ഇവിടെ ഞങ്ങൾക്ക് ശത്രുക്കളില്ലായിരുന്നു. നിന്റെ അച്ഛന്റെ പേര് കേട്ടാ മതി, എല്ലാവരും വിറയ്ക്കും. പക്ഷേ അദ്ദേഹം പോയതോടെ കാര്യങ്ങളെല്ലാം മാറി. ശത്രുക്കളുടെ എണ്ണവും കൂടി. ഡേവിഡ് തരകൻ എന്നൊരാളുണ്ട്. പണ്ടേ MK ഗ്രൂപ്പിന്റെ ശത്രുവാണ്. ഇപ്പോ അയാൾ നിന്നെ കൊല്ലാൻ നടക്കുക. ഞാനും നരേന്ദ്രനും എപ്പോഴും നിന്റെ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നോക്ക്, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നെടുത്ത ഫോട്ടോ. വിക്രം ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അഭിനവന്റെ കണ്ണുകൾ ആ ഫോട്ടോയിൽ എത്തി നിന്നു. അതിലുള്ള ഓരോരുത്തരെയും വിക്രം അവന് പരിചയപ്പെടുത്തി. ഇത് ഞാൻ, നടുക്കുള്ളത് നിന്റെ അച്ഛൻ സഞ്ജയ്, അടുത്ത് നിൽക്കുന്നത് നരേന്ദ്രൻ. നരേന്ദ്രന്റെ മുഖം കണ്ടതും അഭിനവ് ഞെട്ടിപ്പോയി. കാലം എത്ര കഴിഞ്ഞാലും തനിക്ക് മറക്കാൻ കഴിയാത്ത മുഖം. എപ്പോഴും താൻ കാണുന്ന സ്വപ്നങ്ങളിൽ തെളിഞ്ഞു വരാറുള്ള അതേ മുഖം. തന്റെ അച്ഛനെ ചതിച്ചു കൊന്നവൻ നരേന്ദ്രൻ. അഭിനവന്റെ കണ്ണുകൾ തീക്കനൽ പോലെ ചുവന്നു. അത് കണ്ടതും വിക്രം ചോദിച്ചു, എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല, നിങ്ങൾ പറഞ്ഞോളൂ, അഭിനവ് പറഞ്ഞു. ഇപ്പോഴിതൊക്കെ നോക്കി നടത്തുന്നത് നരേന്ദ്രന്റെ മോൻ രോഹന. എന്നെങ്കിലും ടൈഗർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇതുവരെ ഞങ്ങൾ കാത്തിരുന്നത്. എല്ലാം നീ ഏറ്റെടുക്കണം. സഞ്ജയ് നിർത്തിയിടത്തു നിന്ന് നീ തുടങ്ങണം, വിക്രം പറഞ്ഞു. അഭിനവ് എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. MK ഗ്രൂപ്പിനെ പറ്റി അവന് മുന്നേ അറിയാം. ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം തന്നെയാണത്. കൊച്ചിയിലെ എല്ലാ വലിയ സംരംഭങ്ങളിലും MK ഗ്രൂപ്പ് എന്ന ബിസിനസ് ഭീമന്മാരുടെ ഷെയറുണ്ട്. 1000 രൂപ തികച്ചെടുക്കാനില്ലാതിരുന്ന താനാണ് ഇപ്പോൾ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളുടെ അധിപനാണെന്ന് പറയുന്നത്. പക്ഷെ അവനെ അലട്ടുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ മുന്നിലുണ്ട്. അഭിനവ് വല്ലാത്തൊരു ഭാവത്തോടെ ചുമരിലെ ഫോട്ടോയിലേക്ക് നോക്കി. അച്ഛന്റെ വാക്കുകൾ ഇടിമുഴക്കം പോലെ അവന്റെ കാതിൽ മുഴങ്ങി. ബി എ ടൈഗർ അബി. ആ ചതിയന്റെ മുഖം നീ കണ്ടതല്ലേ? ഓർത്തു വെക്കണം, ഒരിക്കൽ അവൻ നിന്റെ മുന്നിൽ വരും. ടൈഗർ മരിക്കില്ലെന്ന് അന്ന് നീ കാണിച്ചു കൊടുക്കണം. അച്ഛൻ പറഞ്ഞത് സത്യമാവുന്നതായി അഭിനവിന് തോന്നി. നരേന്ദ്രന്റെ ഫോട്ടോയിലേക്ക് നോക്കുന്തോറും അഭിനവന്റെ കണ്ണുകളിൽ പകയാളിക്കൊണ്ടിരുന്നു. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനാണ് ഇയാൾ. സുഹൃത്തായി കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയ ചതിയൻ. ഇയാളോട് പകരം ചോദിച്ചാൽ മാത്രമേ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. ടൈഗറിന്റെ മനസ്സിരമ്പി. ഇത്രയും നാൾ നീ എവിടെയായിരുന്നു മോനെ? അബിയുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് വിക്രം ചോദിച്ചു. എനിക്ക് വേറെ ആരുമില്ലല്ലോ. അച്ഛൻ മരിച്ച ശേഷം ഞാനൊരു ഓർഫനേജിലായിരുന്നു. പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെയാ. പിന്നെ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്തു. ഹയർ സ്റ്റഡീസിന് പൈസയൊക്കെ ജോലി ചെയ്ത് ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ പോണു, അഭിനവ് പറഞ്ഞു. 5 വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു എന്നല്ലാതെ തന്റെ കുടുംബത്തെപ്പറ്റി കൂടുതലൊന്നും അവൻ അറിയില്ല എന്ന് വിക്രമിന് മനസ്സിലായി. അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിക്രം പറഞ്ഞു, നിന്നെ അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല മോനെ. ഞങ്ങളുടെ കയ്യിൽ നിന്റെ ഒരു പഴയ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും വെച്ച് എത്ര കാലം നിന്നെ തിരയാൻ പറ്റും? നീ അങ്ങ് വളർന്നു പോയില്ലേ? അഭിനവനെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് വിക്രം തുടർന്നു. എന്നാലും നീ ഞങ്ങളുടെ സഞ്ജയുടെ മോനല്ലേ? എന്നെങ്കിലും ഒരിക്കൽ നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇതൊക്കെ അറിയുമ്പോ രോഹനും സന്തോഷമാകും. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. രോഹന്റെ പേര് കേട്ടപ്പോൾ അഭിനവന് ദേഷ്യം വന്നു. തന്റെ അച്ഛനെ കൊന്നവന്റെ മകൻ ഇതൊക്കെ അറിഞ്ഞ് സന്തോഷിക്കുമെന്ന് അഭിനവന് തോന്നിയില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ടല്ലോ എന്ന് അവൻ ചിന്തിച്ചു. അങ്കിൾ, എന്റെ അച്ഛൻ എന്നോട് ഈ ഗ്രൂപ്പിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അഭിനവ് പറഞ്ഞു. അവൻ നിന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്താനാ നോക്കിയത്. പക്ഷെ ഇനിയിപ്പോ അത് പറ്റില്ല. എല്ലാം പഴയതുപോലെ ആവണം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. സഞ്ജയ് പോയപ്പോൾ ഗ്രൂപ്പ് വിട്ടു പോയവരെല്ലാം തിരിച്ചു കൊണ്ടുവരണം. ദ ഗെയിം ഈസ് സ്റ്റിൽ ഓൺ, വിക്രം പറഞ്ഞു. തന്റെ കൂട്ടുകാരനായ നരേന്ദ്രനാണ് സഞ്ജയിനെ കൊന്നതെന്ന കാര്യം വിക്രമന് അറിയില്ല എന്ന് അഭിനവന് അപ്പോൾ മനസ്സിലായി. വിക്രം തന്റെ ടേബിളിന്റെ വലിപ്പ് തുറന്ന് ഒരു ചെക്ക് പുറത്തെടുത്ത് അതിലൊരു തുക എഴുതി ഒപ്പിട്ടു. ഇത് 50 കോടി രൂപയുടെ ചെക്ക. ഇത് കൈവച്ചോ. ടൈഗറായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് വരെ നിനക്ക് ഈ പണം ഉപയോഗിക്കാം, വിക്രം പറഞ്ഞു. അഭിനവ് വിക്രമിന്റെ കയ്യിൽ നിന്ന് ആ ചെക്ക് വാങ്ങി. തന്റെ ജീവിതം മാറി മറിഞ്ഞിരിക്കുന്നുവെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചെക്ക് ലീഫ് തിരിച്ചു വെച്ചിട്ട് വിക്രം തുടർന്നു. എല്ലാ നീക്കങ്ങളും സൂക്ഷിച്ചു വേണം. നീയാണ് ടൈഗർ എന്ന് തൽക്കാലം ആരും അറിയണ്ട. എല്ലായിടത്തും ശത്രുക്കളുണ്ട്. എല്ലാം പറയാൻ ഒരു നല്ല അവസരം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. തൽക്കാലം ഇതുവരെ നീ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ കഴിയുക. അഭിനവ് അത് കേട്ട് തലയാട്ടി. ഇതേ സമയം പുറത്ത് ദേവനും സൗരവും അനന്യയും അക്ഷമരായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം സാർ അവനെ തട്ടിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്രയും നേരം വാതിലടച്ചിരിക്കേണ്ട കാര്യം എന്താ? സൗരവ് ചോദിച്ചു. പാവം, സുന്ദരിയായൊരു പെണ്ണിനെ കിട്ടിയിട്ട് ഒരു രാത്രി പോലും അവളോടൊപ്പം കഴിയാനുള്ള യോഗ അവനില്ല, ദേവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവർ തന്നെ കളിയാക്കുകയാണെന്ന് അനന്യയ്ക്ക് മനസ്സിലായി.
എങ്കിലും അനന്യയുടെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞതുപോലെ തന്നെ വിക്രം എന്തിനും മടിക്കാത്ത ആളാണ്. ഒരു മനുഷ്യൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇവർക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്നത്? അവൾ ചിന്തിച്ചു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ? അനന്യ അവരോട് ദേഷ്യപ്പെട്ടു. ഓ, ഞങ്ങളൊന്നും പറയുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ അവൻ പീസ് പീസായിട്ട് ചാക്കി കയറി വരും, അപ്പ വിശ്വസിച്ചാ മതി, സൗരവ് പറഞ്ഞു. അത് കേട്ട് ദേവൻ ചിരിച്ചു. പെട്ടെന്ന് വിക്രമന്റെ മുറിയുടെ വാതിൽ തുറന്നു. വിക്രം അഭിനവനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നു. അഭിയെ ജീവനോടെ കണ്ടപ്പോൾ ദേവന്റെയും സൗരവിന്റെയും മുഖം വാടി. ഇവൻ ചത്തില്ലേ? ദേവൻ ചോദിച്ചു. അതെ, ഞാനും അത് ആലോചിക്കുന്നു. ഇത്ര നേരം കിട്ടിയിട്ട് അറ്റ്ലീസ്റ്റ് അവന്റെ ഒരു കയ്യെങ്കിലും സാറ് തല്ലി ഓടിക്കാത്തത് മോശമായി പോയി, സൗരവ് പറഞ്ഞു. വിക്രം അഭിനവനെ അവരുടെ മുന്നിലൂടെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും വിക്രമിന്റെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു. ഹായ് ഓൾ, ഇതാണ് മിസ്റ്റർ അഭിനവ്. എൻ്റെ ഒരു പഴയ സുഹൃത്തിന്റെ, അല്ല, എൻ്റെ ഒരു പഴയ ഡ്രൈവറുടെ മകനാണ്. വിക്രം അഭിനവനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. അഭിനവ് വെറും ഒരു ഡ്രൈവറിന്റെ മകനാണെന്ന് കേട്ടപ്പോൾ ദേവനും സൗരവനും സമാധാനമായി. എൻജോയ് ദ പാർട്ടി, വിക്രം പറഞ്ഞു. ശേഷം അയാൾ അഭിനവനെ വിട്ട് ബാക്കിയുള്ള അതിഥികളെ കാണാൻ പോയി. വിക്രം എന്തിനാണ് ഒരു ഡ്രൈവറുടെ മകൻ ഇത്രയും പ്രാധാന്യം നൽകുന്നതെന്ന് ദേവനും സൗരവനും മനസ്സിലായില്ല. അപ്പോഴേക്കും അനന്യ അവന്റെ അരികിലേക്ക് മെല്ലെ മെല്ലെ നടന്നു വന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വിക്രം സാറ് കൂട്ടിക്കൊണ്ടുപോയപ്പോ നീ തീർന്നെന്നാ ഞാൻ വിചാരിച്ചത്, അനന്യ പറഞ്ഞു. ഞാൻ ചത്ത നിനക്കെന്ന പ്രശ്നം? നീ എന്തിനാ ടെൻഷനാവുന്നേ? അഭിനവ് അവളെ കളിയാക്കി ചോദിച്ചു. അയ്യോ, എനിക്ക് ടെൻഷനൊന്നുമില്ല. വിക്രം സാറിന്റെ ഒരു രീതി വെച്ച് പറഞ്ഞേ ഉള്ളൂ, അനന്യ പറഞ്ഞു. അപ്പോഴേക്കും സൗരവും ദേവനും അങ്ങോട്ട് വന്നു. അകത്ത് പോയിട്ട് കുറെ നേരം ആയല്ലോടാ, സാറെന്താ പറഞ്ഞേ? ദേവൻ ചോദിച്ചു. അത് കേട്ട് അഭിനവ് അവനെ അടിമുടി ഒന്ന് നോക്കി. ഓ അതോ? പുറത്തിറങ്ങിയ ഉടനെ ദേവനെന്ന് പേരുള്ള ഒരു കഴുത വന്ന് എന്തെങ്കിലും ചോദിക്കും, അവനോടൊന്നും പറയേണ്ടെന്നാ സാറ് പറഞ്ഞത്. സംഭവം സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി. ദേവനെ കളിയാക്കിക്കൊണ്ട് അഭിനവ് അവിടെ നിന്നും മാറി. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. കൾച്ചറില്ലാത്ത ഈ ദരിദ്രവാസിയെ പിടിച്ച് തലയിൽ കയറ്റി വെച്ചവരെ വേണം പറയാൻ. ഇപ്പൊ അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ദേവൻ അഭിനവ് കേൾക്കുന്നത് പോലെ തന്നെ ഉറക്കെ പറഞ്ഞു. എന്നിട്ടും അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതോടെ ദേവന്റെ ദേഷ്യം ഇരട്ടിച്ചു. നീ എന്തിനാടാ ടെൻഷൻ ആവുന്നത്? ഇവനൊക്കെ നമുക്ക് പറ്റിയ ഇരയാണോ? വിട്ടുകളാ. സൗരവ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പാർട്ടി കഴിഞ്ഞപ്പോൾ അഭിനവ് അനന്യയുടെ കാറിൽ കയറി. ഡ്രൈവർ, എന്റെ വീട് ഇവിടെ അടുത്താ, ആദ്യം നമുക്ക് അവിടെ പോകാം. കല്യാണം കഴിഞ്ഞാൽ എവിടേക്കാണ് വരേണ്ടതെന്ന് ചിലരെല്ലാം കാണട്ടെ. അനന്യ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ആ വിചാരം എട്ടായിട്ട് മടക്കി പോക്കറ്റ് വെച്ചോ. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് സ്വന്തമായിട്ട് വീട് പോയിട്ട് ഒരു തൊഴുത്ത് പോലും ഉണ്ടാവില്ലെന്ന്. ഡ്രൈവർ, ആദ്യം എന്നെ ഡ്രോപ്പ് ചെയ്യ്, എന്നിട്ട് ഇയാളെ എവിടെയാന്ന് വെച്ച് കൊണ്ടാക്കിക്കോ, അനന്യ ദേഷ്യത്തോടെ പറഞ്ഞു. അച്ചോടാ, ഇതൊന്നും എന്റെ തീരുമാനമല്ലല്ലോ മുത്തേ. നിന്റെ മുത്തച്ഛൻ തന്നെയല്ലേ നിന്നെ കെട്ടണം എന്നോട് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. അതിപ്പോ വാടക വീടായാലും ശരി, തൊഴുത്തായാലും ശരി, അഡ്ജസ്റ്റ് ചെയ്തോണം. അഭിനവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ഓവർ സ്മാർട്ട്നെസ് ഒന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛന്റെ വാക്ക് ധിക്കരിക്കാൻ ഞങ്ങൾക്കാർക്കും പറ്റില്ല. അല്ലെങ്കിൽ ശരിയാക്കി തന്നേനെ നിന്നെ. എന്നെ ചതിച്ചവനാ നീ. ഇനി എന്റെ കഷ്ടകാലത്തിന് നിന്റെ കൂടെ താമസിക്കണമെന്നെങ്ങാനും മുത്തച്ഛൻ പറഞ്ഞ ഞാൻ നിന്റെ വീട്ടിലേക്കല്ല, നീ എന്റെ വീട്ടിലേക്ക് വരും. അതും വെറും ഒരു ജോലിക്കാരനെ പോലെ. അങ്ങനെ നിന്നാ മതി, മനസ്സിലായല്ലോ, അനന്യ പറഞ്ഞു. അത് കേട്ട് അഭിനവ് ചിരിച്ചതേ ഉള്ളൂ. നീ എങ്ങനെ എന്റെ ബെഡിലെത്തിയത്? അനന്യ ദേഷ്യത്തോടെ ചോദിച്ചു. ഇത് തന്നെയല്ലേ ഞാനും രാവിലെ മുതൽ നിന്നോട് ചോദിക്കുന്നത്. എനിക്കറിയില്ല. ഇമാതിരി വൃത്തികെട്ട പണി ചെയ്യുന്ന ശത്രുക്കളൊന്നും എനിക്കില്ല. ഇത് നിനക്കുള്ള കൊട്ടേഷനാ. അപ്പോൾ നീ തന്നെയാ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അഭിനവ് പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന അനന്യ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കാർ അനന്യയുടെ വീട്ടിലെത്തി. അഭിനവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വാതിൽ ശക്തമായി അടച്ച് അനന്യ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അവനെയും കൊണ്ട് കാറ് മുന്നോട്ട് നീങ്ങി. അഭിനവന്റെ കണ്ണുകൾ തന്റെ മോതിരത്തിലെത്തി നിന്നു. ഇതില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആരും എന്നെ തിരിച്ചറിയില്ലായിരുന്നു. ഒരു നെടുവീർപ്പോടെ അവൻ ആ മോതിരം തന്റെ ചുണ്ടോട് ചേർത്തു. വൈകാതെ കാർ അവന്റെ വീട്ടിലെത്തി. അടുത്ത ദിവസം അലാറം മുഴങ്ങിയപ്പോൾ അഭി വീണ്ടും അതേ സ്വപ്നം കാണുകയായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ് അവൻ മനസ്സിലേക്ക് തലേന്ന് വിക്രം പറഞ്ഞതെല്ലാം ഓടി വന്നു. തന്റെ അച്ഛന്റെ കമ്പനി ഇത്രയും വർഷങ്ങൾ നിലനിർത്തിയതിന് അവൻ വിക്രമനോട് മനസ്സിൽ നന്ദി പറഞ്ഞു. വാച്ചിലേക്ക് നോക്കി അഭിയുടെ ഭാവം മാറി. ജോലിക്ക് പോകാൻ നേരമായിരിക്കുന്നു. താൻ ഇതിനു മുമ്പ് എങ്ങനെ ജീവിച്ചുവോ അതുപോലെ തന്നെ തുടരേണ്ടതുണ്ട്. അഭിനവ് വേഗം എഴുന്നേറ്റ് റെഡിയായി. സിറ്റി ട്രാഫിക്കിൽ 1 മണിക്കൂർ ബൈക്ക് ഓടിച്ച് അവൻ തന്റെ ഓഫീസിലെത്തി. അപ്പോഴാണ് അവിടുത്തെ മറ്റൊരു സ്റ്റാഫ് ഹരീഷ് അവനെ കണ്ടത്. പഴയ സഹപാഠിയായിരുന്നു എങ്കിലും അവിടെ അഭിനവിനേക്കാൾ ഉയർന്ന പോസ്റ്റാണ് ഹരീഷിന്. ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ഹരീഷ്.
അയാൾക്ക് കീഴ്ജീവനക്കാരുടെ പുച്ഛമാണ്. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് അവരെ കളിയാക്കാൻ ഹരീഷിന് വലിയ ഇഷ്ടമാണ്. ഹലോ ഡെലിവറി ബോയ്, ഹരീഷ് ഉറക്കെ വിളിച്ചു. അബി കൂട്ടുകാരനാണെന്ന ഭാവമൊന്നും ഹരീഷിനില്ല. തരം കിട്ടുമ്പോഴെല്ലാം അവൻ അബിയെ അപമാനിക്കും. ബോസ് നിന്റെ അകത്ത് കാത്തിരിക്കുന്നുണ്ട്. ഇന്നലെ അവിടെ പോയി കിടക്കരുതണ നീ. നിന്റെ അച്ഛന്റെ കല്യാണമായിരുന്നോ? അവനെ കളിയാക്കിക്കൊണ്ട് ഹരീഷ് ചോദിച്ചു. പക്ഷെ അത് കേട്ടത് അബിയുടെ ചോര തളച്ചു. അവൻ മുഷ്ടി ചുരുട്ടി. തനിക്ക് വരാനാവില്ല എന്ന് അബി ഈ പ്രശ്നങ്ങൾക്കിടയിലും ഹരീഷിനെ വിളിച്ചു പറഞ്ഞിരുന്നു. തന്റെ ലീവ് ഹരീഷ് മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്യാത്തതാണെന്നും അവനറിയാം. ഒന്നും മിണ്ടാതെ അബി ബോസിന്റെ ക്യാബിനിലേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് സാർ. ക്യാബിന്റെ ഡോർ പതിയെ തുറന്നുകൊണ്ട് അഭിനവ് പറഞ്ഞു. അത് കേട്ടതും കണക്കുകൾ പരിശോധിക്കുകയായിരുന്ന ബോസ് അവന് ദേഷ്യത്തോടെ നോക്കി. അയാൾ അവനോട് അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. എന്തിനാണാവോ ഇന്ന് സാർ എഴുന്നള്ളിയത്? ബോസ് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ അർത്ഥം അഭിനവിന് മനസ്സിലായില്ല. എന്താ സാർ? അവൻ ചോദിച്ചു. അല്ല, ഇവിടത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സാറാണല്ലോ. അതുകൊണ്ടാണല്ലോ തോന്നിയ പോലെ വരവും പോക്കും. ഇന്നലെ ഇവിടെ എത്ര ഡെലിവറിയാ നീ ഒറ്റ ഒരുത്തം വരാത്തത് കാരണം മുടങ്ങിയെന്നറിയോ? തന്റെ മേശപ്പുറത്ത് ദേഷ്യത്തോടെ ഇടിച്ചുകൊണ്ട് ബോസ് പറഞ്ഞു. പക്ഷെ സാർ, എനിക്ക് മാസത്തിൽ ഒരു ക്യാഷ് ലീവ് ഇല്ലേ? ഞാൻ ഇതിനു മുമ്പ് ലീവ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വരില്ലെന്ന് ഞാൻ ഹരീഷ് സാറിനെ അറിയിച്ചിരുന്നു. ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് ഞാൻ. അഭിനവ് പറഞ്ഞു. നിനക്ക് ലീവ് തരണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ലീവ് എടുക്കാൻ ഇത് നിന്റെ അച്ഛന്റെ കമ്പനിയൊന്നുമല്ല. അച്ഛനെ പറഞ്ഞപ്പോൾ അഭിനവിന് ദേഷ്യം ഇരച്ചു കയറി. അവൻ ബോസിനെ തുറിച്ചു നോക്കി. എന്താണാ നോക്കി പേടിപ്പിക്കുന്നേ? ഗുരുതരമായ വീഴ്ചയാ ഉണ്ടായത്. ഇനി നിന്റെ സേവനം ഇവിടെ വേണ്ട. പകരം ഞാൻ വേറെ ആളെ വെച്ചു. കൂടും കിടക്കൊക്കെ എടുത്ത് സ്ഥലം വിട്ടോ, ബോസ് പറഞ്ഞു. അത് കേട്ട് അഭിനവിന് ഞെട്ടലൊന്നും ഉണ്ടായില്ല. നിസ്സാര കാര്യത്തിന് ആളുകളെ പറഞ്ഞു വിടുന്നത് അവിടെ പുതുമയുള്ള കാര്യമല്ല. എപ്പോൾ വേണമെങ്കിലും തന്റെ ജോലിയും നഷ്ടപ്പെടാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അഭിനവ് അവിടെ തുടർന്നിരുന്നത്. ശരി സാർ, ഇതുവരെയുള്ള സാലറി തന്ന ഞാൻ പൊയ്ക്കോളാം, അഭിനവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്തോ? എങ്ങനെ? ഇന്നലെ നീ കാരണം കമ്പനിക്കുണ്ടായ നഷ്ടം ഈ മാസത്തിൽ നിന്റെ മുഴുവൻ ശമ്പളം തന്നാലും തീരില്ല. കണക്ക് നോക്കിയാൽ നീ ഇങ്ങോട്ട് തരേണ്ടി വരും പൈസ. എന്റെ ഒരു മര്യാദ വെച്ച് അത് ഞാൻ ചോദിക്കുന്നില്ല. മിണ്ടാതെ സ്ഥലമിടാൻ നോക്ക്, ബോസ് പറഞ്ഞു. സാർ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്ത ജോലിക്കുള്ള കൂലി കിട്ടാതെ ഞാൻ പോവില്ല. സാലറി നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, എന്റെ അവകാശമാണ്. അഭിനവിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അത് കേട്ട് ബോസ് പുച്ഛത്തോടെ ചിരിച്ചു. കിട്ടാതെ നീ പോവില്ല അല്ലേ? ശരി, തന്നേക്കാം. അത് പറഞ്ഞ് അയാൾ മേശപ്പുറത്തിരുന്ന് ബെല്ലടിച്ചു. അടുത്ത നിമിഷം മുറിയുടെ വാതിൽ തുറന്ന് 4 ഗുണ്ടകൾ അകത്തേക്ക് വന്നു. ഈ സാറിന് ശമ്പളം വേണോത്രേ, കൊടുത്തു വിട്ടേക്ക്, ബോസ് കണ്ണിറുക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു. അത് കേട്ടതും അവരിൽ ഒരാൾ അവന്റെ ടീഷർട്ട് പിടിക്കാൻ ആഞ്ഞു. മിന്നൽ പോലെ അബി ആ കൈ തടഞ്ഞു. ഉടൻ തന്നെ 4 പേരും അവനെ ആക്രമിക്കാനായി ചെന്നു. അടുത്ത നിമിഷം അബി മുന്നിലുള്ളയാളുടെ തോളിലൂടെ കൈ ചേർത്ത് അയാളെ വലിച്ചു. അയാൾ ബോസിന്റെ മേശപ്പുറത്തേക്ക് കറങ്ങി വീണു. അവൻ ഉടനെ തന്നെ മറ്റുള്ളവരെ നേരിടാനായി റെഡിയായി നിന്നു. അവന്റെ ചലനങ്ങൾ പരിശീലനം സിദ്ധിച്ച ഒരു കിക്ക് ബോക്സറുടേതിന് സമാനമായിരുന്നു. വൈകാതെ തന്നെ ബോസിന്റെ 4 ഗുണ്ടകളും അഭിനവന്റെ അടി കൊണ്ട് വീണു. മനോഹരമായി ഇന്റീരിയർ ചെയ്തിരുന്ന ആ ക്യാബിൻ നിമിഷം നേരം കൊണ്ട് യുദ്ധക്കളം പോലെയായി മാറി. താഴെ വീണ് കിടക്കുന്ന തടിയന്മാരെ നോക്കിക്കൊണ്ട് ബോസ് നിന്ന് വിറച്ചു. അവരെ ഇത്ര എളുപ്പത്തിൽ അഭിനവനെ പോലെ ഒരാൾക്ക് എങ്ങനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അയാൾ ചിന്തിച്ചു. അപ്പോഴേക്കും അഭിനവ് ബോസിന്റെ മുന്നിലെ കസേരയിൽ വന്നിരുന്നു. എന്നിട്ട് മേശപ്പുറത്ത് മെല്ലെ തട്ടിക്കൊണ്ട് ഒരു വല്ലാത്ത നോട്ടത്തിൽ അവൻ പറഞ്ഞു. സാറേ, സാലറി കിട്ടാതെ ഞാൻ പോവില്ല. ഭയന്നുപോയ ബോസ് ഡ്രോയിൽ നിന്ന് ചെക്കെടുത്ത് അതിൽ തുക എഴുതി വിറയ്ക്കുന്ന കൈകളുടെ അഭിനവിന് നൽകി. അവൻ ചെക്ക് വാങ്ങി ചുറ്റിനും ഒന്ന് നോക്കി. 1 മാസത്തെ സാലറിയിൽ തീരാത്ത നാശനഷ്ടങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സാറ് മട്ടാഞ്ചേരിക്ക് വന്നാൽ മതി, നമുക്ക് കണക്ക് അവിടെ വെച്ച് തീർക്കാം. അഭിനവിന്റെ സംസാരം അധികാര സ്വരത്തിലായിരുന്നു. അത് കേട്ട് ബോസ് ഭയന്ന് വിറച്ചുപോയി. ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും നരേന്ദ്രന്റെ ഫോട്ടോയിലേക്ക് നോക്കുന്തോറും അഭിനവന്റെ കണ്ണുകളിൽ പകയാളിക്കൊണ്ടിരുന്നു. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനാണ് ഇയാൾ. സുഹൃത്തായി കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയ ചതിയൻ. ഇയാളോട് പകരം ചോദിച്ചാൽ മാത്രമേ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. ടൈഗറിന്റെ മനസ്സിരമ്പി. ഇത്രയും നാൾ നീ എവിടെയായിരുന്നു മോനെ? അബിയുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് വിക്രം ചോദിച്ചു. എനിക്ക് വേറെ ആരുമില്ലല്ലോ. അച്ഛൻ മരിച്ച ശേഷം ഞാനൊരു ഓർഫനേജിലായിരുന്നു. പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെയാ. പിന്നെ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്തു. ഹയർ സ്റ്റഡീസിന് പൈസയൊക്കെ ജോലി ചെയ്ത് ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ പോണു, അഭിനവ് പറഞ്ഞു. 5 വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു എന്നല്ലാതെ തന്റെ കുടുംബത്തെപ്പറ്റി കൂടുതലൊന്നും അവൻ അറിയില്ല എന്ന് വിക്രമിന് മനസ്സിലായി. അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിക്രം പറഞ്ഞു. നിന്നെ അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല മോനെ. ഞങ്ങളുടെ കയ്യിൽ നിന്റെ ഒരു പഴയ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും വെച്ച് എത്ര കാലം നിന്നെ തിരയാൻ പറ്റും? നീ അങ്ങ് വളർന്നു പോയില്ലേ?
അഭിനവനെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് വിക്രം തുടർന്നു. എന്നാലും നീ ഞങ്ങളുടെ സഞ്ജയുടെ മോനല്ലേ, എന്നെങ്കിലും ഒരിക്കൽ നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇതൊക്കെ അറിയുമ്പോ രോഹനും സന്തോഷമാകും. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. രോഹന്റെ പേര് കേട്ടപ്പോൾ അഭിനവന് ദേഷ്യം വന്നു. തന്റെ അച്ഛനെ കൊന്നവന്റെ മകൻ ഇതൊക്കെ അറിഞ്ഞ് സന്തോഷിക്കുമെന്ന് അഭിനവന് തോന്നിയില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ടല്ലോ എന്ന് അവൻ ചിന്തിച്ചു. അങ്കിൾ, എന്റെ അച്ഛൻ എന്നോട് ഈ ഗ്രൂപ്പിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അഭിനവ് പറഞ്ഞു. അവൻ നിന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്താനാ നോക്കിയത്. പക്ഷെ ഇനിയിപ്പോ അത് പറ്റില്ല. എല്ലാം പഴയതുപോലെ ആവണം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. സഞ്ജയ് പോയപ്പോൾ ഗ്രൂപ്പ് വിട്ടു പോയവരെല്ലാം തിരിച്ചു കൊണ്ടുവരണം. ദ ഗെയിം ഈസ് സ്റ്റിൽ ഓൺ, വിക്രം പറഞ്ഞു. തന്റെ കൂട്ടുകാരനായ നരേന്ദ്രനാണ് സഞ്ജയിനെ കൊന്നതെന്ന കാര്യം വിക്രമന് അറിയില്ല എന്ന് അഭിനവൻ അപ്പോൾ മനസ്സിലായി. വിക്രം തന്റെ ടേബിളിന്റെ വലിപ്പ് തുറന്ന് ഒരു ചെക്ക് പുറത്തെടുത്ത് അതിലൊരു തുക എഴുതി ഒപ്പിട്ടു. ഇത് 50 കോടി രൂപയുടെ ചെക്ക. ഇത് കൈവച്ചോ. ടൈഗറായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് വരെ നിനക്ക് ഈ പണം ഉപയോഗിക്കാം, വിക്രം പറഞ്ഞു. അഭിനവ് വിക്രമിന്റെ കയ്യിൽ നിന്ന് ആ ചെക്ക് വാങ്ങി. തന്റെ ജീവിതം മാറി മറിഞ്ഞിരിക്കുന്നുവെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചെക്ക് ലീഫ് തിരിച്ചു വെച്ചിട്ട് വിക്രം തുടർന്നു. എല്ലാ നീക്കങ്ങളും സൂക്ഷിച്ചു വേണം. നീയാണ് ടൈഗർ എന്ന് തൽക്കാലം ആരും അറിയണ്ട. എല്ലായിടത്തും ശത്രുക്കളുണ്ട്. എല്ലാം പറയാൻ ഒരു നല്ല അവസരം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. തൽക്കാലം ഇതുവരെ നീ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ കഴിയുക. അഭിനവ് അത് കേട്ട് തലയാട്ടി. ഇതേ സമയം പുറത്ത് ദേവനും സൗരവും അനന്യയും അക്ഷമരായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം സാർ അവനെ തട്ടിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്രയും നേരം വാതിലടച്ചിരിക്കേണ്ട കാര്യം എന്താ? സൗരവ് ചോദിച്ചു. പാവം, സുന്ദരിയായൊരു പെണ്ണിനെ കിട്ടിയിട്ട് ഒരു രാത്രി പോലും അവളോടൊപ്പം കഴിയാനുള്ള യോഗ അവനില്ല, ദേവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവർ തന്നെ കളിയാക്കാണെന്ന് അനന്യയ്ക്ക് മനസ്സിലായി. എങ്കിലും അനന്യയുടെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞതുപോലെ തന്നെ വിക്രം എന്തിനും മടിക്കാത്ത ആളാണ്. ഒരു മനുഷ്യൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇവർക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്നത്? അവൾ ചിന്തിച്ചു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ? അനന്യ അവരോട് ദേഷ്യപ്പെട്ടു. ഓ, ഞങ്ങളൊന്നും പറയുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ അവൻ പീസ് പീസായിട്ട് ചാക്കി കയറി വരും, അപ്പ വിശ്വസിച്ചാ മതി, സൗരവ് പറഞ്ഞു. അത് കേട്ട് ദേവൻ ചിരിച്ചു. പെട്ടെന്ന് വിക്രമിന്റെ മുറിയുടെ വാതിൽ തുറന്നു. വിക്രം അഭിനവനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നു. അഭിയെ ജീവനോടെ കണ്ടപ്പോൾ ദേവന്റെയും സൗരവിന്റെയും മുഖം വാടി. ഇവൻ ചത്തില്ലേ? ദേവൻ ചോദിച്ചു. അതെ, ഞാനും അത് ആലോചിക്കുന്നു. ഇത്ര നേരം കിട്ടിയിട്ട് മറ്റൊരു അവന്റെ ഒരു കയ്യെങ്കിലും സാറ് തല്ലി ഒടിക്കാത്തത് മോശമായി പോയി, സൗരവ് പറഞ്ഞു. വിക്രം അഭിനവനെ അവരുടെ മുന്നിലൂടെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും വിക്രമിന്റെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു. ഹായ് ഓൾ, ഇതാണ് മിസ്റ്റർ അഭിനവ്. എൻ്റെ ഒരു പഴയ സുഹൃത്തിന്റെ, അല്ല, എൻ്റെ ഒരു പഴയ ഡ്രൈവറുടെ മകനാണ്. വിക്രം അഭിനവനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. അഭിനവ് വെറും ഒരു ഡ്രൈവറിന്റെ മകനാണെന്ന് കേട്ടപ്പോൾ ദേവനും സൗരവനും സമാധാനമായി. എൻജോയ് ദ പാർട്ടി, വിക്രം പറഞ്ഞു. ശേഷം അയാൾ അഭിനവനെ വിട്ട് ബാക്കിയുള്ള അതിഥികളെ കാണാൻ പോയി. വിക്രം എന്തിനാണ് ഒരു ഡ്രൈവറുടെ മകൻ ഇത്രയും പ്രാധാന്യം നൽകുന്നതെന്ന് ദേവനും സൗരവനും മനസ്സിലായില്ല. അപ്പോഴേക്കും അനന്യ അവന്റെ അരികിലേക്ക് മെല്ലെ മെല്ലെ നടന്നു വന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വിക്രം സാറ് കൂട്ടിക്കൊണ്ടു പോയപ്പോ നീ തീർന്നെന്നാ ഞാൻ വിചാരിച്ചത്, അനന്യ പറഞ്ഞു. ഞാൻ ചത്ത നിനക്കെന്താ പ്രശ്നം? നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? അഭിനവ് അവളെ കളിയാക്കി ചോദിച്ചു. അയ്യോ, എനിക്ക് ടെൻഷനൊന്നുമില്ല. വിക്രം സാറിന്റെ ഒരു രീതി വെച്ച് പറഞ്ഞേ ഉള്ളൂ, അനന്യ പറഞ്ഞു. അപ്പോഴേക്കും സൗരവും ദേവനും അങ്ങോട്ട് വന്നു. അകത്ത് പോയിട്ട് കുറെ നേരം ആയല്ലോടാ, സാറെന്താ പറഞ്ഞേ? ദേവൻ ചോദിച്ചു. അത് കേട്ട് അഭിനവ് അവനെ അടിമുടി ഒന്ന് നോക്കി. ഓ അതോ? പുറത്തിറങ്ങിയ ഉടനെ ദേവനെന്ന് പേരുള്ള ഒരു കഴുത വന്ന് എന്തെങ്കിലും ചോദിക്കും, അവനോടൊന്നും പറയണ്ടെന്നാ സാറ് പറഞ്ഞത്. സംഭവം സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി. ദേവനെ കളിയാക്കിക്കൊണ്ട് അഭിനവ് അവിടെ നിന്നും മാറി. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. കൾച്ചറില്ലാത്ത ഈ ദരിദ്രവാസി പിടിച്ച് തലയിൽ കയറ്റി വെച്ചവരെ വേണം പറയാൻ. ഇപ്പൊ അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ദേവൻ അഭിനവ് കേൾക്കുന്നത് പോലെ തന്നെ ഉറക്കെ പറഞ്ഞു. എന്നിട്ടും അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതോടെ ദേവന്റെ ദേഷ്യം ഇരട്ടിച്ചു. നീ എന്തിനാടാ ടെൻഷൻ ആവുന്നത്? ഇവനൊക്കെ നമുക്ക് പറ്റിയ ഇരയാണ്, വിട്ടുകളാ. സൗരവ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പാർട്ടി കഴിഞ്ഞപ്പോൾ അഭിനവ് അനന്യയുടെ കാറിൽ കയറി. ഡ്രൈവർ, എന്റെ വീട് ഇവിടെ അടുത്താ, ആദ്യം നമുക്ക് അവിടെ പോകാം. കല്യാണം കഴിഞ്ഞാൽ എവിടേക്കാണ് വരേണ്ടതെന്ന് ചിലരെല്ലാം കാണട്ടെ. അനന്യ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ആ വിചാരം 8 മടക്കി പോക്കറ്റ് വെച്ചോ. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് സ്വന്തമായിട്ട് വീട് പോയിട്ട് ഒരു തൊഴുത്ത് പോലും ഉണ്ടാവില്ലെന്ന്. ഡ്രൈവർ, ആദ്യം എന്നെ ഡ്രോപ്പ് ചെയ്യ്, എന്നിട്ട് ഇയാളെ എവിടെയാന്ന് വെച്ച് കൊണ്ടാക്കിക്കോ, അനന്യ ദേഷ്യത്തോടെ പറഞ്ഞു. അച്ചോടാ, ഇതൊന്നും എന്റെ തീരുമാനമല്ലല്ലോ മുത്തേ. നിന്റെ മുത്തച്ഛൻ തന്നെയല്ലേ നിന്നെ കെട്ടണം എന്നോട് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. അതിപ്പോ വാടക വീടായാലും ശരി, തൊഴുത്തായാലും ശരി.
അഡ്ജസ്റ്റ് ചെയ്തോണം. അഭിനവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഓവർ സ്മാർട്ട്നെസ് ഒന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛന്റെ വാക്ക് ധിക്കരിക്കാൻ ഞങ്ങൾക്കാർക്കും പറ്റില്ല. അല്ലെങ്കിൽ ശരിയാക്കി തന്നേനെ നിന്നെ. എന്നെ ചതിച്ചവനാ നീ. ഇനി എന്റെ കഷ്ടകാലത്തിന് നിന്റെ കൂടെ താമസിക്കണമെന്നെങ്ങാനും മുത്തച്ഛൻ പറഞ്ഞ ഞാൻ നിന്റെ വീട്ടിലേക്കല്ല, നീ എന്റെ വീട്ടിലേക്ക് വരും. അതും വെറും ഒരു ജോലിക്കാരനെ പോലെ. അങ്ങനെ നിന്നാ മതി, മനസ്സിലായല്ലോ? അനന്യ പറഞ്ഞു. അത് കേട്ട് അഭിനവ് ചിരിച്ചതേ ഉള്ളൂ. നീ എങ്ങനെ എന്റെ ബെഡിലെത്തിയത്? അനന്യ ദേഷ്യത്തോടെ ചോദിച്ചു. ഇത് തന്നെയല്ലേ ഞാനും രാവിലെ മുതൽ നിന്നോട് ചോദിക്കുന്നത്. എനിക്കറിയില്ല. ഇമാതിരി വൃത്തികെട്ട പണി ചെയ്യുന്ന ശത്രുക്കളൊന്നും എനിക്കില്ല. ഇത് നിനക്കുള്ള കൊട്ടേഷനാ. അപ്പോൾ നീ തന്നെയാ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അഭിനവ് പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന അനന്യ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കാർ അനന്യയുടെ വീട്ടിലെത്തി. അഭിനവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ വാതിൽ ശക്തമായി അടച്ച് അനന്യ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അവനെയും കൊണ്ട് കാറ് മുന്നോട്ട് നീങ്ങി. അഭിനവന്റെ കണ്ണുകൾ തന്റെ മോതിരത്തിലെത്തി നിന്നു. ഇതില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആരും എന്നെ തിരിച്ചറിയില്ലായിരുന്നു. ഒരു നെടുവീർപ്പോടെ അവൻ ആ മോതിരം തന്റെ ചുണ്ടോട് ചേർത്തു. വൈകാതെ കാർ അവന്റെ വീട്ടിലെത്തി. അടുത്ത ദിവസം അലാറം മുഴങ്ങിയപ്പോൾ അഭി വീണ്ടും അതേ സ്വപ്നം കാണുകയായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ് അവൻ മനസ്സിലേക്ക് തലേന്ന് വിക്രം പറഞ്ഞതെല്ലാം ഓടി വന്നു. തന്റെ അച്ഛന്റെ കമ്പനി ഇത്രയും വർഷങ്ങൾ നിലനിർത്തിയതിന് അവൻ വിക്രമനോട് മനസ്സിൽ നന്ദി പറഞ്ഞു. വാച്ചിലേക്ക് നോക്കി അഭിയുടെ ഭാവം മാറി. ജോലിക്ക് പോകാൻ നേരമായിരിക്കുന്നു. താൻ ഇതിനു മുമ്പ് എങ്ങനെ ജീവിച്ചുവോ അതുപോലെ തന്നെ തുടരേണ്ടതുണ്ട്. അഭിനവ് വേഗം എഴുന്നേറ്റ് റെഡിയായി. സിറ്റി ട്രാഫിക്കിൽ 1 മണിക്കൂർ ബൈക്ക് ഓടിച്ച് അവൻ തന്റെ ഓഫീസിലെത്തി. അപ്പോഴാണ് അവിടുത്തെ മറ്റൊരു സ്റ്റാഫ് ഹരീഷ് അവനെ കണ്ടത്. പഴയ സഹപാഠിയായിരുന്നു എങ്കിലും അവിടെ അഭിനവിനേക്കാൾ ഉയർന്ന പോസ്റ്റാണ് ഹരീഷിന്. ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ഹരീഷ്. അയാൾക്ക് കീഴ്ജീവനക്കാരുടെ പുച്ഛമാണ്. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് അവരെ കളിയാക്കാൻ ഹരീഷിന് വലിയ ഇഷ്ടമാണ്. ഹലോ ഡെലിവറി ബോയ്, ഹരീഷ് ഉറക്കെ വിളിച്ചു. അഭി കൂട്ടുകാരനാണെന്ന ഭാവമൊന്നും ഹരീഷിനില്ല. തരം കിട്ടുമ്പോഴെല്ലാം അവൻ അഭിയെ അപമാനിക്കും. ബോസ് നിന്റെ അകത്ത് കാത്തിരിക്കുന്നുണ്ട്. ഇന്നലെ അവിടെ പോയി കിടക്കരുതണ നീ. നിന്റെ അച്ഛന്റെ കല്യാണമായിരുന്നോ? അവനെ കളിയാക്കിക്കൊണ്ട് ഹരീഷ് ചോദിച്ചു. പക്ഷെ അത് കേട്ടത് അഭിയുടെ ചോര തളച്ചു. അവൻ മുഷ്ടി ചുരുട്ടി. തനിക്ക് വരാനാവില്ല എന്ന് അഭി ഈ പ്രശ്നങ്ങൾക്കിടയിലും ഹരീഷിനെ വിളിച്ച് പറഞ്ഞിരുന്നു. തന്റെ ലീവ് ഹരീഷ് മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്യാത്തതാണെന്നും അവനറിയാം. ഒന്നും മിണ്ടാതെ അഭി ബോസിന്റെ ക്യാബിനിലേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് സാർ. ക്യാബിന്റെ ഡോർ പതിയെ തുറന്നുകൊണ്ട് അഭിനവ് പറഞ്ഞു. അത് കേട്ടതും കണക്കുകൾ പരിശോധിക്കുകയായിരുന്ന ബോസ് അവന് ദേഷ്യത്തോടെ നോക്കി. അയാൾ അവനോട് അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. എന്തിനാണാവോ ഇന്ന് സാറ് എഴുന്നള്ളിയത്? ബോസ് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ അർത്ഥം അഭിനവിന് മനസ്സിലായില്ല. എന്താ സാർ? അവൻ ചോദിച്ചു. അല്ല, ഇവിടത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സാറാണല്ലോ. അതുകൊണ്ടാണല്ലോ തോന്നിയ പോലെ വരവും പോക്കും. ഇന്നലെ ഇവിടെ എത്ര ഡെലിവറിയാ നീ ഒറ്റ ഒരുത്തം വരാത്തത് കാരണം മുടങ്ങിയെന്നറിയോ? തന്റെ മേശപ്പുറത്ത് ദേഷ്യത്തോടെ ഇടിച്ചുകൊണ്ട് ബോസ് പറഞ്ഞു. പക്ഷെ സാർ, എനിക്ക് മാസത്തിൽ 1 ക്യാഷ് ലീവ് ഇല്ലേ? ഞാൻ ഇതിനു മുമ്പ് ലീവൊന്നും എടുത്തിട്ടില്ല. പിന്നെ വരില്ലെന്ന് ഞാൻ ഹരീഷ് സാറിനെ അറിയിച്ചിരുന്നു. ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് ഞാൻ. അഭിനവ് പറഞ്ഞു. നിനക്ക് ലീവ് തരണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ലീവ് എടുക്കാൻ ഇത് നിന്റെ അച്ഛന്റെ കമ്പനിയൊന്നുമല്ല. അച്ഛനെ പറഞ്ഞപ്പോൾ അഭിനവിന് ദേഷ്യം ഇരച്ചു കയറി. അവൻ ബോസിനെ തുറിച്ചു നോക്കി. എന്താണാ നോക്കി പേടിപ്പിക്കുന്നേ? ഗുരുതരമായ വീഴ്ചയാ ഉണ്ടായത്. ഇനി നിന്റെ സേവനം ഇവിടെ വേണ്ട. പകരം ഞാൻ വേറെ ആളെ വെച്ചു. കൂടും കിടക്കൊക്കെ എടുത്ത് സ്ഥലം വിട്ടോ, ബോസ് പറഞ്ഞു. അത് കേട്ട് അഭിനവിന് ഞെട്ടലൊന്നും ഉണ്ടായില്ല. നിസ്സാര കാര്യത്തിന് ആളുകളെ പറഞ്ഞു വിടുന്നത് അവിടെ പുതുമയുള്ള കാര്യമല്ല. എപ്പോൾ വേണമെങ്കിലും തന്റെ ജോലിയും നഷ്ടപ്പെടാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അഭിനവ് അവിടെ തുടർന്നിരുന്നത്. ശരി സാർ, ഇതുവരെയുള്ള സാലറി തന്ന ഞാൻ പൊയ്ക്കോളാം, അഭിനവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്തോ? എങ്ങനെ? ഇന്നലെ നീ കാരണം കമ്പനിക്കുണ്ടായ നഷ്ടം ഈ മാസത്തിൽ നിന്റെ മുഴുവൻ ശമ്പളം തന്നാലും തീരില്ല. കണക്ക് നോക്കിയാൽ നീ ഇങ്ങോട്ട് തരേണ്ടി വരും പൈസ. എന്റെ ഒരു മര്യാദ വെച്ച് അത് ഞാൻ ചോദിക്കുന്നില്ല. മിണ്ടാതെ സ്ഥലമിടാൻ നോക്ക്, ബോസ് പറഞ്ഞു. സാർ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്ത ജോലിക്കുള്ള കൂലി കിട്ടാതെ ഞാൻ പോവില്ല. സാലറി നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, എന്റെ അവകാശമാണ്. അഭിനവിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അത് കേട്ട് ബോസ് പുച്ഛത്തോടെ ചിരിച്ചു. കിട്ടാതെ നീ പോവില്ല അല്ലേ? ശരി, തന്നേക്കാം. അത് പറഞ്ഞ് അയാൾ മേശപ്പുറത്തിരുന്ന് ബെല്ലടിച്ചു. അടുത്ത നിമിഷം മുറിയുടെ വാതിൽ തുറന്ന് 4 ഗുണ്ടകൾ അകത്തേക്ക് വന്നു. ഈ സാറിന് ശമ്പളം വേണോ അത്രേ? കൊടുത്തു വിട്ടേക്ക്, ബോസ് കണ്ണിറുക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു. അത് കേട്ടതും അവരിൽ ഒരാൾ അവന്റെ ടീഷർട്ട് പിടിക്കാൻ ആഞ്ഞു. മിന്നൽ പോലെ അബി ആ കൈ തടഞ്ഞു. ഉടൻ തന്നെ 4 പേരും അവനെ ആക്രമിക്കാനായി ചെന്നു. അടുത്ത നിമിഷം അബി മുന്നിലുള്ളയാളുടെ തോളിലൂടെ കൈ ചേർത്ത് അയാളെ വലിച്ചു. അയാൾ ബോസിന്റെ മേശപ്പുറത്തേക്ക് കറങ്ങി വീണു. അവൻ ഉടനെ തന്നെ മറ്റുള്ളവരെ നേരിടാനായി റെഡിയായി നിന്നു. അവന്റെ ചലനങ്ങൾ പരിശീലനം സിദ്ധിച്ച ഒരു കിക്ക് ബോക്സറുടേതിന് സമാനമായിരുന്നു. വൈകാതെ തന്നെ ബോസിന്റെ 4 ഗുണ്ടകളും അഭിനവന്റെ അടി കൊണ്ട് വീണു.
മനോഹരമായി ഇന്റീരിയർ ചെയ്തിരുന്ന ആ ക്യാബിൻ നിമിഷം നേരം കൊണ്ട് യുദ്ധക്കളം പോലെയായി മാറി. താഴെ വീണ് കിടക്കുന്ന തടിയന്മാരെ നോക്കിക്കൊണ്ട് ബോസ് നിന്ന് വിറച്ചു. അവരെ ഇത്ര എളുപ്പത്തിൽ അഭിനവനെ പോലെ ഒരാൾക്ക് എങ്ങനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അയാൾ ചിന്തിച്ചു. അപ്പോഴേക്കും അഭിനവ് ബോസിന്റെ മുന്നിലെ കസേരയിൽ വന്നിരുന്നു. എന്നിട്ട് മേശപ്പുറത്ത് മെല്ലെ തട്ടിക്കൊണ്ട് ഒരു വല്ലാത്ത നോട്ടത്തിൽ അവൻ പറഞ്ഞു, സാറേ, സാലറി കിട്ടാതെ ഞാൻ പോവില്ല. ഭയന്നുപോയ ബോസ് ഡ്രോയിൽ നിന്ന് ചെക്കെടുത്ത് അതിൽ തുക എഴുതി വിറയ്ക്കുന്ന കൈകളുടെ അഭിനവിന് നൽകി. അവൻ ചെക്ക് വാങ്ങി ചുറ്റിനും ഒന്ന് നോക്കി. 1 മാസത്തെ സാലറിയിൽ തീരാത്ത നാശനഷ്ടങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സാറ് മട്ടാഞ്ചേരിക്ക് വന്നാൽ മതി. നമുക്ക് കണക്ക് അവിടെ വെച്ച് തീർക്കാം. അഭിനവിന്റെ സംസാരം അധികാര സ്വരത്തിലായിരുന്നു. അത് കേട്ട് ബോസ് ഭയന്ന് വിറച്ചുപോയി. ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും എന്തോ ഒരു കടം ബാക്കിയുള്ളതുപോലെ അവന് തോന്നി. അപ്പോഴാണ് പാവപ്പെട്ട ഡെലിവറി ബോയ്സിനെ ശകാരിക്കുന്ന ഹരീഷിനെ അവൻ കണ്ടത്. ഹരീഷ് താഴത്തെ നിലയിലായിരുന്നതിനാൽ അവിടെ നടന്നതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. അഭിനവ് താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഹരീഷിനടുത്ത് എത്തിയതും അഭിനവന്റെ കൈ അവന്റെ കരണത്ത് പതിച്ചു. താഴെ വീണുപോയ ഹരീഷ് ചാടി എഴുന്നേറ്റു. ഉടനെ തന്നെ 2ാമത്തെ അടിയും വീണു. ഉടുപ്പിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് അഭിനവ് ഹരീഷിനെ ചുമരിൽ ചാരി വെച്ചു. ഇനി എന്നെ തല്ലരുത്, നമ്മൾ പണ്ട് ഒരുമിച്ച് പഠിച്ചതൊക്കെ നീ മറന്നുപോയോ? ഹരീഷ് വെപ്രാളത്തോടെ പറഞ്ഞു. എടാ, ഇപ്പം നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലേ? എന്റെ ജോലിയും പോയി, കടം വെച്ചിട്ട് പോകുന്ന പരിപാടി എനിക്കില്ല. അതാ എല്ലാം തന്നേക്കാന്ന് വിചാരിച്ചത്. ഇനി മേലാൽ കീഴുദ്യോഗസ്ഥന്മാരോട് മര്യാദയില്ലാതെ പെരുമാറിയെന്ന് ഞാൻ കേട്ടാൽ പിന്നെ നിനക്ക് ഈ തലയുണ്ടാവില്ല, കേട്ടോടാ. അഭിനവ് പറയുന്നത് കേട്ട് ഹരീഷ് ഭയന്ന് വിറച്ചു. അബിയുടെ പിടി അയഞ്ഞപ്പോൾ അവൻ തന്റെ ടൈ നേരെയാക്കി. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം ജാളിത മറച്ചുവെച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ ഹരീഷ് പറഞ്ഞു, ഓക്കെ അഭിനവ്, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഓൾ ദി ബെസ്റ്റ്, നമുക്ക് കാണാം. ഇതുകൊണ്ടൊന്നും ഹരീഷ് നന്നാവില്ലെന്ന് അബിക്ക് അറിയായിരുന്നു. എന്നാലും അത്രയെങ്കിലും ചെയ്യാതെ പോയാൽ ശരിയാവില്ലെന്ന് അവന് തോന്നി. ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവന്റെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നൊരു കോള് വന്നു. അഭിനവ് ഫോൺ അറ്റൻഡ് ചെയ്തു. ടൈഗർ. ഫോണിലൂടെ അങ്ങനെ കേട്ടതും അഭിനവിന്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിടർന്നു. ഹായ് വിക്രമങ്കിൽ, അഭിനവ് വിളിച്ചു. മോനെ, ഞാൻ വിളിച്ചതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഇന്ന് വൈകിട്ട് നീ ഹോട്ടൽ സഫേറയിലേക്ക് വരണം. ഒരാളെ പരിചയപ്പെടുത്തി തരാം. MK ഗ്രൂപ്പിന് വളരെ വേണ്ടപ്പെട്ട ആളാ. പിന്നെ എന്റെയും നിന്റെ അച്ഛന്റെയും ഒക്കെ ഉറ്റ സുഹൃത്താണ്. മിസ്റ്റർ ബൽറാം. അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾക്ക് നമ്മൾ ഫണ്ട് ചെയ്യുന്നുണ്ട്. ടൈഗർ തിരിച്ചു വന്നത് അദ്ദേഹം കൂടി അറിയണം. അതുകൊണ്ട് നീ വരണം. ലൊക്കേഷൻ ഞാൻ അയക്കാം, വിക്രം പറഞ്ഞു. ബൽറാം എന്ന് പേര് കേട്ടപ്പോൾ അഭിനവ് ഒന്ന് ഞെട്ടി. ആ പേര് കൊച്ചിയിൽ ആർക്കാണ് അറിയാത്തത്? എല്ലാവരും ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളെ താൻ കാണാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അഭിനവന് അത്ഭുതം തോന്നി. അതിലുപരി ബൽറാമിനെ പോലുള്ള ഒരാളുടെ ബോസാണ് താനെന്ന തിരിച്ചറിവ് അക്ഷരാർത്ഥത്തിൽ അവനെ ഞെട്ടിച്ചു. അപ്പോഴേക്കും വിക്രമിന്റെ ഫോണിൽ നിന്നും അവന്റെ ആദ്യ ബിസിനസ് മീറ്റിനുള്ള ലൊക്കേഷൻ ഒരു മെസ്സേജായി വന്നു കഴിഞ്ഞിരുന്നു. ചോദ്യങ്ങൾ അവന്റെ മനസ്സിൽ കുമിഞ്ഞുകൂടി. ബൽറാമിനെ പോലെ ഒരാൾ തന്നെ ടൈഗറായി അംഗീകരിക്കുമോ? എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുക? എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങേണ്ടത്? ഉത്തരങ്ങൾക്കായി തുടർന്ന് കേൾക്കൂ ദി റിട്ടേൺ ഓഫ് ടൈഗർ, പോക്കറ്റ് FM-ൽ മാത്രം. പാവപ്പെട്ട ഡെലിവറി ബോയ്സിനെ ശകാരിക്കുന്ന ഹരീഷിനെ അവൻ കണ്ടത്. ഹരീഷ് താഴത്തെ നിലയിലായിരുന്നതിനാൽ അവിടെ നടന്നതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. അഭിനവ് താഴേക്ക് ഇറങ്ങിച്ചെന്നു. ഹരീഷിനടുത്ത് എത്തിയതും അഭിനവന്റെ കൈ അവന്റെ കരണത്ത് പതിച്ചു. താഴെ വീണുപോയ ഹരീഷ് ചാടി എഴുന്നേറ്റു. ഉടനെ തന്നെ 2ാമത്തെ അടിയും വീണു. ഉടുപ്പിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് അഭിനവ് ഹരീഷിനെ ചുമരിൽ ചാരി വെച്ചു. ഇനി എന്നെ തല്ലരുത്, നമ്മൾ പണ്ട് ഒരുമിച്ച് പഠിച്ചതൊക്കെ നീ മറന്നുപോയോ? ഹരീഷ് വെപ്രാളത്തോടെ പറഞ്ഞു. എടാ, ഇപ്പം നിനക്കെല്ലാം ഓർമ്മയുണ്ടല്ലേ? എന്റെ ജോലിയും പോയി, കടം വെച്ചിട്ട് പോകുന്ന പരിപാടി എനിക്കില്ല. അതാ എല്ലാം തന്നേക്കാന്ന് വിചാരിച്ചത്. ഇനി മേലാൽ കീഴുദ്യോഗസ്ഥന്മാരോട് മര്യാദയില്ലാതെ പെരുമാറിയെന്ന് ഞാൻ കേട്ടാൽ പിന്നെ നിനക്ക് ഈ തലയുണ്ടാവില്ല, കേട്ടോടാ. അഭിനവ് പറയുന്നത് കേട്ട് ഹരീഷ് ഭയന്ന് വിറച്ചു. അബിയുടെ പിടി അയഞ്ഞപ്പോൾ അവൻ തന്റെ ടൈ നേരെയാക്കി. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം ജാളിത മറച്ചുവെച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ ഹരീഷ് പറഞ്ഞു, ഓക്കെ അഭിനവ്, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഓൾ ദി ബെസ്റ്റ്, നമുക്ക് കാണാം. ഇതുകൊണ്ടൊന്നും ഹരീഷ് നന്നാവില്ലെന്ന് അബിക്ക് അറിയായിരുന്നു. എന്നാലും അത്രയെങ്കിലും ചെയ്യാതെ പോയാൽ ശരിയാവില്ലെന്ന് അവന് തോന്നി. ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവന്റെ ഫോണിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നൊരു കോള് വന്നു. അഭിനവ് ഫോൺ അറ്റൻഡ് ചെയ്തു. ടൈഗർ. ഫോണിലൂടെ അങ്ങനെ കേട്ടതും അഭിനവിന്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിടർന്നു. ഹായ് വിക്രമങ്കിൽ, അഭിനവ് വിളിച്ചു. മോനെ, ഞാൻ വിളിച്ചതൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. ഇന്ന് വൈകിട്ട് നീ ഹോട്ടൽ സഫേറയിലേക്ക് വരണം. ഒരാളെ പരിചയപ്പെടുത്തി തരാം. MK ഗ്രൂപ്പിന് വളരെ വേണ്ടപ്പെട്ട ആളാ. പിന്നെ എന്റെയും നിന്റെ അച്ഛന്റെയും ഒക്കെ ഉറ്റ സുഹൃത്താണ്. മിസ്റ്റർ ബൽറാം.
അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾക്ക് നമ്മൾ ഫണ്ട് ചെയ്യുന്നുണ്ട്. ടൈഗർ തിരിച്ചു വന്നത് അദ്ദേഹം കൂടി അറിയണം. അതുകൊണ്ട് നീ വരണം. ലൊക്കേഷൻ ഞാൻ അയക്കാം. വിക്രം പറഞ്ഞു. ബൽറാം എന്ന് പേര് കേട്ടപ്പോൾ അഭിനവ് ഒന്ന് ഞെട്ടി. ആ പേര് കൊച്ചിയിൽ ആർക്കാണ് അറിയാത്തത്? എല്ലാവരും ഭയപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളെ താൻ കാണാൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അഭിനവന് അത്ഭുതം തോന്നി. അതിലുപരി ബൽറാമിനെ പോലുള്ള ഒരാളുടെ ബോസാണ് താനെന്ന തിരിച്ചറിവ് അക്ഷരാർത്ഥത്തിൽ അവനെ ഞെട്ടിച്ചു. അപ്പോഴേക്കും വിക്രമിന്റെ ഫോണിൽ നിന്നും അവന്റെ ആദ്യ ബിസിനസ് മീറ്റിനുള്ള ലൊക്കേഷൻ ഒരു മെസ്സേജായി വന്നു കഴിഞ്ഞിരുന്നു. ചോദ്യങ്ങൾ അവന്റെ മനസ്സിൽ കുമിഞ്ഞുകൂടി. അഭിനവ് ഫോൺ എടുത്ത് ഒരിക്കൽ കൂടി വിക്രമിനെ വിളിച്ചു. എന്താ മോനെ? വിക്രം ചോദിച്ചു. അങ്കിൾ, ഞാൻ ബൽറാം സാറിനെ നേരിട്ട് കാണുന്ന നിർബന്ധമാണ്. എനിക്ക് ഇത്രയും വലിയ ആളുകളെ ഡീൽ ചെയ്തുള്ള പരിചയമില്ല. അഭിനവ് പറഞ്ഞു. മോനെ, ബൽറാം സാറല്ല, ബൽറാം. അങ്ങനെ വേണം വിളിക്കാൻ. നീ ഇപ്പൊ വെറും അഭിനവല്ല, യു ആർ അവർ ടൈഗർ. നിന്നെ എല്ലാവരും ബഹുമാനിക്കേണ്ടത്. സോ ബി ബ്രേവ്. നമുക്ക് വൈകുന്നേരം കാണാം. ഇത്രയും പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്തു. വിക്രമന്റെ വാക്കുകൾ കേട്ടപ്പോൾ അഭിനവന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അവൻ നേരെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയതും അവനൊരു പിസ്സ ഓർഡർ ചെയ്ത് നേരെ കിടക്കയിലേക്ക് വീണു. ഈ മുറിയിൽ അത്രയും സമാധാനത്തോടെ ഇതിനു മുമ്പ് അവൻ കിടന്നിട്ടില്ലെന്ന് അവന് തോന്നി. ജീവിതം ഇതുവരെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയായിരുന്നു. ഇതുപോലെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വൈകുന്നേരം വരെ പണിയെടുക്കണമായിരുന്നു. സമാധാനമില്ലാത്ത നാളുകൾ അവസാനിച്ചു എന്ന് അഭിനവ് കരുതി. പക്ഷേ ടൈഗറിനെ തേടി വരാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. സാർ, ഡെലിവറി. അല്പനേരം ചിന്തിച്ചു കിടന്നപ്പോഴാണ് പുറത്തുനിന്നും ഒരു ചെറുപ്പക്കാരന്റെ ശബ്ദം കേട്ടത്. അവൻ പുറത്തേക്ക് വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഡെലിവറി ബോയ് ഒരു സ്റ്റുഡന്റ് ആണെന്ന് അവന് മനസ്സിലായി. അഭി തന്നെയാണ് അയാളിൽ കണ്ടത്. പുഞ്ചിരിയോടെ അവൻ പണം കൊടുത്ത് ആ പിസ്സ വാങ്ങി. സാറേ, 500 രൂപയാ ബില്ല്. ഇത് കൂടുതലുണ്ടല്ലോ, ഡെലിവറി ബോയ് പറഞ്ഞു. അവൻ ബാക്കി അഭിനവിന്റെ നേരെ നീട്ടി. വെച്ചോടാ, എന്റെ ഒരു സന്തോഷത്തിനാന്ന് വിചാരിച്ചാൽ മതി, അഭിനവ് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു കസ്റ്റമർ സ്വന്തം കൂട്ടുകാരനെ പോലെ പെരുമാറുന്നതെന്ന് ആ ഡെലിവറി ബോയ് ഓർത്തു. താങ്ക് യു സാർ. ദിവസം മുഴുവൻ ഓടിയാലാ ഇത്രയൊക്കെ പൈസ കിട്ടുന്നത്, അവൻ പറഞ്ഞു. നീ വല്ലതും കഴിച്ചോ? ഇല്ലേ നമുക്ക് ഷെയർ ചെയ്യാം. അവന്റെ അവസ്ഥ ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അബി അങ്ങനെ ചോദിച്ചത്. വേണ്ട സാർ, എനിക്ക് വേറൊരു ഓർഡർ കൂടിയുണ്ട് എന്ന് നന്ദിപൂർവ്വം പറഞ്ഞ ശേഷം ഡെലിവറി ബോയ് ഇറങ്ങി. അഭിനവ് വൈഷ്ണവയെ പറ്റി ഓർത്തു. ഈ ചെറിയ വീട്ടിലേക്ക് അവളെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അത്യാവശ്യം സൗകര്യമുള്ള മറ്റൊരു വാടക വീട് അവൻ അന്വേഷിച്ചത്. അഡ്വാൻസ് കൊടുക്കാനുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് അലഞ്ഞു. എല്ലാ ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി കിട്ടുന്ന ഓരോ രൂപയും ഉറും പരിമണി ശേഖരിക്കുന്നത് പോലെ അവൻ കൂട്ടിവെച്ചു. എന്നിട്ടോ പണം കണ്ടപ്പോ അവൾ വേറൊരുത്തന്റെ പിന്നാലെ പോയി. അഭിനവിന് വല്ലാത്ത വിഷമം തോന്നി. അർഹതയില്ലാത്ത ആർക്കു വേണ്ടിയും ഇനി തന്റെ ജീവിതം വേസ്റ്റ് ആക്കില്ല എന്നവൻ തീരുമാനിച്ചു. വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വൈകുന്നേരത്തെ മീറ്റിംഗിന് പോകാനായി ഒരു ഗ്രേ കളർ ഷർട്ടും ബ്ലാക്ക് പാന്റും അവൻ വാങ്ങിവെച്ചിരുന്നു. വൈകിട്ട് വിക്രം പറഞ്ഞ സമയത്ത് തന്നെ അവൻ ആ ലൊക്കേഷനിലെത്തി. ഹോട്ടൽ സഫയർ പുറത്തുനിന്ന് കണ്ടതും അഭിനവ് ആകെ അത്ഭുതപ്പെട്ടു. ഇത്രയും വലിയൊരു ഹോട്ടൽ അടുത്തുനിന്ന് കാണാൻ പോലുമുള്ള അർഹത അവൻ ഇതുവരെ ഇല്ലായിരുന്നു. അഭിനവ് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഹോട്ടലിനുള്ളിലേക്ക് കടന്നു. ഏയ്! അവൻ അകത്തേക്ക് കടന്നതും പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഒരു സെക്യൂരിറ്റി ഓഫീസർ അവന്റെ നേരെ ഓടി വരുന്നത് അവൻ കണ്ടു. എങ്ങോട്ടാണോ ഈ തള്ളി കയറി പോകുന്നേ? സെക്യൂരിറ്റി ഓഫീസർ ദേഷ്യത്തോടെ ചോദിച്ചു. ചേട്ടാ, എനിക്കിവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അഭിനവ് മറുപടി പറഞ്ഞു. അത് കേട്ടതും അവനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് സെക്യൂരിറ്റി ഓഫീസർ ഉറക്കെ ചിരിച്ചു. മീറ്റിംഗോ? നിനക്കോ? ഈ വേഷത്തിലാണോ മീറ്റിംഗ്? മോനെ, തമാശ കളിക്കാതെ പോ, അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല, അയാൾ പറഞ്ഞു. ഈ വേഷത്തിന് എന്താ ഏട്ടാ പ്രശ്നം? എന്റെ ഗസ്റ്റ് അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ സമയം വെറുതെ കളയല്ലേ, അഭിനവ് പരിഭ്രമത്തോടെ സെക്യൂരിറ്റി ഓഫീസറോട് പറഞ്ഞു. എന്നാൽ അവനെ കണ്ടിട്ട് അത്തരമൊരു ഹോട്ടലിൽ ഒരു ബിസിനസ് മീറ്റിന് വന്നയാളെ പോലെ അയാൾക്ക് തോന്നിയില്ല. വലിയ വലിയ ബിസിനസ്സുകാർ മാത്രമാണ് അത്രയും വലിയ ഹോട്ടലിൽ ഡിസ്കഷൻ നടത്താറുള്ളത്. എല്ലാവർക്കും ബ്രാൻഡഡ് സൂട്ടും മറ്റും ഒക്കെ ഉണ്ടാകും. നോക്ക്, നിന്നെ പോലുള്ളവരെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വലിഞ്ഞു കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കലല്ല നിന്റെയൊക്കെ ഹോബി. അതെന്തായാലും ഇവിടെ നടക്കില്ല, മര്യാദയ്ക്ക് പോകാൻ നോക്ക്, സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ പേര് ഇവിടുത്തെ ഗസ്റ്റ് ലിസ്റ്റ് കാണും, നിങ്ങൾ അതൊന്ന് നോക്ക്. വേഷം നോക്കിയാണോ നിങ്ങൾ ആളെ ഇളക്കുന്നത്? അഭിനവ് ചോദിച്ചു. എടാ കൊച്ചനെ, തോന്നും പോലെ കയറി ഇറങ്ങാൻ ഈ ഹോട്ടലിൽ നിന്റെ അച്ഛന്റെ വകയൊന്നും അല്ല, വെറുതെ അടി മേടിക്കാതെ പോ, സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. അവിടെ വെച്ചൊരു പ്രശ്നമുണ്ടാക്കിയ ആളുകളുടെ ശ്രദ്ധ അവിടേക്ക് തിരിക്കാൻ അബി ആഗ്രഹിച്ചില്ല. അബി ഉടനെ തന്നെ ഫോൺ എടുത്ത് വിക്രമിനെ വിളിച്ചു. ആ മോനെ, നീ എവിടെ എത്തി? വിക്രം ചോദിച്ചു. അങ്കിൾ, ഞാൻ ഈ ഹോട്ടലിന് മുന്നിലുണ്ട്, നമ്മുടെ റൂം നമ്പർ എത്രയെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം, അഭിനവ് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം ഒന്ന് ചിരിച്ചു. മോനെ, ഈ ഹോട്ടൽ തന്നെ നമ്മുടെയാ, ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നീ റിസപ്ഷനിൽ ചെന്ന് ഏതെങ്കിലും ഒരു സ്യൂട്ട് റൂമിന്റെ കീ എടുത്ത് അവിടെ പോയി വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് വന്നോളാം, വിക്രം പറഞ്ഞു. അങ്കിളെ, ചെറിയൊരു പ്രശ്നമുണ്ട്,
എനിക്ക് അകത്തേക്ക് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ സെക്യൂരിറ്റി എന്നെ പോലുള്ളവരെ അകത്ത് കയറ്റില്ലെന്നാ പറയുന്നത്. അഭിനവ് ഒരു അല്പം മടിയോടെ പറഞ്ഞു. ഇത് കേട്ടതും വിക്രമിന്റെ ശബ്ദം കനത്തു. ഏത് സെക്യൂരിറ്റി അങ്ങനെ പറഞ്ഞത്? ഒരു 10 മിനിറ്റ്, ഞാൻ ദാ വരുന്നു. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, വിക്രം പറഞ്ഞു. അഭിനവ് ഫോണിൽ സംസാരിക്കുന്നത് ആ സെക്യൂരിറ്റി ഓഫീസർ കേൾക്കുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം അവ നടത്തിയൊരു നാടകമാണതെന്നായിരുന്നു അയാൾ വിചാരിച്ചത്. എന്തോ നാടായത്? നീ വേഷം കെട്ടിറക്കുവാണോ? നീ ഫോൺ ചെയ്യുന്നതായിട്ട് അഭിനയിച്ചാ കണ്ട് പേടിച്ച് നിന്നെ ഞാൻ അകത്തേക്ക് വിടുമെന്ന് വിചാരിച്ചോ? നമ്പർ ഇറക്കാൻ നിൽക്കാതെ നീ സ്ഥലം വിട്, സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. അയാൾ അഭിനവനെ അവിടെ നിന്നും തള്ളി പുറത്തേക്കിറക്കി. അപ്പോഴാണ് അവരുടെ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടത്. വൈഷ്ണവി, ദേ നിന്റെ എക്സ് അവിടെ വന്ന് നിൽക്കുന്നു. ശബ്ദം കേട്ട് അഭിനവ് തിരിഞ്ഞു നോക്കി. അത് വൈഷ്ണവിയും ദേവനുമായിരുന്നു. ദേവൻ പ്ലീസ്, ഞാൻ പറഞ്ഞിട്ടില്ലേ അവൻ എൻ്റെ എക്സ് ഒന്നുമല്ല. ഇതുപോലെ കാൽക്കാശിന് ഗതിയില്ലാത്തവരെ ബോയ് ഫ്രണ്ട് ആക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല, വൈഷ്ണവി ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞത് അഭിനവ് കേട്ടു. അവൻ വൈഷ്ണവിയെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. കാൽക്കാശിന് ഗതിയില്ലാത്തവരെ നീ ബോയ് ഫ്രണ്ട് ആക്കില്ലല്ലേ വൈഷ്ണവി? എന്നാൽ ഈ കാൽക്കാശിന് ഗതിയില്ലാത്തവൻ നിനക്കൊരു ഉപദേശം തരാം. ആളുകളുടെ പോക്കറ്റിനെ കനം നോക്കി സുഹൃത്തിനെയും ബോയ് ഫ്രണ്ടിനെയും തിരഞ്ഞെടുക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഇത് നിന്നെ നിന്റെ നാശത്തിലെത്തിക്കും. ഞാനാ പറയുന്നത്. അഭിനവ് പറയുന്നത് കേട്ട് വൈഷ്ണവ് കൈയടിച്ചുകൊണ്ട് അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. മാസ് ഡയലോഗ്, ആരും കേൾക്കണ്ട, കേട്ടാ നിന്നെ പിടിച്ച സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കും. അഭിനവ് അത് കേട്ടത് ഒന്നും മിണ്ടാതെ നിന്നു. അല്ല, നീ എന്താ ഇവിടെ? കുടിച്ചു ബോധമില്ലാതെ വഴുതെറ്റ് വന്നതാണോ? ദേവൻ ചോദിച്ചു. വിക്രം സാർ വിളിച്ചിട്ട് വന്നതാ, അഭി പറഞ്ഞു. അത് കേട്ടതും ദേവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഓ, നീ അങ്ങേരുടെ ഏതോ ഡ്രൈവറുടെ മോനാണല്ലോ. സത്യം പറയടാ, ആ വഴിക്ക് വല്ല ജോലിയും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതല്ലേ? എന്നിട്ട് ചുമ്മാ ഡയലോഗ് അടിക്കുന്നു. വിക്രം സാർ വിളിച്ചത്രേ, ദേവൻ പറഞ്ഞു. ഇവൻ വന്നപ്പോ തുടങ്ങിയാ സാറേ അഭിനയം. തലയ്ക്ക് സുഖമില്ലാത്ത ചെറുക്കനാണെന്ന് തോന്നുന്നു, എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞത് കേട്ട് ദേവനും വൈഷ്ണവിയും ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവിടേക്ക് കറുത്ത നിറത്തിലുള്ള ഒരു ലക്ഷറി കാർ വന്ന് നിന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ഉടൻ അവിടേക്കായി. കാറിൽ നിന്ന് വിക്രം പുറത്തേക്കിറങ്ങി. ഒപ്പം മറ്റൊരാളും, 6 അടി പൊക്കത്തിൽ ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ. ബൽറാം, പ്രശസ്തമായൊരു ടെക്സ്റ്റൈൽസ് കമ്പനി ഓണറും MK ഗ്രൂപ്പിന്റെ ശക്തമായ ഒരു തൂണുമാണ് അയാൾ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ എടുപ്പ് അയാളെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടെന്ന് അഭിനവിന് തോന്നി. എന്താ ഇവിടെ ഒരു ബഹളം? വിക്രം അവരുടെ അരികിലേക്ക് വന്ന് സെക്യൂരിറ്റി ഓഫീസറോട് ചോദിച്ചു. ഇതേ സമയം ബൽറാം കാറിനടുത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുമായിരുന്നു. സോറി സാർ, ഈ നിൽക്കുന്നവൻ എവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവന്റെ കോലം കണ്ടില്ലേ? അകത്ത് കയറണമെന്നും പറഞ്ഞായിരുന്നു സാർ ബഹളം. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഇവൻ ഏതോ ഫ്രോഡാണ് സാറേ, സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. ഷടാ, എന്താണോ താൻ പറഞ്ഞത്? ഇവൻ ഫ്രോഡാണെന്നോ? എന്റെ ഗസ്റ്റിനോട് ഇങ്ങനെ പെരുമാറാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇനി തന്നെ ഈ ഹോട്ടലിന്റെ പരിസരത്ത് പോലും കാണരുത്. കിട്ടാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് പൊക്കോണേ ഇവിടുന്ന്. വിക്രമിന്റെ ഭാവം മാറ്റം കണ്ട് സെക്യൂരിറ്റി ഓഫീസർ ഭയന്നു. അവിടെ നിന്ന് വൈഷ്ണവിയും ദേവന്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഇനിയും ഇവിടെ നിന്നാൽ പ്രശ്നമാകുമെന്ന് ഭയന്ന് ദേവൻ വൈഷ്ണവിയും കൊണ്ട് അവിടെ നിന്ന് ഓടി. വൈഷ്ണവിയുടെ കണ്ണുകളിലെ ഭാവം കണ്ട് അഭിനവ് പുച്ഛത്തോടെ ചിരിച്ചു. സോറി ടൈഗർ, ആ ഇഡിയറ്റിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, വിക്രം പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ലെങ്കിൽ അയാൾക്കൊരു തെറ്റുപറ്റിയതല്ലേ. ഇതുപോലുള്ള എത്രയോ ആളുകളെ ഞാൻ ദിവസവും കാണുന്നതാ. എനിക്കിതൊന്നും ഒരു വിഷയമല്ല. അയാളെ ട്രെയിനിങ് സെന്ററിലേക്ക് തിരിച്ചുവിട്ടാൽ മതി. കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഒന്നുകൂടെ പഠിച്ചിട്ട് വരട്ടെ. അഭിനവ് പറഞ്ഞത് കേട്ട് വിക്രം ചിരിച്ചു. അഭി ആ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്നു. താനെന്താ പറഞ്ഞേ? ഈ ഹോട്ടൽ എൻ്റെ അച്ഛൻ്റെ വകയാണെന്ന്? എന്നാ കേട്ടോ, ഈ ഹോട്ടൽ എൻ്റെ അച്ഛൻ്റെ വക തന്നെയാ. വേഷം നോക്കിയല്ല ആളുകൾ അളക്കേണ്ടത്, ഇത് ഓർത്തു വെച്ചോ. അവൻ പറഞ്ഞത് കേട്ട് അയാൾ ഭയന്നുപോയി. അയാൾക്കപ്പോഴും അവൻ ആരാണെന്ന് മനസ്സിലായില്ല. തന്റെ മുന്നിൽ നിൽക്കുന്ന പയ്യൻ വിക്രം സാറിന്റെ സുഹൃത്തായത് എങ്ങനെയെന്നോർത്ത് അയാൾ അത്ഭുതപ്പെട്ടു. വിക്രം അഭിനവിനെ തന്നോടൊപ്പം അകത്തേക്ക് കൂട്ടി. അവരുടെ പുറകെ ബൽറാമും ഉണ്ടായിരുന്നു. വിക്രം അഭിനവിനെ ഒരു ലക്ഷറി റൂമിന്റെ ഉള്ളിലേക്കാണ് കൊണ്ടുപോയത്. അവർ റൂമിന്റെ അകത്തേക്ക് പ്രവേശിച്ചതും മറ്റൊരു സെക്യൂരിറ്റി ഓഫീസർ അവരുടെ അരികിലേക്ക് എത്തി. വെൽക്കം ബോസ്, കുടിക്കാൻ എന്തെടുക്കേണ്ടത്? അയാൾ വിനയപൂർവ്വം ചോദിച്ചു. എക്സ്പെൻസീവ് ഹോട്ട് ഡ്രിങ്ക്സ് എന്തൊക്കെയാ ഉള്ളത്? സാർ, 5 lakhsന്റെ ടെക്കീലയുണ്ട്, 8 lakhsന്റെ വോൾക്കയുണ്ട്, 10 lakhsന്റെ വിസ്കി, പിന്നെ 11 lakhsന്റെ ജിൻ. ഇതൊക്കെയാണ് സാർ എക്സ്പെൻസീവ് ആയിട്ട് ഇപ്പോൾ ഉള്ളത്. ഏതാ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, സെക്യൂരിറ്റി ഓഫീസർ ചോദിച്ചു. വില കേട്ട അഭിനവ് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഗസ്റ്റാണ് ഇവര്, സോ ടോപ്പ് ബ്രാൻഡ് തന്നെ വേണം. പിന്നെ ഇന്ന് ഹോട്ടലിൽ എന്തൊക്കെയാണോ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാം എത്തിക്കേ, വിക്രം പറഞ്ഞു. ഓക്കെ സാർ. സെക്യൂരിറ്റി ഓഫീസർ വിക്രമിനെ ബഹുമാനപൂർവ്വം വണങ്ങിക്കൊണ്ട് പറഞ്ഞു. ഈ സമയത്താണ് ബൽറാം വിക്രമിന്റെ അരികിലേക്ക് എത്തിയത്. എന്താടോ മദ്യത്തിന് വിലയൊക്കെ നോക്കി തുടങ്ങിയോ? ബൽറാം കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. തൽക്കാലം അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് വന്നിരിക്കുന്ന 2 അതിഥികളും
എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ വില കൂടിയ സാധനം തന്നെ വാങ്ങാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഓ, അതായിരുന്നോ? ബൽറാം ചിരിച്ചു. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന അഭിനവിന്റെ ചുണ്ടിലും ചിരി വിടർന്നു. വിക്രം അഭിനവിനെ നോക്കി. അവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. മോനെ, ഇവിടെ നിനക്ക് നിന്റെ ഐഡന്റിറ്റി മറക്കേണ്ട ആവശ്യമില്ല. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. വിക്രം അഭിനവിനെ ക്ഷണിച്ചു. ആ മുറിയിൽ വളരെ മനോഹരമായ ഡെക്കറേഷനുകൾ ഉണ്ടായിരുന്നു. അവയെല്ലാം കൗതുകത്തോടെ നോക്കിക്കൊണ്ട് അഭിനവ് അവരുടെ അരികിൽ ചെന്നിരുന്നു. അവന്റെ കണ്ണുകൾ ബൽറാമിലേക്ക് നീണ്ടു. അഭിനവ് ബൽറാമിനെ തന്നെ നോക്കിയിരിക്കുന്നത് വിക്രം ശ്രദ്ധിച്ചു. ബൽറാം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ വിളിപ്പിച്ചത്. അത് കേട്ടാ നീ ഞെട്ടും. ഇതാരാണെന്ന് നിനക്കറിയോ? നമ്മുടെ ടൈഗർ, അതായത് നമ്മുടെ സഞ്ജയുടെ മകൻ ടൈഗറിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. സസന്തോഷം വിക്രം പറഞ്ഞു. അപ്പോഴേക്കും ഹോട്ടലിലെ 2 സ്റ്റാഫുകൾ അവിടേക്ക് വന്നു. അതോടെ പറഞ്ഞുകൊണ്ടിരുന്ന വിക്രം പകുതിയിൽ നിർത്തി. നേരത്തെ വിക്രം ഓർഡർ ചെയ്ത വില കൂടിയ മദ്യക്കുപ്പികൾ അവരുടെ മേശപ്പുറത്ത് വെച്ചു. ഇനി എന്തെങ്കിലും വേണോ സാർ? അതിലൊരാൾ വളരെ ബഹുമാനത്തോടെ വിക്രമിനോട് ചോദിച്ചു. നോ, യു മേ ഗോ, വിക്രം അവരോട് പറഞ്ഞു. അവര് രണ്ടുപേരും അവിടെ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും ബൽറാം അതിലൊരു മദ്യക്കുപ്പി തുറന്ന് തന്റെ ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു. അയാളുടെ മുഖം അസ്വസ്ഥമായിരുന്നു. ഗ്ലാസ്സിലുള്ള മദ്യം ബൽറാം ചുണ്ടോട് ചേർത്തു. എന്താ വിക്രം നീ പറയുന്നത്? ഇവനാണോ ടൈഗർ? ബൽറാം പതിയെ ചോദിച്ചു. അയാൾ അഭിനവന്റെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കുന്നുണ്ടായിരുന്നു. യെസ് ബൽറാം, ടൈഗർ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരെയും പരിചയപ്പെടണമെന്നാണ് ആഗ്രഹം. അതിനുശേഷം കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ടൈഗർ ഏറ്റെടുക്കും, വിക്രം സന്തോഷത്തോടെ പറഞ്ഞു. സോറി വിക്രം, എനിക്ക് നീ പറയുന്നതെല്ലാം കേട്ടിട്ട് ചിരി വരുന്നു. ഇവൻ ടൈഗറോ? നിനക്കെങ്ങനെ അത് മനസ്സിലായി? പിന്നെ ഇതെല്ലാം നീ തന്നെയല്ലേ പറയുന്നത്? അവനെന്താ ഊമയാണോ? ബൽറാം കളിയാക്കുന്നത് പോലെ പറഞ്ഞു. എടാ, നീ അവനെപ്പറ്റി ഇങ്ങനൊന്നും സംസാരിക്കരുത്, എനിക്കതിഷ്ടമല്ല, വിക്രം പറഞ്ഞു. അത് കേട്ടതും അഭിനവ് ചിരിച്ചുകൊണ്ട് ബൽറാമിനെ നോക്കി. എനിക്ക് നിങ്ങളുടെ ധൈര്യമൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വലിയ ബിസിനസ്മാനൊക്കെ ആയിരിക്കാം, പക്ഷെ ആരുടെ മുന്നിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ മറക്കരുത്. എനിക്ക് അവകാശപ്പെട്ടത് ഏറ്റെടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ, അഭിനവ് തലയുയർത്തി പിടിച്ചു പറഞ്ഞു. അത് കേട്ട് വിക്രം അഭിമാനത്തോടെ അവനെ നോക്കി. ബൽറാം തന്റെ കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചു. ഓക്കെ, സമ്മതിച്ചു. അപ്പൊ എവിടെയായിരുന്നു നീ ഇത്രയും നാൾ? ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാനാണ് ബോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞാനിതൊക്കെ വിശ്വസിക്കുക? ബൽറാം ചോദിച്ചു. ഞാൻ എവിടെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ പിന്നെ സംസാരിക്കാം. ആദ്യം ഞാനാണ് ടൈഗർ എന്ന് തെളിയിക്കാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ, അഭിനവ് ചോദിച്ചു. അവന്റെ സംസാരം കേട്ട് വിക്രമിന് ഒരുപാട് സന്തോഷമായി. ബൽറാം അപ്പോഴും അഭിനവിനെ സംശയത്തോടെ നോക്കുകയായിരുന്നു. MK ഗ്രൂപ്പിൽ ബൽറാമിന്റെ സ്ഥാനം അത്ര ചെറുതല്ല. ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ബൽറാമിന്റെ ഇടപെടലുണ്ടാകും. തന്റെ മകനാവാൻ പോലും പ്രായമില്ലാത്ത ഒരുത്തൻ തന്നെ ഭരിക്കുന്നത് ബൽറാമിന് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. എന്നോട് കൊമ്പ് കോർക്കാൻ നീ തയ്യാറാണോ? ഒരു റൗണ്ട് നീ എന്നോട് മുട്ടി നിൽക്കുകയാണെങ്കിൽ നീ ടൈഗറാണെന്ന് ഞാൻ അംഗീകരിക്കാം. എന്നാൽ അതിന് പറ്റില്ലെങ്കിൽ വിക്രമിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിയിട്ട് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അല്ലാതെ വിക്രം കണ്ണടച്ച് വിശ്വസിച്ച പോലെ ഞാൻ വിശ്വസിക്കില്ല, ബൽറാം ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ടതും വിക്രം അതിനെ എതിർക്കാൻ തുടങ്ങി. ബൽറാം, വേണ്ട, ഇത് ശരിയല്ല. നമ്മുടെ കുട്ടിയെ നമ്മൾ തന്നെ അവിശ്വസിക്കരുത്, വിക്രം പറഞ്ഞു. എന്നാൽ ബൽറാം അതൊന്നും ശ്രദ്ധിച്ചില്ല. അയാൾ അഭിനവന്റെ മറുപടിക്കായി അവന്റെ കണ്ണുകളിൽ സൂക്ഷ്മമായി നോക്കി. അഭിനവ് മേശപ്പുറത്തൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരുന്ന മദ്യമെടുത്ത് വായിലേക്ക് കമഴ്ത്തി. ശേഷം ഗ്ലാസ് ടേബിളിലേക്ക് ശക്തിയായി വെച്ചു. അത് കണ്ടപ്പോൾ ബൽറാം ഒരു നിമിഷം സഞ്ജയെ ഓർത്തു. കാലിന്മേൽ കാലെടുത്ത് വെച്ച് അഭിനവ് പറഞ്ഞു. സമയവും സ്ഥലമൊക്കെ പറഞ്ഞു, ഞാൻ റെഡി, ഇന്ന്, ഇപ്പോ, ഇവിടെ. ബൽറാം ആവേശത്തോടെ അതും പറഞ്ഞ് എഴുന്നേറ്റു. അത് കണ്ട് വിക്രം ഞെട്ടി. ബൽറാമിനെ പോലെ ഒരാൾ വെറുമൊരു പയ്യനായ അബി എങ്ങനെ നേരിടുമെന്ന് ഓർത്തപ്പോൾ അയാൾക്ക് വല്ലാത്ത ഭയം തോന്നി. നോ ടൈഗർ, അങ്ങനെ പോരാടി ജയിച്ച് നീ ആരാണെന്ന് തെളിയിക്കേണ്ട ഒരാവശ്യവുമില്ല, വിക്രം അഭിനവിനോട് പറഞ്ഞു. അഭിനവിനെ അനാവശ്യമായ ഒരു പ്രശ്നത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ വിക്രം ആഗ്രഹിച്ചിരുന്നില്ല. അങ്കിൾ, ഇതിന് തടസ്സം നിൽക്കരുത്. ഇന്ന് ബൽറാമിനുണ്ടായ സംശയം നാളെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവാം. തുടക്കത്തിൽ തന്നെ ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്, അഭിനവ് ബൽറാമിന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. സഞ്ജയുടെ അതേ ഗൗരവമാണ് ബൽറാം അപ്പോൾ അവനിൽ കണ്ടത്. വളരെ ചെറുപ്പം മുതൽ തന്നെ സഞ്ജയ് മകനെ കിക്ക് ബോക്സിംഗ് പരിശീലിപ്പിച്ചിരുന്നു എന്ന് ബൽറാമിനറിയാം. സഞ്ജയുടെ മകനാണെങ്കിൽ അവൻ ഉറപ്പായും പരിശീലനം തുടരും. 5 വയസ്സുകൊണ്ട് കിക്ക് ബോക്സിംഗിന്റെ ബാലപാഠങ്ങൾ യഥാർത്ഥ ടൈഗർ പഠിച്ചിട്ടുണ്ട്. പോരാടി തുടങ്ങുമ്പോൾ തന്നെ അത് ടൈഗർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് അവനുമായി അങ്ങനൊരു മത്സരം നടത്താമെന്ന് ബൽറാം തീരുമാനിച്ചത്. എന്നാൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായ ബൽറാമുമായി പിടിച്ചു നിൽക്കാൻ അബിക്ക് കഴിയില്ല എന്നാണ് വിക്രം കരുതിയത്. എന്നിട്ടും എന്തിനാണ് അവൻ ഇതിന് സമ്മതിച്ചതെന്ന് വിക്രമിന് മനസ്സിലായില്ല. പിന്നീട് ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിക്രമും തീരുമാനിച്ചു. വൈകാതെ ബൽറാമും അബിയും വിക്രമും ഒരു പ്രൈവറ്റ് അരീനയിലെത്തി. അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ബൽറാം വല്ലാത്ത ആവേശത്തോടെ തന്റെ കോട്ട് അഴിച്ചു മാറ്റി ഒരു വശത്തേക്ക് എറിഞ്ഞു. ശേഷം ഷർട്ടിന്റെ സ്ലീവ് മടക്കി ഉയർത്തിവെച്ച് വില കൂടിയ വാച്ച് കയ്യിൽ നിന്ന് അഴിച്ചു മാറ്റി.
ഇതെല്ലാം ചെയ്യുമ്പോഴും ബൽറാമിന്റെ കണ്ണുകൾ അഭിനവിൽ തന്നെയായിരുന്നു. അഭിനവും തയ്യാറാവുകയായിരുന്നു. അവൻ തന്റെ സ്ലീവ് മടക്കി വെച്ചു. ബൽറാം അഭിനവിന്റെ അരികിലേക്ക് നടന്നു വന്നു. രക്ഷപ്പെടാൻ ഒരു ചാൻസ് കൂടി തരാം, നന്നായി ആലോചിച്ചിട്ട് വന്നാ മതി. കിക്ക് ബോക്സിംഗിൽ ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല, ചത്തുപോകും നീ, ബൽറാം പറഞ്ഞു. ഇത് കേട്ടതും ടൈഗർ ചിരിച്ചു. തോൽക്കാത്തത് നിങ്ങൾ ഇതുവരെ എന്നോട് മുട്ടാത്തത് കൊണ്ടാണ് ബൽറാം. ഞാൻ ടൈഗർ, സഞ്ജയുടെ മകനാണ്. അഭിനവ് അതേ ഭാഷയിൽ മറുപടി പറഞ്ഞു. അത് കേട്ട് ബൽറാം അഹങ്കാരത്തോടെ ചിരിച്ചു. അതിനുശേഷം വിക്രമന്റെ നേരെ തിരിഞ്ഞു. വിക്രം, നീ ആർക്ക് വേണ്ടി വെറ്റുവെക്കും? എനിക്കോ അതോ ഇവനോ? എന്റെ ടൈഗർ ഉള്ളപ്പോ ഞാൻ എന്തിനാ വേറൊരാൾക്ക് വേണ്ടി വെറ്റുവെക്കുന്നേ? വിക്രം ചോദിച്ചു. അത് കേട്ടതും ബൽറാമിന് ആവേശം കൂടി. നീ ഇതിന് പശ്ചാത്തപിക്കും വിക്രം. എന്റെ മുന്നിൽ നിന്ന് നീ നാണം കെടും, പിന്നെ കർച്ചീഫ് കൊണ്ട് മുഖം മറച്ചു പോകേണ്ടി വരും. അയാളെ കളിയാക്കിക്കൊണ്ട് ബൽറാം റിങ്ങിലേക്ക് പ്രവേശിച്ചു. അഭിനവും കയറുകൾക്കിടയിലൂടെ റിങ്ങിനുള്ളിൽ കയറി. അഭിനവ് ബൽറാമിനെ നോക്കി. നല്ല ഉയരവും അതിനൊത്ത തടിയുമുള്ള ആരോഗ്യവാനായ അയാളെ ശക്തി കൊണ്ട് അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. അഭിനവ് അതിനാൽ മനസ്സിൽ ചിലത് കണക്കുകൂട്ടി. വൈകാതെ ഇരുവരും തമ്മിൽ പോരാട്ടം ആരംഭിച്ചു. ബൽറാം അലറി വിളിച്ചുകൊണ്ട് അഭിനവിന്റെ നേരെ ഓടി. അയാൾ മുഷ്ടി ചുരുട്ടി അവനെ ഇടിച്ചു. ആദ്യത്തെ ആക്രമണമായതുകൊണ്ട് അഭിനവ് ഒന്ന് സ്തംഭിച്ചുപോയി. അഭിനവിന് ബൽറാമിനെ കണ്ടപ്പോൾ കലി കയറിയ ആനെ പോലെ തോന്നി. ബൽറാം വീണ്ടും അഭിനവിന്റെ മുഖം ലക്ഷ്യമാക്കി ഇടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അയാളുടെ മുഷ്ടി അഭിനവിന്റെ മൂക്ക് തകർക്കുന്നതിന് മുൻപ് തന്നെ അവൻ ഒഴിഞ്ഞു മാറി. ബൽറാമിന്റെ മുഖത്ത് അപ്പോഴും ഒരു ചിരി ഉണ്ടായിരുന്നു. അഭിനവിന്റെ മുഖത്ത് ഗൗരവവും. അനാഥാലയത്തിലായിരുന്ന സമയത്ത് അവിടുത്തെ സീനിയർ കുട്ടികൾ കൊച്ചുകുട്ടികളുടെ കയ്യിലെ വസ്തുക്കൾ പിടിച്ചു വാങ്ങുമായിരുന്നു. ചെറിയ കുട്ടികളെല്ലാം സഹിക്കാറാണ് പതിവ്. ഒരിക്കൽ അഭിനവും അങ്ങനൊരു പ്രശ്നം നേരിട്ടു. അന്ന് ആ വലിയ കുട്ടി അബിയുടെ കവിളിൽ ആഞ്ഞടിച്ചു. അടിയേറ്റ് കുഞ്ഞബി നിലത്ത് വീണു. താടാ നിന്റെ മോതിരം, നിനക്കെന്തിനാ അത്? അവനെ ആക്രമിച്ച കുട്ടി അലറി. കവിൾ പൊത്തിപ്പിടിച്ച് നിശബ്ദമായി അബി കരഞ്ഞു. ആ വലിയ കുട്ടി അവന്റെ കയ്യിൽ നിന്നും ആ മോതിരം പിടിച്ചു വാങ്ങാൻ തുടങ്ങി. അബി കണ്ണുകൾ ഇറുക്കി അടച്ചു. അച്ഛന്റെ ശബ്ദം അപ്പോൾ ആ കുഞ്ഞബിയുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ എനിമീസ് നമ്മളെക്കാൾ പവർഫുൾ ആയിരിക്കും, പക്ഷെ സ്പീഡ് കൊണ്ട് നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരുടെ വീക്ക് പോയിന്റ് നോക്കി തന്നെ കൊടുക്കണം. ഒറ്റ കിക്കിൽ ആള് നോക്കൌട്ട്. തിരിച്ചടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അഭിനവിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. അടുത്ത നിമിഷം അവന്റെ ചുരുട്ടിയ കൈ സീനിയർ പയ്യന്റെ താടി തകർത്തു. അവൻ ബോധരഹിതനായി വീണുപോയി. അതുപോലെയൊന്ന് ബൽറാമിനും കിട്ടി. അപ്രതീക്ഷിതമായ നീക്കമായതുകൊണ്ട് ബൽറാം പതറിപ്പോയി. കണ്ണുകൾ തെളിഞ്ഞു വന്നപ്പോൾ അയാൾ അബിയെ അവിശ്വസനീയമായി ഒന്ന് നോക്കി. ബൽറാം വീണ്ടും ആക്രമിക്കാനെടുത്തു. എന്നാൽ അബി ബൽറാമിന്റെ നെഞ്ചിൽ ചവിട്ടി. അയാൾ ബാലൻസ് തെറ്റി റിങ്ങിൽ മലർന്നു വീണു. അനാഥാലയത്തിലെ അന്നത്തെ സംഭവത്തോടെ കുഞ്ഞബി കുട്ടികളുടെ ഇടയിലെ സ്റ്റാറായി. പക്ഷെ ആ സ്ഥാപനത്തിന്റെ മേലധികാരി അവനെ ശിക്ഷിച്ചു. അവന്റെ മേൽ നിയന്ത്രണങ്ങൾ വീണു. മുതിർന്നവരെല്ലാവരും അവനെ ശകാരിക്കാൻ തുടങ്ങി, ഒരാളൊഴികെ. ദൂരെ ഒരിടത്ത് മാറിയിരുന്ന് കരയുന്ന അബിയുടെ അരികിലേക്ക് അയാൾ എത്തി. മോനെ, ആരാ കിക്ക് ബോക്സിംഗ് പഠിപ്പിച്ചത്? അയാൾ ചോദിച്ചു. അച്ഛൻ, വിതിമ്പിക്കൊണ്ട് അവൻ പറഞ്ഞു. അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞത് അയാൾ കണ്ടു. അയാളുടെ മനസ്സും വേദനിച്ചു. മോന് കിക്ക് ബോക്സിംഗ് അത്രയ്ക്ക് ഇഷ്ടമാണോ? അവൻ മൂളി. എന്നാ പിന്നെ ബാക്കി ഞാൻ പറഞ്ഞു തരാട്ടോ. അപ്പോഴാണ് അബി മുഖമുയർത്തി അയാളെ നോക്കിയത്. അന്നവന്റെ കണ്ണുകളിൽ തെളിഞ്ഞ അതേ തീ തന്നെയാണ് അബിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു കൈകൊണ്ട് അബി ബൽറാമിന്റെ ആക്രമണത്തെ തടയുകയും മറു കൈകൊണ്ട് തുടരെ ലിവർ പഞ്ചുകൾ കൊടുക്കുകയും ചെയ്തു. അതോടെ ബൽറാം അവശനായി റിങ്ങിലിരുന്നു. ഗെയിമിൽ അബി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞുവെന്ന് ബൽറാമിന് മനസ്സിലായി. എങ്കിലും തോൽവി സമ്മതിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. ബൽറാം, തോറ്റെന്ന് സമ്മതിച്ചേക്ക്, ഞാൻ ആരോടും പറയില്ല. ഒരു തൂവാലെടുത്തു മറച്ച് നൈസായിട്ട് ഇറങ്ങിക്കോ, വിക്രം പറഞ്ഞു. ബൽറാം ദേഷ്യത്തോടെ എഴുന്നേറ്റു. അയാൾ ഒന്നിനു പുറകെ ഒന്നായി അഭിനവിനെ ഇടിക്കാൻ തുടങ്ങി. ചടുലമായ ഫുട് വർക്ക് കൊണ്ട് അബി ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. കൈകൾ ചേർത്ത് വെച്ച് അവൻ ബൽറാമിന്റെ പഞ്ചുകൾ തടഞ്ഞു. ബൽറാം തളർന്നു എന്ന് കണ്ടപ്പോൾ അബി തന്റെ വലത് കൈകൊണ്ട് അയാളുടെ മുഖത്തൊരു ഫാൾസ് പഞ്ച് കൊടുത്തു. അതോടെ ബൽറാമിന്റെ ശ്രദ്ധ മാറി. അയാൾ ആ കിക്ക് തടയാനായി കൈ ഉയർത്തി. ആ സമയത്ത് അബി തിരിഞ്ഞു തന്റെ വലത് കാലുകൊണ്ട് അതിശക്തമായൊരു ലിവർ കിക്ക് കൂടി കൊടുത്തു. ബൽറാം ഒരു നിമിഷം മരവിച്ചു നിന്നു. അതിനുശേഷം താഴെ വീണ് വേദന കൊണ്ട് പുളഞ്ഞു. അയാൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി. അഭിനവ് വിക്രമിനെ നോക്കി. ബൽറാം, നോക്ക്, എന്റെ സഞ്ജയുടെ മകനാണെന്ന് അവൻ തെളിയിച്ചിരിക്കുന്നു, വിക്രം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബൽറാമിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അബി റിങ്ങിന്റെ മൂലയിൽ പോയി നിന്നു. ബൽറാം കഷ്ടപ്പെട്ട് വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ്, ഇത് നീ എവിടുന്ന് പഠിച്ചു? കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായ തന്നെ എളുപ്പത്തിൽ തോൽപ്പിച്ചവനോട് അത്ഭുതത്തോടെ ബൽറാം ചോദിച്ചു. ടൈഗറിനെ വേട്ടയാടാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ബൽറാം? അഭിനവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം അവന്റെ അടുത്ത് വന്ന് അഭിനവിനെ കെട്ടിപ്പിടിച്ചു. ഇത് നമ്മുടെ ടൈഗറാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ, അല്ലേ ബൽറാം? വിക്രം ബൽറാമിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ബൽറാമിന്റെ അരയിൽ ഉളുക്ക് വീണിരുന്നു. അതിന്റെ വേദന നന്നായിട്ടുണ്ടെങ്കിലും അത് മറച്ചു വെച്ച് ചിരിച്ചുകൊണ്ട് അയാൾ അഭിനവിനോട് സംസാരിച്ചു. വാ, നമുക്കൊന്നുകൂടെ കൂടാം.
ഇന്നത്തെ പാർട്ടി എന്റെ വക. ബൽറാം പറഞ്ഞു. അങ്ങനെയല്ല ബൽറാം, ടൈഗർ എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കേ. വിക്രം ബൽറാമിനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങനെ, നമുക്കൊന്ന് കൂടിയാലോ ടൈഗർ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ബൽറാം അഭിനവന്റെ മുന്നിൽ ഒന്ന് കുനിഞ്ഞു. ഇതെല്ലാം കണ്ട അഭിനവ് പുഞ്ചിരിച്ചുകൊണ്ട് ബൽറാമിന്റെ തോളിൽ കൈയിട്ടു. വൈ നോട്ട്, നമുക്ക് കൂടിക്കളയാം. ഈ സമയത്ത് അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തു. അനന്യ എന്ന് കണ്ടതും അവൻ വേഗം ഫോൺ എടുത്തു. യെസ് അനന്യ. അവൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്റെ അമ്മ അച്ഛനും വന്നിട്ടുണ്ട്. നടന്നതല്ലേ ഇപ്പൊ അവർക്കറിയാം. നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് എന്റെ മുത്തച്ഛന്റെ വീട്ടിലേക്ക് വാ. അനന്യ കൽപ്പന പോലെ പറഞ്ഞു. കിക്ക് ബോക്സിംഗ് ചാമ്പ്യനെ റിങ്ങിൽ മലർത്തിയടിച്ച് തന്റെ അച്ഛന്റെ മകൻ തന്നെയാണ് താനെന്ന് തെളിയിച്ച ടൈഗറിനോടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അഭിനവ് അനന്യ പറഞ്ഞത് കേട്ട് ഒന്നും ഞെട്ടി. ഇപ്പൊ തന്നെ വരണോ? വേണം, ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നീ തന്നെയല്ലേ ചെയ്തത്. ഇനി വരുന്നതൊക്കെ അനുഭവിക്കേ. അതും പറഞ്ഞ് അനന്യ ഫോൺ കട്ട് ചെയ്തു. അഭിനവ് ഒരു നിമിഷം അവൾ പറഞ്ഞതിനെ കുറിച്ച് ഓർത്തു. അപ്പോഴേക്കും വിക്രം അഭിനവന്റെ അടുത്തേക്ക് വന്നു. എല്ലാം ഓക്കെ അല്ലേ? വിക്രം ചോദിച്ചു. അതെ അങ്കിൾ, പക്ഷേ സോറി ബൽറാം, എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട് വരെ ഒന്ന് പോകണം. അവളുടെ അച്ഛനും അമ്മയും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആഹാ, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോ? ഇതെല്ലാം എപ്പോഴാ സംഭവിച്ചത്? ബൽറാം ചോദിച്ചു. അയ്യോ, അതൊക്കെ വലിയ കഥയാണ്, പിന്നീട് എപ്പോഴെങ്കിലും പറയാം. അഭിനവ് മറുപടി പറഞ്ഞു. ബൽറാം തുടർന്നു പറഞ്ഞു, വിക്രം, രോഹനെ വിളിച്ചിവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയണം. അതിപ്പോ വേണ്ട ബൽറാം, രോഹൻ പതുക്കെ അറിഞ്ഞാ മതി. വിക്രം പറഞ്ഞു. ശരി, ഞാൻ ഇറങ്ങട്ടെ. അങ്കിൾ, ഞാൻ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ, എനിക്കൊരു പുതിയ ജോലി. അഭിനവ് പോകാൻ നേരം വിക്രമിനെ ഓർമ്മിപ്പിച്ചു. മറന്നിട്ടില്ല മോനെ, നീ നാളെ ഓഫീസിൽ വാ, ഞാൻ എന്റെ സെക്രട്ടറിയോട് പറഞ്ഞ് ഏൽപ്പിച്ചേക്കാം. ഇത് കേട്ട് അഭിനവ് രണ്ടുപേർക്കും കൈകൊടുത്ത് പുറത്തേക്ക് വന്നു. അഭി ക്യാബിൽ കയറാൻ പോകുമ്പോൾ വിക്രം ഓടി അവന്റെ അടുത്തേക്ക് വന്നു. അയാൾ ഒരു ചെറിയ ബാഗ് അഭിനവിന് നൽകി. ഇതെന്താ? ഇത് നമ്മൾ ഇന്നലെ കുടിച്ച സെയിം സാധനമാ. നിന്റെ ഭാവി അമ്മായിയപ്പന് ഗിഫ്റ്റായിട്ട് കൊടുത്തോ? ഇത്രയും എക്സ്പെൻസീവായ മദ്യം അവരൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ അങ്കിളിനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അഭിനവ് ആത്മാർത്ഥമായി പറഞ്ഞു. നന്ദി ഞാനാണ് പറയേണ്ടത് മോനെ, നീ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നില്ലേ? വിക്രം പറഞ്ഞു. അത് കേട്ട് അഭിനവ് പുഞ്ചിരിച്ചു. യാത്രയിലുടനീളം അഭിനവ് ചിന്തിച്ചത് അനന്യയുടെ അമ്മയും അച്ഛനെയും കുറിച്ചായിരുന്നു. അവർ ഈ അവസ്ഥയിൽ തന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അവന് യാതൊരു രൂപവുമില്ല. എന്ത് വിളിക്കണം, എന്തു പറയണം എന്നൊന്നും അറിയില്ല. ഇന്നാണ് അവർ അവനെ ആദ്യമായി കാണാൻ പോകുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി അനന്യയുടെ വീടിന് മുന്നിൽ വന്ന് നിന്നു. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൻ ആ വീടിനുള്ളിലേക്ക് കയറി. ശർമ്മളയും രാജീവും സോഫയിൽ ഇരിക്കുന്നവൻ കണ്ടു. രണ്ടുപേരും അഭി അകത്തേക്ക് വരുന്നത് നോക്കുകയായിരുന്നു. തനിക്ക് എത്ര നന്നായി പുഞ്ചിരിക്കാൻ കഴിയുമോ അത്രയും നന്നായി അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. നമസ്കാരം അമ്മേ. നമസ്കാരം അച്ഛാ, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അഭിനവ് ബഹുമാനത്തോടെ അവർ നോക്കി പറഞ്ഞു. അവൻ കൊണ്ടുവന്ന കുപ്പി അവർ രണ്ടുപേരുടെ നേരെ നീട്ടി. അത് കണ്ട് ശർമ്മളയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പക്ഷെ രാജീവ് അവനെ നോക്കി പുഞ്ചിരിച്ചു. രാജീവിന്റെ കണ്ണുകൾ അഭിനവ് കൊണ്ടുവന്ന കുപ്പിയിലേക്ക് നീണ്ടു. അയാൾ ഉടനെ തന്നെ എഴുന്നേറ്റ് അഭിനവന്റെ കയ്യിൽ നിന്ന് ആ കുപ്പി വാങ്ങി. അൺബിലീവബിൾ, ഇത് വളരെ വിലയേറിയ മദ്യമാണല്ലോ. മൈ ഗോഡ്, എന്തൊരു സുഗന്ധമാണ്, നീ ഒന്ന് നോക്കിക്കേ, രാജീവ് പറഞ്ഞു. അയാൾ കുപ്പി ശർമ്മിളയുടെ നേരെ നീട്ടി. ശർമ്മിള പെട്ടെന്ന് അത് തള്ളിമാറ്റി. കുപ്പി കണ്ടപ്പോ എല്ലാം മറക്കുന്ന ഒരു മനുഷ്യൻ. നമ്മളെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോ കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റ് കണ്ടില്ലേ? ഇതാണ് ഇവന്റെ മര്യാദ. ശർമ്മിള, ഇതൊരു സാധാരണ മദ്യമല്ല, നിനക്കറിയാഞ്ഞിട്ടാ. ഇതൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാ. രാജീവ് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇവൻ ഇതൊക്കെ വാങ്ങിക്കാനുള്ള കഴിവുണ്ടോന്ന് നിങ്ങൾ ആലോചിച്ചോ? എവിടെന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെങ്കിലോ? ശർമ്മിള കയർത്തു. അഭിനവൻ അവരുടെ ചോദ്യത്തിന് മറുപടി പറയാനായില്ല. കാരണം താൻ ടൈഗർ ആണെന്ന് ആരും അറിയാൻ പാടില്ല. അപ്പോഴേക്കും ശർമ്മിള എഴുന്നേറ്റ് അഭിനവന്റെ അരികിലേക്ക് വന്നു. എന്താ നിന്റെ ഉദ്ദേശം? ഈ മദ്യക്കുപ്പി നീ എന്തിനാ കൊണ്ടുവന്നത്? എന്റെ മകളുടെ ജീവിതം തകർത്തതും പോരാഞ്ഞിട്ട് ഞങ്ങളെ കൂടി കുടിപ്പിച്ച് കിടത്താനാണോ നിന്റെ ഉദ്ദേശം? ശർമ്മിള ദേഷ്യത്തോടെ ചോദിച്ചു. ശർമ്മിള പറഞ്ഞത് അഭിനവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് അവൻ ചിന്തിച്ചു. സ്വന്തം മകളെയാണ് കാണരുതാത്ത സാഹചര്യത്തിൽ കാണേണ്ടി വന്നത്. ഏതൊരു രക്ഷിതാവും ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക. അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, അഭിനവ് പറഞ്ഞു. അപ്പൊ എന്റെ മകളോടൊപ്പം ആ മുറിയിലുണ്ടായിരുന്നത് നിന്റെ പ്രേതമാണോ? നിന്റെ ഈ നാടകമൊക്കെ ഈ സ്വത്ത് തട്ടിയെടുക്കാനാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തെരുവി തെണ്ടി നടക്കേണ്ട നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ശർമ്മിളയുടെ വാക്കുകൾ അഭിനവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. എന്തു പറഞ്ഞാലും ഇപ്പോൾ അനന്യയുടെ അമ്മ വിശ്വസിക്കില്ല എന്ന് അഭിനവന് തോന്നി. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ നിന്നു. നിനക്കെന്താ വായി നാക്കില്ലേ പന്ന? അവർ ദേഷ്യത്തോടെ അഭിനവന്റെ കോളറിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ രാജീവ് ഇടപെട്ടു. ശർമ്മിള, പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ട് എന്താ പ്രയോജനം? നീ ഇവിടെ വന്നിരിക്കേ, രാജീവ് പറഞ്ഞു. ശർമ്മിള അപ്പോഴും ദേഷ്യത്തോടെ അഭിനവനെ നോക്കുകയായിരുന്നു.
അഭിനവ് ഇരിക്കൂ, നമുക്ക് സംസാരിക്കാം, രാജീവ് പറഞ്ഞു. അത് കേട്ടതും അഭിനവ് അവരുടെ അരികിൽ ചെന്നിരുന്നു. കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അനന്യയ്ക്കും തനിക്കും ഒന്നും അറിയില്ല. ഇതൊരു ട്രാപ്പായിരുന്നു എന്ന് എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട്. ചിലപ്പോ ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും ദൈവനിശ്ചയം. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കട്ടെ, രാജീവ് പറഞ്ഞു. അത് കേട്ട് അഭിനവ് തലയാട്ടി. അനന്യ തന്റെ കൂടെ റൂം ഷെയർ ചെയ്തു എന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. താൻ നാളെ അവളെ ഏറ്റെടുത്തില്ലെങ്കിൽ ആളുകൾ പല കഥകളും ഉണ്ടാക്കി പറയും. അനന്യയുടെ പേര് കളങ്കപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് അഭിനവും തീരുമാനിച്ചു. ആട്ടെ, നീ എന്ത് ജോലിയാ ചെയ്യുന്നേ? അയാൾ ചോദിച്ചു. ഞാനൊരു ഡെലിവറി ബോയ് ആയിരുന്നു, പക്ഷെ ഇന്ന് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അഭിനവ് സത്യം പറഞ്ഞു. അഭിനവ് പറഞ്ഞ വാക്കുകൾ ഒരു ബോംബ് പോലെ അവർ രണ്ടുപേരിലും പതിച്ചു. ശർമ്മള എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ രാജീവ് പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ നീ പെട്ടെന്നൊരു പുതിയ ജോലി കണ്ടുപിടിക്കണം. ജോലിയില്ലാതെ എന്റെ മകളെ നിയമപരമായി വിവാഹം കഴിക്കാൻ പറ്റില്ല. അതിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. അഭിനവ് അത് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. എന്നാ പിന്നെ അഭിനവ് പോയിക്കോളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് സംസാരിക്കാം, രാജീവ് ശാന്തമായി പറഞ്ഞു. അഭിനവ് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും ശർമ്മളയുടെ ഉള്ളിൽ ദേഷ്യം വീണ്ടും തിളച്ചു മറിഞ്ഞു. അവർ അഭിനവ് പോകുന്നത് കത്തുന്ന കണ്ണുകളോടെ നോക്കി. പോക്കറ്റിൽ 10 രൂപയില്ല, പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അവൻ പറഞ്ഞത് കേട്ടില്ലേ, ഒരു ഡെലിവറി ബോയ് ആയിരുന്നത്രേ. എന്നാൽ ആ ജോലി പോലും ഇപ്പൊ ഇല്ല. ഇനി പുതിയത് കണ്ടുപിടിച്ചിട്ട് വേണം ജീവിക്കാൻ. ഇതുപോലൊരുത്തിന് ആരെങ്കിലും ജോലിക്ക് വെക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശർമ്മിള രാജീവിനോട് ചോദിച്ചു. ഇത് കേട്ട് അഭി തിരിഞ്ഞു നോക്കി. വെക്കും, എന്തായാലും നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരിക്കും, അഭിനവ് ശർമ്മിളയെ നോക്കി പറഞ്ഞു. ഉണ്ടാവും, കളക്ടർ ഉദ്യോഗം തന്നെ നിനക്ക് കിട്ടും, ശർമ്മിള കളിയാക്കി. ഇത് കേട്ടതും രാജീവ് എഴുന്നേറ്റ് അഭിനവിന്റെ അരികിലേക്ക് ചെന്നു. എനിക്ക് നിന്റെ കോൺഫിഡൻസ് ഇഷ്ടമായി. ആത്മവിശ്വാസം കൊണ്ട് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതാണ് ഞാൻ എന്റെ മോളെ വളർത്തിയത്. നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോഴും അവളെ ആ രീതിയിൽ നോക്കാൻ നീ പ്രാപ്തനായിരിക്കണം. വേറെ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, രാജീവ് പറഞ്ഞു. ഇത് കേട്ട് അഭിനവിന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ശർമ്മിളയും രാജീവും അവിടെ നിന്ന് അകത്തേക്ക് പോയി. നേരം ഒരുപാട് വൈകിയിരുന്നു. ഈ സമയത്ത് തനിക്ക് വീട്ടിലേക്ക് പോകാൻ യാതൊരു വാഹനവും കിട്ടില്ല എന്ന് അഭിനവന് അറിയാമായിരുന്നു. അതിനാൽ അനന്യയോട് സംസാരിച്ചിട്ട് അന്ന് അവിടെ കഴിയാമെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെ അഭിനവ് ആ വലിയ വീട്ടിൽ അനന്യയുടെ റൂം തിരഞ്ഞ് കണ്ടുപിടിച്ചു. എന്നിട്ട് അവൻ വാതിലിൽ മുട്ടി. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അനന്യ വാതിൽ തുറന്നു. ഡാർലിംഗ്, നേരെ ഒരുപാട് വൈകി, ഇപ്പൊ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഇന്നൊരു രാത്രി ഞാൻ നിന്റെ കൂടെ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ, കളിയായി പറഞ്ഞുകൊണ്ട് അഭി അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അനന്യ അവന്റെ മുന്നിൽ വാതിലടച്ചു. പക്ഷെ അഭിനവ് തന്റെ കാല് വെച്ച് വാതിലടയുന്നത് തടഞ്ഞു. അനന്യ വീണ്ടും വാതിൽ തുറന്നു. എന്താ? ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. കിടക്കാൻ കുറച്ച് സ്ഥലം താടോ, അഭിനവ് പറഞ്ഞു. അതിന് എന്റെ മുറിയിലേക്കാണോ തള്ളി വരേണ്ടത്? എന്റെ ജീവിതം ഇങ്ങനെ ആയത് താൻ ഒരാള് കാരണോ? ഇനിയും മതിയായില്ല തനിക്ക്? മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ തന്റെ കാല് 2 കഷ്ണമാക്കും ഞാൻ, അവൾ വാതിലടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അഭിനവ് തന്റെ കാൽ മാറ്റി. ഉടനെ വലിയ ശബ്ദത്തോടെ ആ വാതിലടഞ്ഞു. ഇവിടുത്തെ ജോലിക്കാർക്ക് കിടക്കാൻ പ്രത്യേക ഒരു ഏരിയ ഉണ്ട്, വേണമെങ്കിൽ അവിടെ പോയി കിടന്നു, അനന്യ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അഭിനവിന് സങ്കടം തോന്നി. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ആ ഡോർ ഹാൻഡിലിൽ പിടിച്ചു. അകത്ത് വാതിലിനിടയിലെ വിടവിലൂടെ അപ്പോഴും അഭിനവിന്റെ നിഴൽ കണ്ട് ഭയന്ന് നിൽക്കുകയായിരുന്നു അനന്യ. ഇത്രയുമായിട്ട് അവൻ പോകാത്തത് എന്താണെന്ന് അവൾ ചിന്തിച്ചു. മേശപ്പുറത്തിരിക്കുന്ന കത്രിക എടുത്ത് അവൾ എന്തിനു തയ്യാറായി നിന്നു. അഭിനവ് എന്താണ് ചെയ്യാൻ പോകുന്നത്? അനന്യയുടെ പ്രതികരണം എന്തായിരിക്കും? ഈ വീട്ടിൽ അഭിനവിന് എപ്പോഴെങ്കിലും ബഹുമാനം ലഭിക്കുമോ? അനന്യയുടെ വീട്ടുകാർ അഭിനവന്റെ യഥാർത്ഥ വ്യക്തിത്വം തിരിച്ചറിയുമ്പോൾ എന്താവും സംഭവിക്കുക? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.